ഹൈ സ്റ്റുഡൻസ്, അപ്പോൾ നമുക്ക് ഇൻട്രൊഡക്ഷൻ ടു ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എന്ന സബ്ജക്റ്റിന്റെ പരീക്ഷ നിങ്ങൾ എഴുതാൻ പോവുകയാണ്. ആ പരീക്ഷ എഴുതുന്നതിന് മുമ്പ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് കുറച്ച് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ സെഷൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് ആദ്യം ഇലക്ട്രിക്കൽ പാർട്ടിലെ കുറേ ക്വസ്റ്റ്യൻസ് പറയാം. ഓക്കെ, അത് കഴിഞ്ഞ ശേഷം ഇലക്ട്രോണിക്സിലെ ക്വസ്റ്റ്യൻസ് പറയാം. ഓക്കെ, അപ്പോൾ ചില ക്വസ്റ്റ്യൻസ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ചെയ്യും, ചിലത് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൾറെഡി നമ്മൾ പഠിപ്പിച്ചത് തന്നെയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന ടോപ്പിക്സ് ആയിരിക്കും. അതായത് ചെറിയ ചെറിയ തിയറീസ് മാത്രം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇൻട്രൊഡക്ഷൻ ടു ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, അതിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, ആദ്യം ഇലക്ട്രിക്കൽ പാർട്ടാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചേ. ഫസ്റ്റ് നിങ്ങൾക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ചിലപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചേക്കാം. ഡിറൈവ് ദ എക്സ്പ്രഷൻ ഫോർ എനർജി സ്റ്റോർഡ് ഇൻ ദ ഇൻഡക്ടർ. അതായത് ഒരു ഇൻഡക്ടറിൽ സ്റ്റോർ ചെയ്യുന്ന എനർജിയുടെ ഫോർമുല ഡിറൈവ് ചെയ്യുക. ഇത് നമ്മുടെ ക്ലാസ്സിൽ ചെയ്തതാണ്, എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് റിഫ്രഷ് ചെയ്യാം നിങ്ങളെ. അപ്പോൾ ഇതിന് നിങ്ങൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഫസ്റ്റ് എന്താണ്, ഒരു ഇൻഡക്ടർ വരയ്ക്കുക. ഓക്കെ, ഇൻഡക്ടർ എല്ലാവർക്കും വരയ്ക്കാൻ അറിയാം. എന്നിട്ട് ഞാനൊരു ബാറ്ററി വരയ്ക്കുന്നു. ഓക്കെ, എന്നിട്ടൊരു സ്വിച്ച് കണക്ട് ചെയ്യുന്നു. ഓക്കെ, അവരെന്താണ് ചോദിച്ചിരിക്കുന്നത്? അവർ ചോദിച്ചിരിക്കുന്നത് ഡിറൈവ് ദ എക്സ്പ്രഷൻ ഫോർ എനർജി സ്റ്റോർഡ് ഇൻ ഇൻഡക്ടർ. അതായത് നിങ്ങൾ ഈ സ്വിച്ച് ക്ലോസ് ചെയ്താൽ ഈ ഇൻഡക്ടറിൽ എന്തുമാത്രം എനർജി സ്റ്റോർ ചെയ്യുന്നു. ഓക്കെ, അതായത് നമുക്ക് ഡിറൈവ് ചെയ്യേണ്ടത് എനർജിയാണ് ഡിറൈവ് ചെയ്യേണ്ടത്. ഓക്കെ, ഇത് എക്സാമിൻ്റെ തലേന്നുള്ള ക്ലാസ് ആണ്. അപ്പോൾ നമ്മൾ ഫുൾ കൺസെപ്റ്റ് ഒന്നും പറയുന്നില്ല, ജസ്റ്റ് ഫോർമുലാസ് എങ്ങനെ ചെയ്യാമെന്ന് മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ ആദ്യം നമുക്ക് നോക്കാം. നമുക്ക് എനർജി കണ്ടുപിടിക്കണം അല്ലേ? അപ്പോൾ ഇതിനു വേണ്ടി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുഞ്ഞു കുഞ്ഞു ഫോർമുലാസ് ഉണ്ട്. നമുക്കറിയാം, ഒരു ഇൻഡക്ടർ ഉണ്ടെങ്കിൽ ആ വോൾട്ടേജ് അക്രോസ് ദ ഇൻഡക്ടർ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് ഫോർമുല? ദാറ്റ് ഈസ് മൈനസ് എൽ ഇൻറ്റു ഡി ഐ ബൈ ഡി ടി. ഇതിലെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം. വി എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് അക്രോസ് ഇൻഡക്ടർ, എൽ എന്ന് പറഞ്ഞാൽ ഇൻഡക്റ്റൻസ്, ഐ എന്ന് പറഞ്ഞാൽ കറണ്ട് ത്രൂ ദ ഇൻഡക്ടർ. ഓക്കെ, ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്ക് കുഞ്ഞിലെ പഠിച്ചൊരു ഫോർമുല തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് പവറിൻ്റെ ഫോർമുല എന്താണ്? പവർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വോൾട്ടേജ് ഇൻറ്റു കറണ്ട് ആണ്. എന്താണ് പവർ എന്ന് പറഞ്ഞാൽ? നമുക്കറിയാം വോൾട്ടേജ് ഇൻറ്റു കറണ്ട്. ഓക്കെ, ഇനി നമുക്ക് ശ്രദ്ധിച്ചേ, ഈ വോൾട്ടേജിന് പകരം നമുക്ക് ഈ ഫോർമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, വോൾട്ടേജിന് പകരം ആ ഫോർമുല ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ദാറ്റ് ഈസ് മൈനസ് എൽ ഇൻറ്റു ഡി ഐ ബൈ ഡി ടി. എന്താണ് ഞാൻ ചെയ്തത്? മറന്നു പോകരുത്, വോൾട്ടേജ് ഈ വോൾട്ടേജിന് പകരം ഈ ഫോർമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ദാറ്റ് ഈസ് ഡി ഐ ബൈ ഡി ടി ഇൻറ്റു ഐ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഓക്കെ, ഇനി പവറിനെ നമുക്ക് എനർജിയുടെ ടേംസിൽ എഴുതാം. പവറിനെ എനർജിയുടെ ടേംസിൽ എഴുതുമ്പോൾ എങ്ങനെയാണ്? പവർ ഈക്വൽ ടു നമുക്ക് എഴുതാം ഡി ഇ ബൈ ഡി ടി എന്ന് എഴുതാം. എന്താണ് പവറിനെ നമ്മളിപ്പോൾ എന്തെഴുതി? എനർജിയുടെ ടേംസിൽ എഴുതി. ഓക്കെ, അതുപോലെ നമുക്ക് ഇവിടെ പവർ ഉണ്ടല്ലോ, ആ പവറിന് ഈ ഫോർമുല അപ്ലൈ ചെയ്തേ. അപ്പോൾ എന്ത് വരും? ദാറ്റ് ഈസ് ഡി ഇ ബൈ ഡി ടി ഈക്വൽ ടു മൈനസ് എൽ ഇൻറ്റു ഡി ഐ ബൈ ഡി ടി ഇൻറ്റു ഐ. ഓക്കെ, ഇനി നിങ്ങൾ നോക്കിയേ, ഇവിടെ ഡി ടി ഉണ്ട്, ഇവിടെ ഡി ടി ഉണ്ട്, രണ്ടും ക്യാൻസൽ ആയിപ്പോയി. കണ്ടോ, രണ്ടും ക്യാൻസൽ ആയിപ്പോയി. ബാക്കി വരുന്നത് എന്താണ്? ബാക്കി വരുന്നത് ദാറ്റ് ഇസ് ഡി ഇ ഈക്വൽ ടു മൈനസ് എൽ ഇൻറ്റു നോക്കിയേ, ഈ ഐ വേണമെങ്കിൽ ആദ്യം എഴുതാം, പിന്നെ ഡി ഐ എഴുതാം. ഓക്കെ, ദാറ്റ് ഇസ് ഐ എൽ ഇൻറ്റു ഐ ഇൻറ്റു ഡി ഐ. ഓക്കെ, ഇനി ഞാൻ എന്താണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? നിങ്ങൾ നിന്ന് നോക്കിയാൽ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? എനർജി സ്റ്റോർഡ് ആണ് കണ്ടുപിടിക്കേണ്ടത്. നമ്മുടെ കയ്യിൽ ഇപ്പോൾ എന്തുണ്ട്? ഡി ഇ ഉണ്ട്. അപ്പോൾ എനർജി കിട്ടണം അല്ലേ? അതായത് ഇ കിട്ടണം. ഇ കിട്ടാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? രണ്ട് സൈഡും നമുക്ക് എന്ത് ചെയ്യാം? ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ രണ്ട് സൈഡും എന്ത് ചെയ്യുന്നു? ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. നിങ്ങളെല്ലാവരും പറഞ്ഞേ, ഡി ഇനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഇ കിട്ടും. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ എന്ത് ചെയ്യണം? ഇവിടെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് അതുപോലെ എഴുതാം, ഇൻ്റഗ്രൽ നോക്കിയാൽ ശ്രദ്ധിച്ചേ, ഈ മൈനസ് ഞാൻ പുറത്തെടുക്കുന്നു. ഓക്കെ, മൈനസ് പുറത്തെടുക്കുന്നു, എൽ ഇൻറ്റു ഐ ഇൻറ്റു ഡി ഐ. ഓക്കെ, ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ലിമിറ്റ് കൊടുക്കണം. ഓക്കെ, നിങ്ങൾ ആദ്യം നമുക്ക് ഏതിൻ്റെ ലിമിറ്റാണ് കൊടുക്കേണ്ടത്? ഇവിടെ വിത്ത് റെസ്പെക്ട് ടു ഡി ഐ ആണ്. സോ കറണ്ടിൻ്റെ ലിമിറ്റ് കൊടുക്കുക. ഓക്കെ, അതായത് കറണ്ടിൻ്റെ ലിമിറ്റ് കൊടുക്കണം. കറണ്ട് ലിമിറ്റ് ഇനിഷ്യൽ ലിമിറ്റ് ഉണ്ട്, അതുപോലെ തന്നെ ഫൈനൽ ലിമിറ്റ് ഉണ്ട് അല്ലേ? ഇനിഷ്യൽ വാല്യൂ ഉണ്ട്, ഫൈനൽ വാല്യൂ ഉണ്ട്. നിങ്ങൾ മനസ്സിലാക്കുക, നമ്മൾ സ്വിച്ച് ക്ലോസ് ചെയ്യുമ്പോൾ ഇനിഷ്യലി ഇതുവഴി പോകുന്ന കറണ്ടിനെ ഐ എന്നെടുക്കാം. എന്താണ്? ഐ. അപ്പോൾ ഇനിഷ്യൽ ലിമിറ്റ് എത്രയാണ്? ഐ ആണ്. ഓക്കെ, അവസാനം ഫൈനൽ കറണ്ട് എന്ന് പറഞ്ഞാൽ 0 ആയിട്ട് എടുക്കുക. ഓക്കെ, എക്സാമിൻ്റെ തലേന്നാണ്ട് നിങ്ങൾ ഇങ്ങനെ പഠിച്ചാൽ മതി. നോക്കി എന്തൊക്കെയാണ് നമ്മൾ ചെയ്തത്? ഇനിഷ്യൽ ലിമിറ്റ് കൊടുത്തു, ഫൈനൽ ലിമിറ്റ് കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇനിഷ്യൽ ലിമിറ്റ് ഇവിടെ ഐ, ഫൈനൽ ലിമിറ്റ് 0. ഓക്കെ, ഇനി ഇതൊന്ന് ഇൻ്റഗ്രേറ്റ് ചെയ്ത് നോക്കിയേ. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താ ചെയ്യേണ്ടത്? ഇത് നോക്കിയേ, വിത്ത് റെസ്പെക്ട് ടു ഡി ഐ ആണ് നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ബാക്കിയുള്ള ഈ എല്ലിനെ നമുക്ക് എന്ത് ചെയ്യാം? പുറത്തെടുക്കാം. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് എൽ ഇൻ്റഗ്രൽ ഐ 0 എന്താണ്? ഐ ഇൻറ്റു ഡി ഐ. ഓക്കെ, ഇതെല്ലാവർക്കും അറിയാമല്ലോ. ഐനെ വിത്ത് റെസ്പെക്ട് ടു ഐ വെച്ച് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? ഐ സ്ക്വയർ ബൈ 2 എന്ന് വരും. ദാറ്റ് ഈസ് മൈനസ് എൽ ഇൻറ്റു ഐ സ്ക്വയർ ബൈ 2 എന്ന് വരും. എന്നിട്ട് നമുക്ക് ലിമിറ്റ് കൊടുക്കുക. അപ്പർ ലിമിറ്റ് ഏതാണ്? 0 ആണ്. ലോവർ ലിമിറ്റ് ഏതാണ്? ഐ ആണ്. ഓക്കെ, അപ്പർ ലിമിറ്റ് 0, ലോവർ ലിമിറ്റ് ഐ. ഓക്കെ, അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇവിടെ നമുക്കുള്ളത് മൈനസ് എൽ ഉണ്ട്. ഓക്കെ, മൈനസ് എൽ അതുപോലെ ഇടുന്നു. അപ്പർ ലിമിറ്റ് കൊടുക്കണം. ആർക്കാണ് ലിമിറ്റ് കൊടുക്കേണ്ടത്? ഐക്കാണ് ലിമിറ്റ് കൊടുക്കേണ്ടത്. ആദ്യം ഐക്ക് എന്ത് കൊടുക്കുക? 0 കൊടുക്കുക. 0 ബൈ 2 എന്ന് പറയുമ്പോൾ 0 വരും. ഓക്കെ, 0 അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് എന്നാണ്. അടുത്ത് ഈ ഐക്ക് വേറെ എന്ത് വാല്യൂ കൊടുക്കണം? ഈ ക്യാപിറ്റൽ ഐ കൊടുക്കുക. ദാറ്റ് ഈസ് ഐ സ്ക്വയർ ബൈ 2 എന്ന് വരും. ഓക്കെ, ഇനി നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, ഈ മൈനസും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പോസിറ്റീവ് ആവും. ബാക്കി വരുന്ന എൽ ഐ സ്ക്വയർ ബൈ 2. ഓക്കെ, ദാറ്റ് ഈസ് എൽ ഐ സ്ക്വയർ ബൈ 2.
കണ്ടോ, ദിസ് ഈസ് ദ എനർജി സ്റ്റോർഡ് ഇൻ ഇൻഡക്ടർ. കണ്ടോ, അപ്പോൾ നിങ്ങൾക്ക് എക്സാമിന് ഞാൻ വളരെ സ്പീഡിലാണ് പഠിപ്പിക്കുന്നത്, കാരണം നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് നോക്കണം. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് ഡിറൈവ് ദ എക്സ്പ്രഷൻ ഫോർ എനർജി സ്റ്റോർഡ് ഇൻ ദ ഇൻഡക്ടർ എന്ന് പറഞ്ഞാൽ ദ എനർജി സ്റ്റോർഡ് ഇൻ ദ ഇൻഡക്ടർ എന്താണ്, ഹാഫ് Li². ഈ ഫോമുല നിങ്ങൾ ഡിറൈവ് ചെയ്യണം. ഓക്കെ, അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്ത ഫോമുലാസ് ഏതൊക്കെയാണ്? ഈ ഫോമുല യൂസ് ചെയ്തു, ഈ ഫോമുല യൂസ് ചെയ്തു. കണ്ടോ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇതെന്ന് പറയുന്നത്. ഇനി ആർക്കെങ്കിലും ഇൻഡെപ്ത് വേണമെങ്കിൽ നമ്മുടെ ക്ലാസ്സിൽ, റെക്കോർഡ് ക്ലാസ്സസിലും ലൈവ് ക്ലാസ്സസ് എടുത്തതിലെല്ലാം ഇൻഡെപ്ത് ആയിട്ട് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി ഇതുമായി ബന്ധപ്പെട്ട് ഒരു ക്വസ്റ്റ്യൻ കൂടി നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. ഡിറൈവ് ദ എക്സ്പ്രഷൻ ഫോർ എനർജി സ്റ്റോർഡ് ഇൻ ഇൻഡക്ടർ ചോദിച്ചാൽ അടുത്ത് എന്ത് ചോദിക്കാം? കപ്പാസിറ്റർ ചോദിക്കാം. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എനർജി സ്റ്റോർഡ് ഇൻ കപ്പാസിറ്റർ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയായിരിക്കും ചോദിക്കുന്നത്, ഡിറൈവ് ദ എനർജി സ്റ്റോർഡ് ഇൻ കപ്പാസിറ്റർ. ഓക്കെ, ഇനി നിങ്ങൾ നോക്കണം, ശ്രദ്ധിച്ച്, നിങ്ങൾക്ക് ഈ ക്ലാസ് കഴിഞ്ഞ ഉടനെ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് വിത്ത് ആൻസർ PDF അവൈലബിൾ ആക്കാം. അപ്പോൾ അത് എവിടെ അവൈലബിൾ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കമ്മ്യൂണിറ്റിയിലായിരിക്കും പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക, നമ്മുടെ കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്യുക. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കമ്മ്യൂണിറ്റി ലിങ്ക് ഉണ്ടായിരിക്കും. അതിനകത്ത് നമ്മൾ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും ക്വസ്റ്റ്യൻ വിത്ത് ആൻസറും ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത് നോക്കാം. എന്താണ് ഡിറൈവ് ദ എക്സ്പ്രഷൻ ഫോർ എനർജി സ്റ്റോർഡ് ഇൻ കപ്പാസിറ്റർ. ഓക്കെ, കപ്പാസിറ്ററിൽ എന്തുമാത്രം എനർജി സ്റ്റോർ ചെയ്യുന്നു? കപ്പാസിറ്റർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, രണ്ട് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ എടുക്കാം, ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ എടുക്കാം. ഓക്കെ, ഇതിനെ നമുക്ക് എന്ത് വിളിക്കാം? പ്ലേറ്റ് 1 എന്ന് വിളിക്കാം, ഇതിനെ നമുക്ക് പ്ലേറ്റ് 2 എന്ന് വിളിക്കാം. ഓക്കെ, പ്ലേറ്റ് 1 പ്ലേറ്റ് 2. ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. നോക്കി, ഇവിടെ നിങ്ങളൊരു വോൾട്ടേജ് കൊടുക്കുന്നു. ഓക്കെ, ഒരു വോൾട്ടേജ് കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണ്? ഈ കപ്പാസിറ്റർ എന്തുമാത്രം എനർജി സ്റ്റോർ ചെയ്യുന്നു? ഓക്കെ, ആദ്യം ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചേ, ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കണം. നോക്കി, ഈ പ്ലേറ്റിൽ നിന്ന് ചാർജസിനെ എനിക്ക് ഈ പ്ലേറ്റിലേക്ക് എത്തിക്കണം. ഒന്നാമത്തെ പ്ലേറ്റിൽ നിന്ന് ചാർജസിനെ രണ്ടാമത്തെ പ്ലേറ്റിലേക്ക് എത്തിക്കണം. അതിനൊരു ജോലി ചെയ്യണമല്ലോ. ആ ജോലിനെ വിളിക്കുന്ന പേരാണ് വർക്ക് ഡൺ. ഓക്കെ, വർക്ക് ഡൺ. അപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞോട്ടെ, ശ്രദ്ധിച്ചേ, ഒരു കൂളം ചാർജിനെ ഈ പ്ലേറ്റിൽ നിന്ന് ഈ പ്ലേറ്റിലേക്ക് എത്തിക്കണം. അതിന് വേണ്ട വർക്ക് ഡൺ നമ്മൾ വിളിക്കുന്ന പേരാണ് വോൾട്ടേജ്. എന്താണ്? വോൾട്ടേജ്. ഒന്നുകൂടെ പറയാം, ശ്രദ്ധിച്ചേ, ഒരു കൂളം ചാർജിനെ ഈ പ്ലേറ്റിൽ നിന്ന് ഈ പ്ലേറ്റിലേക്ക് എത്തിക്കാൻ നമ്മൾ എന്തുമാത്രം ജോലി ചെയ്യുന്നോ അതിനെ വിളിക്കുന്ന പേരാണ് വർക്ക് ഡൺ, അല്ലെങ്കിൽ അതിനെ വിളിക്കാം വോൾട്ടേജ് എന്ന് വിളിക്കാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചേ, ഞാനിവിടെ എഴുതുന്നത് ഒരു കൂളം ചാർജിനെ ഒന്നാമത്തെ പ്ലേറ്റിൽ നിന്ന്, ശ്രദ്ധിച്ചേ, ഒന്നാമത്തെ പ്ലേറ്റിൽ നിന്ന് രണ്ടാമത്തെ പ്ലേറ്റിലേക്ക് എത്തിക്കാൻ ഞാൻ എടുക്കുന്ന ജോലി എത്രയാണ്? 1 കൂളം. ഓക്കെ, 1 കൂളം ചാർജിനെ ഞാൻ എടുക്കേണ്ട ജോലി എത്രയാണ്? വോൾട്ടേജ് V. ഓക്കെ, ഇനി നമ്മൾ പറയേണ്ടത്, നോക്കിയേ, ഇവിടെ ഒരു ചെറിയ ചാർജ് DQ ചാർജിനെ, ഓക്കെ, അതായത് DQ ചാർജിനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ എത്രമാത്രം വർക്ക് ചെയ്യണം? ഓക്കെ, DQ ചാർജിനെ ഒന്നാമത്തെ പ്ലേറ്റിൽ നിന്ന് രണ്ടാമത്തെ പ്ലേറ്റിലേക്ക് കൊണ്ടുവരാൻ എത്ര വർക്ക് ചെയ്യണം? DW വർക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാം DW എന്താണെന്ന് കണ്ടുപിടിക്കാം. ഓക്കെ, DW എങ്ങനെ കണ്ടുപിടിക്കും? നമ്മൾ സിമ്പിൾ ലോജിക്, ഇതേ ഇൻറ്റു ഇത് ഈക്വൽ ടു ഇതേ ഇൻറ്റു ഇത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ദാറ്റ് ഈസ് 1 ഇൻറ്റു DW ഈക്വൽ ടു V ഇൻറ്റു DQ. ഓക്കെ, അപ്പോൾ അവിടെ നമുക്ക് DW കണ്ടുപിടിക്കാം. DW ഈക്വൽ ടു എന്താണ്? V ഇൻറ്റു DQ. ഡൗട്ട് ഉണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ നിങ്ങൾ ആലോചിക്കുകയെ, ശ്രദ്ധിച്ച്, നമുക്കിവിടെ DW ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് വേണം? വർക്ക് ഡൺ വേണം, അല്ലേ? അതായത് DQ ചാർജിനെ ഒന്നാമത്തെ പ്ലേറ്റിൽ നിന്ന് രണ്ടാമത്തെ പ്ലേറ്റിലേക്ക് എത്തിക്കാൻ വേണ്ട വർക്ക് ഡൺ. അപ്പോൾ അത് കണ്ടുപിടിക്കാനായിട്ട് ഇവിടെ DW ഉണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരത്തെ പോലെ നമുക്ക് രണ്ട് സൈഡ് എന്ത് ചെയ്യുക? ഇൻറ്റഗ്രേറ്റ് ചെയ്യണം. ഓക്കെ, ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ പറഞ്ഞേ, ലെഫ്റ്റ് സൈഡ് DW ഉണ്ട്, അതിന് ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? W എന്ന് കിട്ടും. ഓക്കെ, ഇനി നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നോക്കിയേ, ഇവിടെ ഇൻറ്റഗ്രേഷൻ ഉണ്ട്, ആ ഇൻറ്റഗ്രേഷൻ ഞാൻ അതുപോലെ എഴുതുന്നു. നോക്കിയേ, ശ്രദ്ധിച്ചേ, ഇനി വോൾട്ടേജ് ആണ്. വോൾട്ടേജിൻ്റെ ഫോമുല നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്? Q ഈക്വൽ ടു CV, അല്ലേ? ഇങ്ങനെ ഒരു ഫോമുല നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്? Q ഈക്വൽ ടു C ഇൻറ്റു V. നമുക്കിവിടെ എന്താണുള്ളത്? വോൾട്ടേജ് ആണുള്ളത്. അപ്പോൾ വോൾട്ടേജിൻ്റെ ഫോമുല എഴുതാം. ദാറ്റ് ഈസ് വോൾട്ടേജ് ഈസ് ഈക്വൽ ടു Q/C. എന്താണ്? വോൾട്ടേജ് ഈസ് ഈക്വൽ ടു Q/C. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയേ, ഇവിടെ വോൾട്ടേജ് ഉണ്ട്, അതിന് പകരം Q/C സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. Q/C DQ. ഓക്കെ, ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യണം, അല്ലേ? ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെ വേണം? ഇനിഷ്യൽ ലിമിറ്റും വേണം, അപ്പർ ലിമിറ്റും വേണം, ലോവർ ലിമിറ്റും വേണം. ഓക്കെ, ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഒന്നാമത്തെ പ്ലേറ്റിൽ നിന്ന് രണ്ടാമത്തെ പ്ലേറ്റിലേക്ക് എന്ത് കൊണ്ടുവരുന്നു? ചാർജസിനെ കൊണ്ടുവരുന്നു. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കുന്നു, ഓക്കെ, ആദ്യം ഇനിഷ്യലി രണ്ടാമത്തെ പ്ലേറ്റിൽ ചാർജസ് ഒന്നും ഇല്ല, അതായത് Qൻ്റെ ഇനിഷ്യൽ വാല്യൂ 0. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ ഇവിടുന്ന് കൊണ്ടുവരുമ്പോൾ രണ്ടാമത്തെ പ്ലേറ്റിലുണ്ടാകുന്ന ചാർജ്, ഫൈനൽ ചാർജ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ Q. ഓക്കെ, അപ്പോൾ ഇതിൽ ഏതാണ് അപ്പർ ലിമിറ്റ്? 0 എന്ന് പറയുന്ന അപ്പർ ലിമിറ്റ് കൊടുക്കുക, 0 എന്ന് പറയുന്ന ലോവർ ലിമിറ്റ് കൊടുക്കുക, Q എന്ന് പറയുന്ന അപ്പർ ലിമിറ്റ് കൊടുക്കുക. ഓക്കെ, ഞാൻ ഇൻഡെപ്ത് ആയിട്ടൊന്നും പറയുന്നില്ല. ദാറ്റ് ഈസ് 0 ടു Q/C DQ. ഓക്കെ, ഇനി ഇതെല്ലാവർക്കും ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ അറിയാം. നിങ്ങൾ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് നോക്കിയാൽ ഫൈനൽ ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ എനർജി സ്റ്റോർഡ് ഇൻ കപ്പാസിറ്റർ എന്ന് ചോദിച്ചാലോ, നോക്കി, എനർജി സ്റ്റോർഡ് ഇൻ കപ്പാസിറ്റർ എന്ന് ചോദിച്ചാലോ ഇൻഡക്ടർ എന്ന് ചോദിച്ചാലോ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റണം? ഡിറൈവ് ചെയ്യാൻ പറ്റണം. ഓക്കെ, ഇപ്പോൾ ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലെങ്കിൽ നമ്മുടെ ലൈവ് ക്ലാസ്സസിൽ തന്നെ ഇതെല്ലാം പഠിപ്പിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ റെക്കോർഡ് ക്ലാസ്സസിലെല്ലാം ഉണ്ട്. ഓക്കെ, നിങ്ങൾ അതൊന്ന് റെഫർ ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് എനർജി സ്റ്റോർഡ് ഇൻ ഇൻഡക്ടർ ആൻഡ് കപ്പാസിറ്റർ. ഓക്കെ,
അപ്പോൾ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇനി നിങ്ങൾക്ക് ഇലക്ട്രിക്കൽ പാർട്ടിൽ നിന്ന് ചോദിക്കാൻ സാധ്യത എന്താണ് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി, റിലക്റ്റൻസ്, മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി, പെർമിയബിലിറ്റി. നമുക്ക് സിമ്പിളായിട്ട് നോക്കാം. ആദ്യം മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി. ഓക്കെ, എ. മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി നമ്മൾ സാധാരണ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഏത് ലെറ്റർ വെച്ചിട്ടാണ്? ബി ആണ്. ഓക്കെ, ബിയുടെ ഫോർമുല എന്താണ്? ബി എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ പേരിൽ തന്നെ ഉണ്ട്, ഫ്ലക്സ് ബൈ ഏരിയ. ഓക്കെ, ഫൈ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്ലക്സ് ആണ്. ഓക്കെ, എ എന്ന് പറയുന്നത് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. ഓക്കെ, അപ്പോൾ ഇതാണ് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി. അപ്പോൾ നിങ്ങളത് സെൻറ്റൻസ് ആക്കി എഴുതിക്കോളൂ. എന്താണ്? റേഷ്യോ ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ് ആൻഡ് ഏരിയ അല്ലേ. ഇനി ഇതിൻ്റെ യൂണിറ്റും കൂടെ ജസ്റ്റ് ഒന്ന് എഴുതണം. യൂണിറ്റ് എന്താണ്? യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെബർ പെർ മീറ്റർ സ്ക്വയർ ആണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് കാര്യം ഫ്ലക്സ് ഡെൻസിറ്റി കഴിഞ്ഞു. ഇനി അടുത്ത് റിലക്റ്റൻസ്. എന്താണ് റിലക്റ്റൻസ്? ഓക്കെ, റിലക്റ്റൻസ് സാധാരണ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എസ് എന്നാണ്. റിലക്റ്റൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ചേ, നോക്കി, നമ്മളൊരു ഇങ്ങോട്ട് നോക്കി, ഇതൊരു സർക്യൂട്ടാണെന്ന് വെച്ചോ. ഈ സർക്യൂട്ടിലൂടെ നമ്മൾ വോൾട്ടേജ് കൊടുത്താൽ എന്ത് പോകും? കറണ്ട് കടന്നു പോകും അല്ലേ. ഈ കറണ്ട് കടന്നു പോകുമ്പോൾ ആ മെറ്റീരിയൽ ഉണ്ടാക്കുന്ന ഒപ്പോസിഷനെ നമുക്ക് എന്ത് വിളിക്കും? റെസിസ്റ്റൻസ് എന്ന് വിളിക്കും അല്ലേ. അതുപോലെ ഉള്ള സാധനമാണ് റിലക്റ്റൻസ് എന്ന് പറയുന്നത്. തൽക്കാലം നിങ്ങൾ റിലക്റ്റൻസിൻ്റെ ഫോർമുല പഠിക്കുക. റിലക്റ്റൻസിൻ്റെ ഫോർമുല L = mu × A. ഓക്കെ, റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഒപ്പോസിഷൻ ടു ദ ഫ്ലോ ഓഫ് കറണ്ട്. റിലക്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഒപ്പോസിഷൻ ടു ദ എന്താണ്? സർക്കുലേഷൻ ഓഫ് ഫ്ലക്സ് അല്ലേ. അതായത് ഒരു, അല്ലെങ്കിൽ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാം. നോക്കിയേ, ഇതാണ് ഒരു സർക്യൂട്ട്, മാഗ്നറ്റിക് സർക്യൂട്ട്. ഇവിടെ ഒരു കോയിലുണ്ട്. നോക്കിയേ, ഈ കോയിലിൽ കൂടെ നിങ്ങൾ എന്ത് ചെയ്യുന്നു? കറണ്ട് കടത്തി വിടുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഇങ്ങനെ പോകും. കണ്ടോ? അപ്പോൾ റിലക്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഒപ്പോസിഷൻ ടു ദ സർക്കുലേഷൻ ഓഫ് ദിസ് ഫ്ലക്സ്. അതായത് ഫ്ലക്സ് കണ്ടോ, ഈ ഫ്ലക്സ് ഈ മെറ്റീരിയലിലൂടെ കടന്നു പോകുമ്പോൾ ഈ മെറ്റീരിയൽ ഉണ്ടാക്കുന്ന ഒപ്പോസിഷനെ വിളിക്കുന്ന പേരാണ് റിലക്റ്റൻസ് അല്ലേ. അപ്പോൾ വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, ഒപ്പോസിഷൻ ടു എന്താണ്? ഒപ്പോസിഷൻ ടു എന്താണ്? സർക്കുലേഷൻ ഓഫ് ഫ്ലക്സ്. ഓക്കെ, ഇതിനെ വിളിക്കുന്ന പേരാണ് റിലക്റ്റൻസ്. അപ്പോൾ റിലക്റ്റൻസിൻ്റെ ഫോർമുല എന്താണ്? S = L/mu. A. L എന്ന് പറഞ്ഞാൽ ലെങ്ത് ആണ്, A എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, mu എന്ന് പറഞ്ഞാൽ പെർമിയബിലിറ്റി. ഓക്കെ, അപ്പോൾ അതാണ് അവർ രണ്ടാമത് ചോദിച്ചിരിക്കുന്നത്. അടുത്ത മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി. മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? H ആണ് സാധാരണ ഉപയോഗിക്കുന്ന ലെറ്റർ. അതെന്ന് പറഞ്ഞാൽ mmf / L. എന്താണ് മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ ഫോർമുല? എന്താണ്? mmf / L. ക്ലിയർ? ഓക്കെ, അത് നിങ്ങൾ ഓർത്തിരിക്കുക. ഇനി എന്താണ് പെർമിയബിലിറ്റി? ഓക്കെ, പെർമിയബിലിറ്റി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫോർമുല എന്ന് എഴുതുക. B = എന്താണ്? mu h എന്നാണ് സാധാരണ നമ്മൾ പഠിച്ചിട്ടുള്ളത്, കുഞ്ഞിലേ പഠിച്ചതാണ്. അവിടെ mu എന്താണ്? mu എന്ന് പറഞ്ഞാൽ B/h. ഓക്കെ, ഇതിനെ വിളിക്കുന്ന പേരാണ് പെർമിയബിലിറ്റി. അപ്പോൾ പെർമിയബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി. B ആണ് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി. H എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി. അപ്പോൾ ഏതിൻ്റെയൊക്കെ റേഷ്യോ ആണ്? ബിയുടെയും Hൻ്റെയും റേഷ്യോനെ വിളിക്കുന്ന പേരാണ് പെർമിയബിലിറ്റി. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻസും A പാർട്ടിൽ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, ക്ലിയർ ആയോ? നോക്കി, ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ക്വസ്റ്റ്യൻ. നിങ്ങൾ ഉറപ്പിച്ചോ, നിങ്ങൾ എക്സാമിന് ഷുവറായിട്ടും ചോദിക്കുന്നതാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡിറൈവ് ദ റിലേഷൻ ബിറ്റ്വീൻ ലൈൻ ആൻഡ് ഫേസ് വോൾട്ടേജസ് ഇൻ 3-phase സ്റ്റാർ കണക്റ്റഡ് സിസ്റ്റം. എന്താണ് ലൈൻ വോൾട്ടേജ്? അതിന് നമ്മൾ എഴുതുന്ന VL. ഓക്കെ, ഫേസ് വോൾട്ടേജ് നമ്മൾ അതിന് എഴുതുന്ന VPH. ഓക്കെ, എന്താണ് ചോദിച്ചിരിക്കുന്നത്? ഈ VL-ഉം VPH-ഉം തമ്മിലുള്ള ബന്ധം ചോദിച്ചിരിക്കുന്നു. എവിടെയാണ്? സ്റ്റാർ കണക്റ്റഡ് നെറ്റ്വർക്ക്. അപ്പോൾ എന്താണ് സ്റ്റാർ കണക്റ്റഡ് നെറ്റ്വർക്ക്? ഇതാണ് സ്റ്റാർ കണക്റ്റഡ് നെറ്റ്വർക്ക്. ഇതാ കണ്ടോ, 3 സാധനം കണ്ടോ, ഇതാണ് സ്റ്റാർ കണക്റ്റഡ് നെറ്റ്വർക്ക്. അവർ ചോദിച്ചിരിക്കുന്നത് ഈ സ്റ്റാർ കണക്റ്റഡ് നെറ്റ്വർക്കിലെ VL-ഉം VPH-ഉം തമ്മിൽ റിലേഷനാണ്. അപ്പോൾ നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഇങ്ങനെയാണ്. നമുക്ക് കറണ്ട് ആദ്യം എഴുതാം. IL ഉണ്ട്, IPH ഉണ്ട്. അതായത് ലൈൻ കറണ്ട് ഉണ്ട്, ഫേസ് കറണ്ട് ഉണ്ട്. അതുപോലെ നമുക്കുണ്ട് വോൾട്ടേജ്, VL ഉണ്ട്, VPH ഉണ്ട്. ഡൗട്ടുണ്ടോ? ഇവർ ചോദിച്ചിരിക്കുന്നത് ആദ്യം നിങ്ങൾ ഇതിൻ്റെ റിലേഷൻ ഒന്ന് ഓർത്തിരിക്കണം. എങ്ങനെയാണ്? നിങ്ങൾ മനസ്സിലാക്കുക, സ്റ്റാർ ആണ് നെറ്റ്വർക്ക് എങ്കിൽ കറണ്ട് സെയിം ആണ്. അങ്ങനെ പഠിച്ചാൽ മതി. സ്റ്റാർ ആണ് നെറ്റ്വർക്ക് എങ്കിൽ എന്താണ്? കറണ്ട് സെയിം ആണ്. അതായത് നമുക്ക് എഴുതാം IL = IPH ആണ്. ഓക്കെ, ഏതാണ്? സ്റ്റാർ ആണ് നെറ്റ്വർക്ക് എങ്കിൽ കറണ്ട് സെയിം ആണ്. കറണ്ട് സെയിം ആണെങ്കിൽ വോൾട്ടേജ് ഒരിക്കലും സെയിം ആകില്ല. അപ്പോൾ നമുക്കിവിടെ എഴുതാം VL ഒരിക്കലും VPH അല്ല. അപ്പോൾ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? ഒരു √3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. കണ്ടോ, ഇതാണ് എൻ്റെ ലോജിക്ക്. അപ്പോൾ അവർ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഡിറൈവ് ദ റിലേഷൻ ബിറ്റ്വീൻ ലൈൻ ആൻഡ് ഫേസ് വോൾട്ടേജ്. കണ്ടോ, ലൈൻ ആൻഡ് ഫേസ് വോൾട്ടേജ് ഇൻ സ്റ്റാർ നെറ്റ്വർക്ക്. അതായത് ഈ റിലേഷൻ പ്രൂവ് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് സിമ്പിൾ ലോജിക്കിൽ ഞാൻ പറഞ്ഞുതരാം. 2 വെക്ടേഴ്സ് കൺസിഡർ ചെയ്യുകയാണ്. നോക്കിയേ, A എന്ന് പറയുന്നൊരു വെക്ടർ, B എന്ന് പറയുന്ന വെക്ടർ. ഓക്കെ, ഈ 2 വെക്ടറുകൾ തമ്മിലുള്ള ആംഗിൾ 60 ഡിഗ്രിയാണ്. എത്ര ഡിഗ്രിയാണ്? 60 ഡിഗ്രിയാണെന്ന് വെച്ചു. ഓക്കെ, ഇനി ഇതാ ഈ വെക്ടറിൻ്റെ റിസൾട്ടൻ്റ് ഇതാണെന്ന് ആലോചിക്കുക. ഓക്കെ, റിസൾട്ടൻ്റ് എന്ന് പറയുന്നത് ഞാൻ VR എന്ന് എഴുതി. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് 2 വെക്ടർ ഉണ്ട്. A എന്ന് പറയുന്ന വെക്ടർ, B എന്ന് പറയുന്ന വെക്ടർ ഉണ്ട്. അത് തമ്മിലുള്ള ആംഗിൾ ഉണ്ട്. ഇത് റിസൾട്ടൻ്റ് കണ്ടുപിടിക്കാനാണെങ്കിൽ ജനറൽ ഫോർമുല എങ്ങനെയാണ്? റിസൾട്ടൻ്റ് കണ്ടുപിടിക്കാൻ VR എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് സ്ക്വയർ റൂട്ട് ഓഫ് എന്തൊക്കെ ചെയ്താൽ മതി? ഒന്നാമത്തെ വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ്. ഓക്കെ, അതായത് A²
പ്ലസ് നോക്കിയേ ഇത് രണ്ടാമത്തെ വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് ദാറ്റ് ഈസ് ബി സ്ക്വയർ പ്ലസ് എന്താണ് പറയുന്നത് 2 ഇൻറ്റു പറയുന്നത് ഒന്നാമത്തെ വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഇൻറ്റു രണ്ടാമത്തെ വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ്. ഓക്കെ, ദാറ്റ് ഈസ് 2 ഇൻറ്റു എ ബി. ഓക്കെ, പിന്നെ ഒന്നുകൂടെ ഉണ്ട് കോസ് ഓഫ് ആംഗിൾ ബിറ്റ്വീൻ ദം. ഇവിടെ എത്രയാണ് ആംഗിൾ പറയുന്നത്? cos 60. ഓക്കെ, cos 60. ഓക്കെ, ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇതിന് രണ്ടിനും രണ്ട് വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്. ഓക്കെ, അതായത് മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫസ്റ്റ് വെക്ടറും മാഗ്നിറ്റ്യൂഡ് ഓഫ് സെക്കൻഡ് വെക്ടറും സെയിം ആണ്. ദാറ്റ് ഈസ് എന്താണ്, നമുക്ക് എക്സാമ്പിൾ എഴുതാം, കെ എന്നും എല്ലാം കൊടുക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇവിടെ മാഗ്നിറ്റ്യൂഡിൻ്റെ സ്ക്വയർ ആണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു അല്ലെങ്കിൽ നമുക്കിപ്പോൾ എ എന്ന് തന്നെ കൊടുക്കാം. ഓക്കെ, അപ്പോൾ എ സ്ക്വയർ പ്ലസ് കാരണം എല്ലാത്തിൻ്റെ മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്. എ ഇൻറ്റു എ എന്ന് വരുമ്പോൾ ഇവിടെ എ സ്ക്വയർ 2a സ്ക്വയർ. cos 60 എന്ന് പറഞ്ഞാൽ എത്ര വരും? cos 60 എന്ന് പറഞ്ഞാൽ 1/2 വരും. ഇവിടെ 2 ക്യാൻസൽ ആയി പോകും. ഫൈനൽ ആൻസർ വരുമ്പോൾ നമ്മളിത് ചെയ്തിട്ടുള്ളതാണ്. a സ്ക്വയർ പ്ലസ് ദാറ്റ് ഈസ് 3a സ്ക്വയർ എന്ന് വരും. ഓക്കെ, ഫൈനൽ ആൻസർ വരുമ്പോൾ എന്ത് വരും? √3a എന്ന് വരും. കണ്ടോ? അപ്പോൾ റിസൾട്ടൻ്റ് കിട്ടിയില്ലേ? ഓക്കെ, അപ്പോൾ റിസൾട്ടൻ്റ് കിട്ടി, എന്ത് കിട്ടി? √3a അല്ലേ? അതായത് ഇവിടെ എ ഉണ്ട്, അതുപോലെ എ കിട്ടി. ഓക്കെ, ഇവിടെ എന്താണ് കിട്ടേണ്ടത്? VR കിട്ടി. ഓക്കെ, അപ്പോൾ VR ഈക്വൽ ടു, ശ്രദ്ധിച്ചേ, VR ഈക്വൽ ടു √3a ഇങ്ങനെ കിട്ടി അല്ലേ? അപ്പോൾ ഇങ്ങനെ കിട്ടാൻ സമയത്ത് നമ്മൾ എന്തൊക്കെ വരച്ചു? ഇവിടെ ഒരു വെക്ടർ വരച്ചു, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് a ആയിരിക്കണം അല്ലേ? പിന്നെ ഇവിടെ കിട്ടിയത് എന്താണ്? VR എന്നാണ് കിട്ടിയത്. ഓക്കെ, അപ്പോൾ കിട്ടേണ്ടത് VR ഈക്വൽ ടു √3a എന്ന് കിട്ടി. അപ്പോൾ നിങ്ങൾ ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്ത് നോക്കി. ഇവിടെ VRൻ്റെ പ്ലേസിൽ വരുന്ന എന്താണ്? VL ആണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് VL ഈക്വൽ ടു √3 VPH എന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ നോക്കി ഇതും കൂടെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കി. ഇവിടെ VR എന്ന് എഴുതിയിരിക്കുന്നു. അപ്പോൾ നമുക്ക് അതുപോലെ എന്ത് വേണം? ഇതുപോലെ രണ്ട് വെക്ടർ വേണം. ഇവിടെ എന്താണ് കിട്ടിയത്? VR ആണ് കിട്ടിയത് അല്ലേ? VR ആണ് കിട്ടിയത്. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടേണ്ടതാണ് VL കിട്ടണം. അപ്പോൾ നടുക്ക് എന്ത് വരയ്ക്കണം? VL വരയ്ക്കാം. VL. ഓക്കെ, ഇനി ഇവിടുത്തെ നോക്കിയേ, ഇവിടെ എ ആണ് അല്ലേ? ഇവിടെ എ വന്നുകൊണ്ട് ഇവിടെ എ തന്നെ വന്നു. അങ്ങനെയാണ് ഇവിടെ നമുക്ക് എന്താണ് വേണ്ടത്? VPH ആണ് വേണ്ടത്. അപ്പോൾ സിംപ്ലി എഴുതാം, ഇവിടെ VPH എന്ന് എഴുതുക. ഓക്കെ, ഇവിടെയും VPH. ഓക്കെ, അപ്പോൾ ഇത് തമ്മിലുള്ള ആംഗിൾ എത്രയാണ്? 60. അപ്പോൾ നിങ്ങൾ ഒറ്റ കാര്യം ആലോചിച്ചാൽ മതി. സ്റ്റാർ കണക്റ്റഡ് നെറ്റ്വർക്കിനാണെങ്കിൽ ഇവിടെ ഡെറിവേഷൻ ഡ്രൈവ് ചെയ്യാൻ ചോദിച്ചാൽ നിങ്ങൾ ഇവിടെ VPH എഴുതുക, ഇവിടെ VPH എഴുതുക. ഇത് തമ്മിലുള്ള ആംഗിൾ എത്രയാണ്? 60 ഡിഗ്രി. എന്താണ് നിങ്ങൾക്ക് കണ്ടുപിടിക്കേണ്ടത്? VL. ഓക്കെ, ഇനി ഈ ലോജിക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കിയേ. ലോജിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? ദാറ്റ് ഈസ് VL ഈക്വൽ ടു എന്താണ് വരുന്നത്? റൂട്ട് ഓഫ് ഒന്നാമത്തേൻ്റെ മാഗ്നിറ്റ്യൂഡിൻ്റെ സ്ക്വയർ, അതായത് VPH സ്ക്വയർ. ഓക്കെ, VPH സ്ക്വയർ പ്ലസ് രണ്ടാമത്തേൻ്റെ മാഗ്നിറ്റ്യൂഡിൻ്റെ സ്ക്വയർ, ദാറ്റ് ഈസ് VPH സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു നോക്കി 2 ഇൻറ്റു എന്തൊക്കെയാണ്? VPH ഇൻറ്റു VPH. ഓക്കെ, 2 VPH ഇൻറ്റു VPH എന്ന് പറയുമ്പോൾ VPH സ്ക്വയർ വരും. പിന്നെ കോസ് ഓഫ് ആംഗിൾ ബിറ്റ്വീൻ ദം, ഇത് തമ്മിലുള്ള ആംഗിൾ എത്രയാണ്? 60 ഡിഗ്രി. ഓക്കെ, cos 60. ക്ലിയർ? ദാറ്റ് ഈസ് ഈക്വൽ ടു, അപ്പോൾ എന്ത് വരും? നോക്കി ഇവിടെ നോക്കി cos 60യുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് VPH സ്ക്വയർ പ്ലസ് പ്ലസ് 2 VPH സ്ക്വയർ ഇൻറ്റു cos 60യുടെ വാല്യൂ എത്രയാണ്? 1/2. ഇവിടെ 2 വെട്ടിപ്പോവും. ഫൈനൽ എന്ത് വരും? √3 VPH സ്ക്വയർ എന്ന് വരും. ദാറ്റ് ഈസ് √3 ഇൻറ്റു VPH എന്ന് വരും. കണ്ടോ? അപ്പോൾ നമുക്ക് കിട്ടിയില്ലേ? എന്താണ്? ലൈൻ വോൾട്ടേജ് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടി? √3 VPH എന്ന് കിട്ടി. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇവിടെ എന്താണ് ഷോർട്ട് കട്ട്? ഇത് മാത്രം നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. കണ്ടോ? ക്ലിയർ ആയോ? അപ്പോൾ ഇത് ഷുവറായിട്ടും എക്സാമിന് ചോദിക്കും. എന്തായിരിക്കും ചോദിക്കുന്നത്? ലൈൻ ആൻഡ് ഫേസ് വോൾട്ടേജസ് ഇൻ സ്റ്റാർ കണക്റ്റഡ് നെറ്റ്വർക്കിലെ ലൈനും ഫേസ് വോൾട്ടേജും ചോദിക്കും. ഓക്കെ, അപ്പോൾ ഇതൊന്ന് എല്ലാവരും ഡിറൈവ് ചെയ്ത് നോക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നോക്കിയേ, ശ്രദ്ധിച്ചേ. ഇനി നിങ്ങൾക്ക് ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. നോക്കിയേ, ഡിറൈവ് ദ റിലേഷൻ ബിറ്റ്വീൻ ലൈൻ ആൻഡ് ഫേസ് കറണ്ട് ഇൻ ഡെൽറ്റ കണക്റ്റഡ് നെറ്റ്വർക്ക്. അപ്പോൾ എന്താണ് ഡെൽറ്റ കണക്റ്റഡ് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ? ഇതാണ് നമ്മുടെ ഡെൽറ്റ കണക്റ്റഡ് നെറ്റ്വർക്ക്. ഓക്കെ, ഡെൽറ്റ കണക്റ്റഡ് നെറ്റ്വർക്ക് ഇതാണ്. ഓക്കെ, അപ്പോൾ എന്താണ് നമുക്ക് ചെയ്യേണ്ടത്? ലൈൻ ആൻഡ് ഫേസ് കറണ്ട്. ഓക്കെ, അപ്പോൾ ലൈൻ കറണ്ടും ഫേസ് കറണ്ടും തമ്മിലുള്ള റിലേഷൻ വേണം. നമ്മൾ നേരത്തെ പഠിച്ചതാണ് സ്റ്റാർ കണക്റ്റഡ് നെറ്റ്വർക്ക്. അപ്പോൾ അവിടെ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? നമ്മൾ പഠിച്ചു അല്ലെ? കറണ്ട് ഉണ്ട്, വോൾട്ടേജ് ഉണ്ട്. സ്റ്റാർ കണക്റ്റഡ് നെറ്റ്വർക്കിൽ എന്താണ്? IL ഈക്വൽ ടു IPH ആയിരുന്നു. ഓക്കെ, VL ഈക്വൽ ടു √3 VPH ആയിരുന്നു. സ്റ്റാർ കണക്റ്റഡിൽ പഠിച്ചതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഡെൽറ്റ കണക്റ്റഡ് നെറ്റ്വർക്ക്. അപ്പോൾ ഇവിടുത്തെ റിലേഷൻ എങ്ങനെ പറയാൻ പറ്റും? സ്റ്റാറിൽ കറണ്ട് ഈക്വൽ ആയിരുന്നു. അപ്പോൾ ഇവിടെ വരുമ്പോൾ കറണ്ട് ഈക്വൽ അല്ല, √3 ടൈംസ് IPH അല്ലേ? ഇവിടെ എന്താണ്? വോൾട്ടേജ് ഈക്വൽ അല്ലായിരുന്നു. അപ്പോൾ ഇവിടെ വരുമ്പോൾ വോൾട്ടേജ് ഈക്വൽ ആണ്, VL ഈക്വൽ ടു VPH. ഓക്കെ, അപ്പോൾ എന്താണ് അവർ ഡിറൈവ് ചെയ്യാൻ ചോദിക്കുന്നത്? അപ്പോൾ എന്താണ് നിങ്ങൾക്ക് സ്റ്റാർ കണക്റ്റഡിൽ എന്താണോ പഠിച്ചത് അതിൻ്റെ ഓപ്പോസിറ്റ്. സ്റ്റാർ കണക്റ്റഡിൽ എന്താണ് പഠിച്ചത്? ലൈൻ കറണ്ടും ഫേസ് കറണ്ടും ഈക്വൽ ആണെന്ന്. അപ്പോൾ ഇവിടെ വരുമ്പോൾ എന്താണ്? ഈക്വൽ അല്ല. നോക്കിയേ, ഈക്വൽ അല്ല എന്ന് പറഞ്ഞാൽ IL ഈക്വൽ ടു √3 IPH. ഇവിടെ എന്താണ്? നോക്കിയേ, ഇവിടെ വോൾട്ടേജ് സെയിം അല്ല. അപ്പോൾ ഇവിടെ വരുമ്പോൾ വോൾട്ടേജ് എന്താവും? സെയിം ആവും. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഇത് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്? ഡിറൈവ് ദ റിലേഷൻ ബിറ്റ്വീൻ ലൈൻ ആൻഡ് ഫേസ് കറണ്ട് IL ഈക്വൽ ടു
√3 IPH ആണെന്ന് പ്രൂവ് ചെയ്യണം. ഇതേ ലോജിക്കിൽ നമുക്ക് എന്താണ് കിട്ടേണ്ടത്? IL ആണ് കിട്ടേണ്ടത് അല്ലേ? എന്താണ് നമുക്കുള്ളത്? IPH. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇതാ IPH ഇവിടെ വരയ്ക്കുക. ഇതാ കണ്ടോ, ഇവിടെ IPH വരയ്ക്കുക. എന്താണ് നമുക്ക് കിട്ടേണ്ടത്? കിട്ടേണ്ടത് IL ആണ്, അതിവിടെ വരയ്ക്കുക. ഓക്കെ, IL. ഓക്കെ, ഇനി ഇവിടുത്തെ ആംഗിൾ എത്രയാണ്? 60 ഡിഗ്രി. ഇനി നിങ്ങൾക്ക് സിമ്പിളായിട്ട് പ്രൂവ് ചെയ്യാൻ പറ്റുമല്ലോ. എന്താണ് IL എന്ന് പറയുന്നത്? IL = ഏതിൻ്റെയൊക്കെ എന്താണ് നമ്മൾ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡിൻ്റെ സ്ക്വയർ പ്ലസ് ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡിൻ്റെ സ്ക്വയർ. ബാക്കി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ദാറ്റ് ഈസ് IPH സ്ക്വയർ പ്ലസ് IPH സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു ഒന്നാമത്തെ വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഇൻറ്റു രണ്ടാമത്തെ വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ്. ദാറ്റ് ഈസ് 2 ഇൻറ്റു IPH സ്ക്വയർ കോസ് ഓഫ് ആംഗിൾ ബിറ്റ്വീൻ ദം. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ നേരത്തെ ചെയ്യുന്ന ആൻസർ തന്നെ കിട്ടും. എന്താണ്? കോസ് 60ക്ക് 1/2 കൊടുക്കുക, 2 2 വെട്ടിപ്പോയിട്ട് ഫൈനൽ ആൻസർ എന്ത് വരും? √3 IPH എന്ന് വരും. ഓക്കെ, ആർക്കെങ്കിലും മനസ്സിലായില്ലെങ്കിൽ നമ്മുടെ ലൈവ് ക്ലാസ്സസോ റെക്കോർഡ് ക്ലാസ്സസോ കണ്ടു നോക്കുക. ക്ലിയർ? അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ടും ചോദിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ്? ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിറൈവ് ദ ലൈൻ ആൻഡ് ഫേസ് കറണ്ട് ഇൻ എ ഡെൽറ്റ കണക്റ്റഡ് നെറ്റ്വർക്ക്. അതുപോലെ സ്റ്റാർ കണക്ഷൻ ചോദിക്കാം, അതുപോലെ തന്നെ ഡെൽറ്റ കണക്ഷനും ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഈ 2 ക്വസ്റ്റ്യനും നിങ്ങളുടെ മനസ്സിൽ വേണം. ഓക്കെ, ഇനി നിങ്ങൾക്ക് എക്സാമിന് ഉറപ്പായിട്ടും ചോദിക്കാൻ സാധ്യതയുള്ളൂ കമ്പയർ മാഗ്നറ്റിക് സർക്യൂട്ട് ആൻഡ് ഇലക്ട്രിക് സർക്യൂട്ട്. ഓക്കെ, ഇലക്ട്രിക് സർക്യൂട്ടും മാഗ്നറ്റിക് സർക്യൂട്ടും എന്താണെന്ന് കമ്പയർ ചെയ്യാം. ജസ്റ്റ് ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഓക്കെ, ഇങ്ങോട്ട് നോക്കിയേ, ഇതൊരു റെസിസ്റ്റൻസ് ഉണ്ട്, ഇവിടെ ഞാൻ ഒരു വോൾട്ടേജ് കൊടുക്കുന്നു. ഓക്കെ, ഇതാണ് വോൾട്ടേജ് കൊടുക്കുന്നു, ഇതൊരു റെസിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ എന്ത് കടന്നു പോകും? കറണ്ട് കടന്നു പോകും അല്ലേ? അപ്പോൾ ഈ കറണ്ട് കടന്നു പോകുന്ന ക്ലോസ്ഡ് പാത്തിനെ നമുക്ക് എന്ത് വിളിക്കാം? ഇലക്ട്രിക് സർക്യൂട്ട്. ഓക്കെ, ഇലക്ട്രിക് സർക്യൂട്ട്. ഡൗട്ട് ഉണ്ടോ? ഇല്ല. അപ്പോൾ ഞാൻ ഒരു വോൾട്ടേജ്, ഒരു റെസിസ്റ്റർ ഉണ്ട്, ഇതുവഴി കറണ്ട് കടന്നു പോകുന്നുണ്ട്. ഈ ക്ലോസ്ഡ് പാത്തിന് എനിക്ക് എന്ത് വിളിക്കാം? ഇലക്ട്രിക് സർക്യൂട്ട് എന്ന് വിളിക്കാം. അപ്പോൾ നിങ്ങൾ എന്നോട് ചോദിക്കും, സാർ എന്താണ് മാഗ്നറ്റിക് സർക്യൂട്ട്? ഒരു മെറ്റീരിയൽ എടുക്കുന്നു. ഓക്കെ, ഈ മെറ്റീരിയൽ ഞാൻ എന്ത് ചെയ്യുന്നു? ഒരു കോയിൽ ഇങ്ങനെ വൗണ്ട് ചെയ്യുന്നു. ഓക്കെ, എന്നിട്ട് ഞാൻ ഇവിടെ എന്ത് കൊടുക്കുന്നു? കറണ്ട് കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നു? കറണ്ട് കൊടുക്കുന്നു. കറണ്ട് കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഇവിടെ ഫീൽഡ് ലൈൻസ് പ്രൊഡ്യൂസ് ചെയ്യും. ആ ഫീൽഡ് ലൈൻസ് എന്ത് ചെയ്യും? ഇതുവഴി കടന്നു പോകും. കണ്ടോ? അപ്പോൾ ഈ ഇലക്ട്രിക് സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ കറണ്ട് കടന്നു പോകുന്ന ക്ലോസ്ഡ് പാത്ത്. മാഗ്നറ്റിക് സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ ഫീൽഡ് ലൈൻസ്, നോക്കിയ ഫ്ലക്സ് കടന്നു പോകുന്ന ക്ലോസ്ഡ് പാത്ത്. കണ്ടോ? ഈ ഫ്ലക്സ് കടന്നു പോകുന്ന ക്ലോസ്ഡ് പാത്തിനെ വിളിക്കുന്നവരാണ് മാഗ്നറ്റിക് സർക്യൂട്ട്. ഓക്കെ, ഇനി അപ്പോൾ നിങ്ങൾ നോക്കി എന്താണ് ഇലക്ട്രിക് സർക്യൂട്ട്, മാഗ്നറ്റിക് സർക്യൂട്ട് എന്ന്. ആദ്യം ഒരു സർക്യൂട്ട് വരയ്ക്കുക. കണ്ടോ? ഇതെല്ലാവർക്കും വരയ്ക്കാൻ അറിയാം. ഇത് മാഗ്നറ്റിക് സർക്യൂട്ടും വരയ്ക്കാൻ അറിയാം. എന്താണ് ഇവിടെ ഇലക്ട്രിക് സർക്യൂട്ടിൽ ഇങ്ങനെ കറണ്ട് ഫ്ലോ ചെയ്യാനുള്ള കാരണമാരാണ് ഇവിടെ കൊടുക്കുന്ന വോൾട്ടേജ്. അതായത് ഡ്രൈവിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് വോൾട്ടേജ് ആണ്. ഓക്കെ, മാഗ്നറ്റിക് സർക്യൂട്ട് നിങ്ങൾ നോക്കി, മാഗ്നറ്റിക് സർക്യൂട്ടിലൂടെ ഫ്ലക്സ് ഇങ്ങനെ കടന്നു പോകാൻ കാരണക്കാരനാരാണ്? MMF. നോക്കി, ഡ്രൈവിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് MMF, മാഗ്നറ്റോ മോട്ടീവ് ഫോഴ്സ്, MMF ആണ്. MMF. ഓക്കെ, MMF. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ ഈ സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കുക. ഇവിടെ കറണ്ട് കടന്നു പോകാനുള്ള കാരണക്കാരനാരാണ്? വോൾട്ടേജ്. ഓക്കെ, ഇവിടെ ഫ്ലക്സ് ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്യാനുള്ള കാരണക്കാരനാരാണ്? MMF ആണ്. ഓക്കെ, ഇനി ഇവിടെ നോക്കി, ഇവിടെ കറണ്ട് കടന്നു പോകുന്നതിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള തടസ്സത്തിന് വിളിക്കുന്ന പേരാണ് റെസിസ്റ്റൻസ്. കണ്ടോ? അതായത് ഓപ്പോസിഷൻ ടു ദ ഫ്ലോ ഓഫ് കറണ്ട് ഈസ് കോൾഡ് റെസിസ്റ്റൻസ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ഫ്ലക്സ് ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്യുന്ന ഇതിന് എഗെയിൻസ്റ്റുള്ള ഓപ്പോസിഷൻ എന്ത് വിളിക്കാം? റിലക്റ്റൻസ്. ഓക്കെ, ഓപ്പോസിഷൻ ടു ദ സർക്കുലേഷൻ ഓഫ് ഫ്ലക്സ് ത്രൂ ദ സർക്യൂട്ട്. ഇതുവഴി ഫ്ലക്സ് ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്യുന്നതിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഓപ്പോസിഷൻ നമുക്ക് എന്ത് വിളിക്കാം? റിലക്റ്റൻസ്. അപ്പം ഈ 3 പോയിന്റ്സ് നിങ്ങൾ ഓർത്തിരിക്കണം. ഇലക്ട്രിക് സർക്യൂട്ട് എന്താണ്? മാഗ്നറ്റിക് സർക്യൂട്ട് എന്താണ്? നിങ്ങൾക്ക് കമ്പയർ എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ഡിഫൈൻ എന്നും ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മൾ ക്ലാസ്സിൽ ചെയ്ത പ്രോബ്ലംസ് ആണ്. ഈ പ്രോബ്ലംസ് ഞാൻ ഇപ്പോൾ ഇവിടെ ഇരുന്ന് ചെയ്യുന്നില്ല, കാരണം ചെയ്യാൻ ഒരുപാട് സമയമെടുക്കും, കാരണം നിങ്ങളുടെ സമയം വേസ്റ്റ് ആവും. അപ്പോൾ ഞാൻ അതുകൊണ്ട് എല്ലാവർക്കും ഇത് ചെയ്യാൻ അറിയുന്നതാണ്. നമ്മുടെ ക്ലാസ്സിലെല്ലാം ചെയ്യിപ്പിച്ച പ്രോബ്ലംസ് ആണ്. അപ്പോൾ ഈ ടിപ്പിക്കൽ പ്രോബ്ലംസ് നിങ്ങൾ ചെയ്തു പഠിച്ചിരിക്കണം. ഇത് ഏതിൻ്റെ ആപ്ലിക്കേഷൻ ആണെന്ന് ചോദിച്ചാൽ സ്റ്റാർ ഡെൽറ്റ കൺവേർഷൻ ആപ്ലിക്കേഷനാണ്. എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാനിവിടെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ക്ലാസ് കഴിയുമ്പോൾ തന്നെ നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ ഇതിൻ്റെ ആൻസർ വരും. ആൻസർ PDF നിങ്ങൾക്ക് അവൈലബിൾ ആക്കാം. ഓക്കെ, നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയാൽ മതി. നമ്മൾ ക്ലാസ്സിൽ ലൈവ് ക്ലാസ്സിലും അതുപോലെ തന്നെ നമ്മുടെ റെക്കോർഡഡ് ക്ലാസ്സസിലെല്ലാം നമ്മൾ ചെയ്ത പ്രോബ്ലംസ് ആണ്. അപ്പം ഈ ഒരു ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുണ്ട്, ഇതേ മോഡൽ ക്വസ്റ്റ്യൻസ്. ഓക്കെ, അതുപോലെ തന്നെ നോഡ് അനാലിസിസ് എഴുതി വെച്ചോ. നോഡ് അനാലിസിസിൽ ഒരു ക്വസ്റ്റ്യൻ എക്സാമിന് ഉണ്ടായിരിക്കും. അതിൽ ഞാൻ 2-3 സാമ്പിൾ ക്വസ്റ്റ്യൻസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഞാൻ ഫുൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ അറിയുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഇത് മുഴുവൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒന്നുകൂടെ നിങ്ങളെ പഠിപ്പിക്കുന്നത് പോലെയാണ്, സമയം വേസ്റ്റ് ചെയ്യുന്നില്ല. നിങ്ങൾ നോക്കുക, നിങ്ങൾ ചെയ്ത് നോക്കുക. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ മതി. ഇതിൻ്റെ ആൻസറും നിങ്ങൾക്ക് PDF-ൽ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള നോഡ് അനാലിസിസിലെ ക്വസ്റ്റ്യൻസ് ഉറപ്പാണ്, ഷുവർ. നോഡ് അനാലിസിസ് പഠിക്കാതെ എക്സാമിന് പോകരുത്. ഓക്കെ, ഇനി നോഡ് അനാലിസിസിൽ തന്നെ അടുത്ത മോഡൽ 2-3 മോഡൽ കൂടെ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം നമ്മുടെ ക്ലാസ്സിൽ ചെയ്യിപ്പിച്ച ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ചോദിക്കും. കണ്ടോ? അപ്പോൾ ഇത് നിങ്ങൾ എന്ത് ചെയ്യുക? ചെയ്ത് നോക്കുക. എല്ലാവരും ചെയ്ത് നോക്കിയിട്ടേ പോകാവൂ. ഒന്നുകൂടെ പറയാം, നോഡ് അനാലിസിസിലെ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ടും വരും. അതുപോലെ തന്നെ ഇതാണ് ഇതിൽ ഏറ്റവും വരാൻ ഡിഫിക്കൽട്ടി കൂടിയ ക്വസ്റ്റ്യൻസ് ആണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. ഇത് വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസും വരാൻ സാധ്യതയുണ്ട്. കണ്ടോ?
ഈ 4 ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്തിട്ട് പോയാൽ നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസേഴ്സ് PDF അവൈലബിൾ ആക്കാം. അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ ഇതെല്ലാം ഫൈനൽ ആൻസർ വരെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നോക്കിയേ, അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാൻ സാധ്യത, പ്രൂവ് ദാറ്റ് ആവറേജ് പവർ കൺസ്യൂംഡ് ഇൻ എ ഇൻഡക്റ്റൻസ് ഈസ് 0. എന്താണ് ചോദിച്ചിരിക്കുന്നത്? ഒരു ഇൻഡക്റ്റൻസ് ഉണ്ട്, ശ്രദ്ധിച്ച്, ഒരു ഇൻഡക്റ്റൻസ് ഉണ്ട്. നോക്കിയേ, ഒരു ഇൻഡക്റ്റൻസ് ഉണ്ട്. എന്താണ് ഇൻഡക്റ്റൻസ്? ഇതാ അവരിവിടെ ഇൻഡക്റ്റൻസ് തന്നിട്ടുണ്ട്. അവർ പറയുന്നു എന്താണ് ആവറേജ് പവർ കൺസ്യൂംഡ് ഇൻ എ ഇൻഡക്റ്റൻസ്. അതായത് ഒരു ഇൻഡക്ടർ ഉണ്ട്, ഈ ഇൻഡക്ടറിലേക്ക് നിങ്ങൾ എന്ത് കൊടുക്കുന്നു? ഒരു വോൾട്ടേജ് കൊടുക്കുന്നു. വോൾട്ടേജ് V ആണ്, ഇതുവഴി ഒരു കറണ്ട് പോകുന്നു. ഓക്കെ, അപ്പോൾ എന്തുമാത്രം പവർ ഇവൻ കൺസ്യൂം ചെയ്തു? ഓക്കെ, അതാണ് നമുക്ക് ഡെറൈവ് വേണ്ടത്. എന്താണ് ചെയ്യുന്നത്? പ്രൂവ് ദാറ്റ് ആവറേജ് പവർ കൺസ്യൂംഡ് ഇൻ എൻ ഇൻഡക്റ്റൻസ്. ഈ ഇൻഡക്റ്റൻസ് കൺസ്യൂം ചെയ്ത പവർ 0 ആണെന്ന് പ്രൂവ് ചെയ്യണം. എന്താണ് ആവറേജ് പവർ കൺസ്യൂംഡ് ബൈ ദാറ്റ് ഇൻഡക്ടർ? അതായത് എവൻ കൺസ്യൂം ചെയ്ത പവർ എത്രയെന്ന് പ്രൂവ് ചെയ്യണം? 0 എന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അവർ തന്നിട്ടുണ്ട്. എന്താണ് തന്നിട്ടുള്ളത്? ഇൻഡക്റ്റൻസും തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളിവിടെ ഓർത്തിരിക്കേണ്ട കാര്യമുണ്ട്. നമുക്ക് 2 കാര്യങ്ങളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഇൻഡക്റ്റൻസ് ഉണ്ട്, അതുപോലെ തന്നെ കപ്പാസിറ്റർ ഉണ്ട്. ഇപ്പോൾ എക്സാമിൻ്റെ തലേന്നായതുകൊണ്ട് നിങ്ങൾ ഇതിൻ്റെ ഫോർമുലാസ് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കണം. ഇൻഡക്റ്റൻസ് ആണെങ്കിൽ ശ്രദ്ധിച്ച്, കറണ്ടിനെ നമുക്ക് എഴുതാം. കറണ്ട് ഒരു സൈൻ വേവ് ഫോം വെച്ച് എഴുതാം, IM sin ഒമേഗ t. ഇത് ആർക്കെങ്കിലും ഓർത്തിരിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല, കാരണം നമ്മൾ കൊടുക്കുന്ന കറണ്ട് ഏത് കറണ്ടാണ്? സൈൻ വേവ് ഫോം ആണ്. കണ്ടോ, സൈൻ വേവ്. ഓക്കെ, അപ്പോൾ ഇൻഡക്ടർ കൂടെ പോകുന്ന കറണ്ട് സൈൻ ഒമേഗ ടി. അതുപോലെ തന്നെ കപ്പാസിറ്റർ കൂടെ പോകുന്ന കറണ്ടും എന്താണ്? സൈൻ വേവ് ഫോം ആയിട്ട് എടുത്താൽ മതി, IM sin ഒമേഗ ടി. ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഇനി ശ്രദ്ധിക്കേണ്ടത്, വോൾട്ടേജ് എഴുതുമ്പോൾ ശ്രദ്ധിക്കുക, ഇവിടെ വോൾട്ടേജ് എഴുതുമ്പോൾ VM sin ഒമേഗ ടി എന്ന് മാത്രം എഴുതിയാൽ പോരാ, +90. ഓക്കെ, അപ്പോൾ ഇൻഡക്ടർ ശ്രദ്ധിച്ച്, ഇൻഡക്ടർ കൂടെ പോകുന്ന കറണ്ടിൻ്റെ ഫോമുല എന്താണ്? I = IM sin ഒമേഗ ടി. വോൾട്ടേജിൻ്റെ ഫോമുല എന്താണ്? VM sin ഒമേഗ ടി +90. എന്താണ്? +90. കണ്ടോ, ഒരു +90 എഴുതി. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും, സാർ കപ്പാസിറ്ററിലെ വോൾട്ടേജിൻ്റെ ഫോമുല എന്താണ്? കപ്പാസിറ്റർ വോൾട്ടേജും ഇതേ ലോജിക്കിൽ എഴുതാം, VM sin ഒമേഗ ടി, ഇവിടെ -90. ഓക്കെ, -90. ഇപ്പം നിങ്ങളുടെ മനസ്സിൽ തോന്നും, സാർ എന്തിനാണ് ഇതൊക്കെ പറയുന്നത്? നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്? പവറാണ് പ്രൂവ് ചെയ്യേണ്ടത് അല്ലേ? പവർ സാധാരണ നമ്മൾ പറയുന്നത് എന്താണ്? ഇൻസ്റ്റൻറ്റേനിയസ് പവർ എന്നാണ് സാധാ പവറിനെ വിളിക്കുന്ന പേര്. ഓക്കെ, ഇൻസ്റ്റൻറ്റേനിയസ് പവർ കിട്ടാനായിട്ട് എന്ത് ചെയ്താൽ മതി? കറണ്ടും വോൾട്ടേജും കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. എന്താണ്? കറണ്ടും വോൾട്ടേജും. ഓക്കെ, അപ്പോൾ കറണ്ടിൻ്റെ ഇക്വേഷൻ അറിയാം, IM sin ഒമേഗ ടി. ഓക്കെ, IM sin ഒമേഗ ടി. ഓക്കെ, വോൾട്ടേജിൻ്റെ ഇക്വേഷൻ അറിയാം, VM sin ഒമേഗ ടി. എന്താണ്? VM sin ഒമേഗ ടി +90. ഡൗട്ട് ഉണ്ടോ? ഇല്ല. അപ്പോൾ ഇൻസ്റ്റൻറ്റേനിയസ് പവർ കിട്ടാനായിട്ട് വെറുതെ കറണ്ടും വോൾട്ടേജും കൂടെ എന്ത് ചെയ്താൽ മതി? മൾട്ടിപ്ലൈ ചെയ്താൽ മതി. പക്ഷേ അവർ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ആവറേജ് പവർ കിട്ടാനുള്ള വളരെ എളുപ്പമാണ്. ആവറേജ് പവർ കിട്ടാൻ ഒറ്റ കാര്യം നിങ്ങൾ ചെയ്താൽ മതി, ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. ആരെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം? ഇൻസ്റ്റൻറ്റേനിയസ് പവറിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഓക്കെ, അതായത് ഇൻസ്റ്റൻറ്റേനിയസ് പവറിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. എവിടെ തൊട്ട് എവിടെ വരെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം? ടൈം പീരീഡ് 0 മുതൽ T വരെ. എന്നിട്ട് എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? 1/t. ഒന്നുകൂടെ പറയാം, ആവറേജ് പവർ കിട്ടാനായിട്ട് എന്ത് ചെയ്യുക? ഇൻസ്റ്റൻറ്റേനിയസ് പവറിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഏതൊട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യണം? 0 to T വരെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. എന്നിട്ട് എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? T കൊണ്ട് ഡിവൈഡ് ചെയ്യണം. നമുക്ക് എല്ലാവർക്കും അറിയാം, സൈൻ വേവ് ഫോം ആണ്. അതിൻ്റെ ടൈം പീരീഡ് എന്താണ്? ടൈം പീരീഡ് 2π ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ സിംപ്ലി എന്ത് ചെയ്താൽ മതി? 1/2π ഇൻ്റഗ്രൽ 0 to T, അതായത് 0 to 2π വരെ. കണ്ടോ, T എന്ന് പറഞ്ഞാൽ 2π ആണ്. 0 to 2π വരെ ആരെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം? ഇൻസ്റ്റൻറ്റേനിയസ് പവറിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഇതാണ് ഇൻസ്റ്റൻറ്റേനിയസ് പവർ. ഓക്കെ, that is IM sin ഒമേഗ ടി, VM sin ഒമേഗ ടി +90. ഓക്കെ, ഇവിടെ എല്ലാം നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കി, ഇവിടെ ഒമേഗ ടി. അപ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത് വിത്ത് റെസ്പെക്ട് ഏതായിരിക്കണം? dωt. ഓക്കെ, അപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്? ആവറേജ് പവർ കൺസ്യൂംഡ് ഇൻ എ ഇൻഡക്റ്റൻസ് ഈസ് 0. ആവറേജ് പവർ, ഈ ഇൻഡക്ടർ കൺസ്യൂം ചെയ്യുന്ന ആവറേജ് പവർ 0 ആണെന്ന് പ്രൂവ് ചെയ്യുക. അപ്പോൾ അതിന് എന്തൊക്കെ മനസ്സിലാക്കി? ഇൻഡക്ടർ കൂടെ പോകുന്ന കറണ്ട് എഴുതി, ഇൻഡക്ടറിലുള്ള വോൾട്ടേജ് എഴുതി അല്ലേ? അപ്പോൾ നിങ്ങൾ നോക്കേണ്ടത് നോക്കിയേ, അതായത് നമ്മളിവിടെ വോൾട്ടേജ് ശ്രദ്ധിച്ചേ, നമ്മളിവിടെ വോൾട്ടേജ് കറണ്ടിൻ്റെ ഫോമുല പഠിച്ചു വയ്ക്കുക. എന്നിട്ട് ഈ വോൾട്ടേജിനെയും കറണ്ടിനെയും മൾട്ടിപ്ലൈ ചെയ്താൽ സാധാ പവർ കിട്ടും. അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ ആവറേജ് പവർ കിട്ടും. ഓക്കെ, ഇനി എന്താണ് ചോദിച്ചിരിക്കുന്നത്? ദാറ്റ് ഈസ് ഈക്വൽ ടു 0. അപ്പോൾ നിങ്ങളിത് എന്ത് ചെയ്യുക? ഇൻ്റഗ്രേറ്റ് ചെയ്ത് നോക്കുക. കുറച്ച് പാർട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുക, ഫൈനൽ ആൻസർ എന്ത് ചെയ്യുക? 0 എഴുതുക. ക്ലിയർ? ഡൗട്ട് ഉണ്ടോ? അപ്പോൾ ഇത് വേറെ പല രീതിയിലും ചോദിക്കാം. പ്രൂവ് ദാറ്റ് ആവറേജ് പവർ കൺസ്യൂംഡ് ഇൻ എ ഇൻഡക്റ്റൻസ് ഈസ് 0 എന്ന് ചോദിച്ചു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ചോദിക്കാൻ പറ്റിയ രണ്ടാമത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻ എന്തായിരിക്കും? ഇവിടെ ഇൻഡക്റ്റൻസിലെ ആവറേജ് പവർ 0 ആണെന്ന് ചോദിച്ചു. അപ്പോൾ അടുത്ത് നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യത ഏതായിരിക്കും? ആവറേജ് പവർ കൺസ്യൂംഡ് ബൈ എ കപ്പാസിറ്റൻസ് ഈ 0. കപ്പാസിറ്റൻസ് കൺസ്യൂം ചെയ്ത പവർ 0 ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ അതിനെങ്ങനെയാണ്? നോക്കി, ഒരു കപ്പാസിറ്ററുള്ള സർക്യൂട്ട് വരയ്ക്കുന്നു. ഇതാ. ഓക്കെ, എന്താണ് നമ്മൾ ആവറേജ് പവർ കണ്ടുപിടിക്കുക? ആദ്യം പവർ എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റൻറ്റേനിയസ് പവർ എന്ന് പറഞ്ഞാൽ നമുക്ക് എഴുതാം എന്താണ്?
ഇൻസ്റ്റൻറ്റേനിയസ് പവർ എന്ന് പറഞ്ഞാൽ എന്താണ്? വോൾട്ടേജ് ഇൻറ്റു കറണ്ട് എന്ന് എഴുതാം അല്ലേ? അപ്പോൾ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട് കപ്പാസിറ്ററിനെ കുറിച്ചുള്ള വോൾട്ടേജും കറണ്ടും നമ്മൾ ഫോമിൽ നിന്ന് കറണ്ട് എന്ന് പറഞ്ഞാൽ IM sin omega t തന്നെയാണ്. വോൾട്ടേജിലാണ് വ്യത്യാസം, VM sin omega t -90 എന്ന് എടുക്കുക. ഓക്കെ, അപ്പോൾ ഇൻസ്റ്റൻറ്റേനിയസ് പവർ എഴുതുമ്പോൾ ദാറ്റ് ഈസ് കറണ്ടിന് IM sin omega t എന്ന് തന്നെ എഴുതുക ഇൻറ്റു VMന് sin omega t -90 എഴുതുക. ഓക്കെ, ഇനി ആവറേജ് പവർ കണ്ടുപിടിക്കാൻ എന്താണ്? ആവറേജ് പവർ ഈക്വൽ ടു എന്ത് ചെയ്താൽ മതി? ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ മതി. എവിടെ? 1/2π ഇൻറ്റഗ്രൽ 0 to 2π. ആരെ ഇൻറ്റഗ്രേറ്റ് ചെയ്യണം? ഈ കിട്ടിയ ഇൻസ്റ്റൻറ്റേനിയസ് പവറിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യണം. ദാറ്റ് ഈസ് IM sin omega t VM sin omega t -90. ഓക്കെ, വിത്ത് റെസ്പെക്ട് ഏതാണ് ചെയ്യേണ്ടത്? d omega t ചെയ്യുക. കുറച്ച് നിങ്ങൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ആൻസർ എന്ത് കിട്ടും? 0 കിട്ടും. ഇനി 0 നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ എക്സാം എഴുതുമ്പോൾ ആൻസർ 0 എഴുതുക. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യണമെങ്കിൽ ഏത് ലോജിക്ക് നിങ്ങൾ ഓർത്തിരിക്കണം? ഈ ലോജിക്ക് ഓർത്തിരിക്കണം. കറണ്ടും വോൾട്ടേജിൻ്റെ റിലേഷൻ ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ A പാർട്ടിലോ B പാർട്ടിലോ എവിടെ വേണോ ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യനും ഉറപ്പാണ്, ഇതും ചെയ്ത് നോക്കിയിട്ടേ പോകാവൂ. എന്തെങ്കിലും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ മതി. ഓക്കെ, ഓക്കെ, അപ്പോൾ അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതേ മോഡൽ ക്വസ്റ്റ്യൻ ഞാനൊരു 4-5 ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമ്മുടെ ക്ലാസ്സിലും ചെയ്തിട്ടുണ്ട്, ലൈവ് ക്ലാസ്സസിലെല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോഴും നമ്മൾ പറഞ്ഞു ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എക്സാമിന് ഉറപ്പായിട്ടും ചോദിക്കും. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ഉറപ്പായിട്ടും ചോദിക്കും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഇത് ഏത് ഏരിയയിലെ ക്വസ്റ്റ്യൻ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ത്രീ ഫേസിലെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അവിടെ നിങ്ങൾ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നിങ്ങൾ വായിക്കുന്നതിന് മുമ്പ് ഇപ്പം ഈ ക്ലാസ്സിൽ നിങ്ങൾ അറിയേണ്ട 2-3 കാര്യങ്ങൾ നിങ്ങൾ അറിയണം. സ്റ്റാർ കണക്ഷൻ, ഡെൽറ്റ കണക്ഷൻ. ഓക്കെ, ഡെൽറ്റ കണക്ഷൻ. ഈ സ്റ്റാർ കണക്ഷൻ്റെ ഫോമുല ഓർക്കുക. സ്റ്റാർ കണക്ഷനിലാണെങ്കിൽ IL ഈക്വൽ ടു എന്താണ്? IPH. ലൈൻ കറണ്ടും ഫേസ് കറണ്ടും സെയിം ആണ്, വോൾട്ടേജ് സെയിം അല്ല. VL ഈക്വൽ ടു √3 VPH. ഈ ഫോമുല നിങ്ങൾ അറിഞ്ഞേ പറ്റുള്ളൂ പ്രോബ്ലം ചെയ്യാൻ. ഓക്കെ, ഡെൽറ്റ കണക്ഷനിലാണെങ്കിൽ എന്താണ്? ഓപ്പോസിറ്റ് ആണ്, സ്റ്റാറിൽ പഠിച്ചതിൻ്റെ ഓപ്പോസിറ്റ്. ഓക്കെ, ഇവിടെ കറണ്ടാണ് സെയിം, അങ്ങനെയാണ് ഇവിടെ വോൾട്ടേജ് സെയിം. VL ഈക്വൽ ടു എന്താണ്? VPH. ഓക്കെ, കറണ്ട് എന്തായിരിക്കും? കറണ്ട് IL ഈക്വൽ ടു √3 IPH. ഓക്കെ, ഇനി ഒരു കാര്യം കൂടെ നിങ്ങൾ അറിയണം. എന്തൊക്കെയാണ് നിങ്ങൾ അറിയേണ്ടത്? VPHന് ഒരു ഫോമുലയും കൂടെ ഉണ്ട്. VPH എന്ന് പറഞ്ഞാൽ കറണ്ട് ഇൻറ്റു Z. ഓക്കെ, IPH ഇൻറ്റു Z. എന്താണ് VPH എന്ന് പറഞ്ഞാൽ? ഫേസ് വോൾട്ടേജ്. ഇതൊക്കെ ക്ലാസ്സിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാണ്. ജസ്റ്റ് എക്സാമിൻ്റെ തലേന്നാണ് ഞാൻ ജസ്റ്റ് റിഫ്രഷ് ചെയ്യുന്നുള്ളൂ. IPH എന്ന് പറഞ്ഞാൽ കറണ്ട് ത്രൂ ദ IPH എന്ന് പറഞ്ഞാൽ ഫേസ് കറണ്ട്. Z എന്ന് പറഞ്ഞാൽ ഇമ്പിഡൻസ്. ഓക്കെ, ഇമ്പിഡൻസ് എങ്ങനെ കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ക്വസ്റ്റ്യനിൽ റെസിസ്റ്റൻസ് തന്നിട്ടുണ്ടായിരിക്കും, അതുപോലെ തന്നെ XL കപ്പാസിറ്റി റിയാക്ടൻസ് തന്നിട്ടുണ്ടായിരിക്കും. ഇതൊരു ട്രയാങ്കിളായിട്ട് വരച്ചു കഴിഞ്ഞാൽ നോക്കി, ഈ ട്രയാങ്കിളിൻ്റെ ഒരു സൈഡ് നോക്കി ശ്രദ്ധിച്ച്, ട്രയാങ്കിളിൻ്റെ ഈ സൈഡ് റെസിസ്റ്റൻസ് വാല്യൂ, ഈ സൈഡിൻ്റെ വാല്യൂ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് XLൻ്റെ വാല്യൂ തന്നിട്ടുണ്ടെങ്കിൽ ഈ സൈഡാണ് Z എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണല്ലോ. അപ്പോൾ Z-ൻ്റെ വാല്യൂ എങ്ങനെ കിട്ടും? ഇതിൻ്റെ സ്ക്വയർ റൂട്ട് ഓഫ് ഇതിൻ്റെ സ്ക്വയർ പ്ലസ് ഇതിൻ്റെ സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഈ ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞാൽ ഈ ഫോമുല ഈ പ്രോബ്ലംസ് ചെയ്യാൻ പറ്റും. Z എന്ന് പറഞ്ഞാൽ √R² പ്ലസ് XL². ഓക്കെ, ക്ലിയർ ആയോ? ഈ ഫോമുല ഇത് രണ്ടുപേർക്കും സെയിം ആണ്, ഡെൽറ്റയ്ക്കും സ്റ്റാറിനും സെയിം ആണ്. ഈ ഫോമുല രണ്ടുപേർക്കും സെയിം ആണ്. ക്ലിയർ? അപ്പോൾ രണ്ടുപേർക്കും സെയിം ആയിട്ടുള്ള ഫോമുലാസ് ഞാനൊന്ന് ഹൈലൈറ്റ് ചെയ്യാം. ഓക്കെ, ഇനി ഒരു ക്വസ്റ്റ്യനിൽ ഒന്നും മെൻഷൻ ചെയ്യാതെ വോൾട്ടേജും കറണ്ടും തന്നിട്ടുണ്ടെങ്കിൽ അതെന്തായിരിക്കും? ലൈൻ വോൾട്ടേജോ അല്ലെങ്കിൽ ലൈൻ കറണ്ടോ ആയിരിക്കും. എന്താണ്? ഒന്നുകൂടെ പറയാം. ഒരു ക്വസ്റ്റ്യനിൽ ഒന്നും മെൻഷൻ ചെയ്യാതെ വോൾട്ടേജും കറണ്ടും തന്നിട്ടുണ്ടെങ്കിൽ അത് എന്ത് ക്വാണ്ടിറ്റി ആയിരിക്കും? ലൈൻ വോൾട്ടേജോ ലൈൻ കറണ്ടോ ആയിരിക്കും. ക്ലിയർ ആയോ? ഇനി നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ച് നോക്കാം. ഇപ്പോഴും ചിലവർക്ക് ഈ ക്ലാസ് കാണുമ്പോൾ മനസ്സിലാവില്ലായിരിക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നമ്മുടെ റെക്കോർഡഡ് ക്ലാസ്സസോ ലൈവ് ക്ലാസ്സസോ കാണുക. ഓക്കെ, എ 3-phase 100 വോൾട്ടേജ് 50 ഹെർട്സ് ബാലൻസ്ഡ് സപ്ലൈ. എന്താണ്? ഒരു വോൾട്ടേജ് തന്നിട്ടുണ്ട്, എത്രയാണ്? 100 വോൾട്ട്. ആ ഒരു 100 വോൾട്ട് എന്താണെന്ന്, ഫേസ് ആണോ, പ്രത്യേകിച്ച് ഒന്നും പറയുന്നില്ല. ഒന്നും പറയുന്നില്ലെങ്കിൽ തന്നിരിക്കുന്ന എന്താണ്? ലൈൻ വോൾട്ടേജ് ആയിട്ട് എടുക്കുക. ഓക്കെ, അപ്പോൾ VL തന്നിട്ടുണ്ട് 100 വോൾട്ട്. ഓക്കെ, 50 ഹെർട്സ് ബാലൻസ് സപ്ലൈ ഈസ് കണക്റ്റഡ് ടു എ ബാലൻസ് 3-phase RL ലോഡ് വിത്ത് റെസിസ്റ്റൻസ് വാല്യൂ. R എത്ര തന്നിട്ടുണ്ട്? R അപ്പോൾ തന്നെ ട്രയാങ്കിൾ ആയിട്ട് ഇങ്ങനെ വരച്ചു വയ്ക്കുക. R തന്നിട്ടുണ്ട് എത്രയാണ്? 32. അതുപോലെ തന്നെ XL തന്നിട്ടുണ്ട് എത്രയാണ്? 42. XL തന്നിട്ടുണ്ട് 42. ഓക്കെ, അവിടെ ഇത് രണ്ടും തന്നാൽ തന്നെ ഇതെന്താണ്? ഇത് R ആണ്, ഇത് R ആണ്, ഇതെന്താണ്? XL ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് Z കണ്ടുപിടിക്കാം അല്ലേ? Z എന്ന് പറഞ്ഞാൽ എന്താണ്? ഓക്കെ, Z അപ്പം തന്നെ കണ്ടുപിടിക്കാം. Z എന്ന് പറഞ്ഞാൽ Z എന്ന് പറഞ്ഞാൽ √32² പ്ലസ് 42². ഓക്കെ, ഒന്ന് കാൽക്കുലേറ്ററിലും ചെയ്ത് നോക്കിയേ. 32ൻ്റെ സ്ക്വയർ പ്ലസ് 42ൻ്റെ സ്ക്വയർ. ഓക്കെ, സ്ക്വയർ റൂട്ട് ഓഫ് ആൻസർ. ഓക്കെ, അപ്പോൾ വരുന്ന 52.80 എന്ന് വരും. കണ്ടോ? ദാറ്റ് ഈസ് Z ഈസ് ഈക്വൽ ടു 52.80. ഓക്കെ, നമുക്ക് ആവശ്യം വരും, ഒന്ന് ചെയ്ത് വയ്ക്കാം. ഓക്കെ, ഇനി എന്താണ് ചോദിക്കുന്നത്? ഫൈൻഡ് ദ കറണ്ട് ഡ്രോൺ ഫ്രം ദ സപ്ലൈ ഇഫ് ദ ലോഡ് ഈസ് സ്റ്റാർ കണക്റ്റഡ്. അപ്പോൾ 2 ക്വസ്റ്റ്യൻ ആണ്. ആദ്യം സ്റ്റാർ കണക്റ്റഡ്. അപ്പോൾ നമുക്ക് സ്റ്റാർ കണക്റ്റഡിൻ്റെ ഇത് എഴുതാം. ഓക്കെ, സ്റ്റാർ കണക്റ്റഡ്.
ഓക്കെ, അപ്പോൾ എല്ലാ ക്വസ്റ്റ്യനും ഏതായാലും അവർ ചോദിക്കുന്നത് ഇത്തരം കാര്യങ്ങളായിരിക്കും ചോദിക്കുന്നത്. ലൈൻ കറണ്ട്, ഫേസ് കറണ്ട്, ലൈൻ വോൾട്ടേജ്, ഫേസ് വോൾട്ടേജ്, ഇത്രയാണ് അവർ ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം അവർ എന്താണ് ചോദിച്ചിരിക്കുന്നത്? സ്റ്റാർ കണക്റ്റഡ് നെറ്റ്വർക്കിൻ്റെയാണ് ചോദിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അവർ ഡെൽറ്റ കണക്റ്റഡ് നെറ്റ്വർക്ക്. നമുക്ക് ഓരോന്നായിട്ട് കണ്ടുപിടിക്കാം. ആദ്യം നമുക്ക് അവർ തന്നിരിക്കുന്ന ഏതാണ്? ലൈൻ വോൾട്ടേജ് തന്നിട്ടുണ്ട് അല്ലേ? ലൈൻ വോൾട്ടേജ്. ഓക്കെ, അപ്പോൾ ലൈൻ വോൾട്ടേജിൻ്റെ കോളത്തിൽ ഇവിടെ ലൈൻ വോൾട്ടേജിൻ്റെ കോളത്തിൽ തന്നെ 100 എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, 100. ഇനി നമുക്ക് നമ്മുടെ ലോജിക്ക് അപ്ലൈ ചെയ്യാം. ഏതാണ് കണക്ഷൻ? സ്റ്റാർ കണക്റ്റഡ്. അങ്ങനെയാണെങ്കിൽ സ്റ്റാർ കണക്റ്റഡിൻ്റെ ഫോമുല പറഞ്ഞ് ലൈൻ വോൾട്ടേജ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ബാക്കിയുള്ള സാധനങ്ങൾ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കി, ലൈൻ വോൾട്ടേജും ഫേസ് വോൾട്ടേജും തമ്മിൽ റിലേഷൻ എന്താണ്? ലൈൻ വോൾട്ടേജ് ഈസ് ഈക്വൽ ടു √3 ടൈംസ് VPH അല്ലേ? അതായത് VL ഈക്വൽ ടു √3 ടൈംസ് VPH. നമുക്കിനി എന്തൊക്കെയാണ് കണ്ടുപിടിക്കേണ്ടത് നോക്കി ശ്രദ്ധിച്ച്. നമുക്ക് ഈ പറയുന്ന ബാക്കിയുള്ള എല്ലാ ക്വാണ്ടിറ്റീസും കണ്ടുപിടിക്കണം. അങ്ങനെയാണെങ്കിൽ ആലോചിക്കുക, ലൈൻ വോൾട്ടേജ് അറിയാം അല്ലേ? നമുക്ക് എന്ത് കിട്ടും? VPH കിട്ടും അല്ലേ? അപ്പോൾ VPH എന്ന് പറഞ്ഞാൽ എന്താണ്? ലൈൻ വോൾട്ടേജ് ഡിവൈഡ് ബൈ √3. ഓക്കെ, ലൈൻ വോൾട്ടേജ് എത്രയാണ്? 100 ഡിവൈഡ് ബൈ √3. ഓക്കെ, അപ്പോൾ 100 ഡിവൈഡ് ബൈ √3 എന്ന് നോക്കിയേ, 100 ഡിവൈഡ് ബൈ √3. ഓക്കെ, 57.73. ഓക്കെ, 57.73. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ എഴുതുന്നു VPH എത്രയാണ്? 57.73. ഓക്കെ, ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട IL-ഉം IPH-ഉം കണ്ടുപിടിക്കണം. ഓക്കെ, അതിന് നമുക്ക് ഏത് റിലേഷൻ ഉപയോഗിക്കാം? ഈ റിലേഷൻ ഉപയോഗിക്കാം. ഓക്കെ, എന്താണ് നമുക്ക് പഠിച്ചിട്ടുണ്ട്? VPH എന്ന് പറഞ്ഞാൽ എന്താണ്? IPH ഇൻറ്റു Z. നിങ്ങൾ നോക്കി, നമുക്ക് VPH ഉണ്ട്, ഇതാ കണ്ടോ, VPH ഉണ്ട്, Z ഉണ്ട്. Z നമ്മളിവിടെ കണ്ടുപിടിച്ചു. അപ്പോൾ അവിടെ നമുക്ക് ഏത് കണ്ടുപിടിക്കാം? IPH കണ്ടുപിടിക്കാം. എല്ലാ പ്രോബ്ലം ഇതേ രീതിയാണ്. നമ്മൾ ക്ലാസ്സിൽ ഇതെല്ലാം പഠിപ്പിച്ചതാണ്. ഓക്കെ, VPH ബൈ Z. ഓക്കെ, VPHൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. VPHൻ്റെ വാല്യൂ എത്രയാണ്? 57.73. ഓക്കെ, 57.73. എന്തെങ്കിലും കാൽക്കുലേഷൻ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിച്ചേക്കണേ. Z എന്ന് പറഞ്ഞാൽ എത്രയാണ്? 52.80. 52.80. ഓക്കെ, അപ്പോൾ ഡിവൈഡ് ബൈ 52.80. ഓക്കെ, അപ്പോൾ ആൻസർ വരുന്ന 1.09 എന്ന് വരും. ഓക്കെ, എന്താണ്? IPHൻ്റെ വാല്യൂ എത്രയാണ്? 1.09. IPH ഇതാ ഇവിടെ ഉണ്ട്. IPHൻ്റെ വാല്യൂ 1.09. ഇനി അപ്പോൾ നമുക്ക് വേണ്ട എന്താണ്? IPH കിട്ടി, VL കിട്ടി, VPH കിട്ടി. എന്താണ് നമുക്ക് വേണ്ടത്? IL. ഓക്കെ, IL എവിടെ നിന്ന് കിട്ടും? നമ്മുടെ ഈ ഫോമുല നോക്കി, IL-ഉം IPH-ഉം എന്താണ്? സെയിം ആണ്. ഓക്കെ, IL-ഉം IPH-ഉം സെയിം ആകുമ്പോൾ ഇവിടെ IL-ൻ്റെ വാല്യൂ എത്രയാണ്? 1.09. അത് തന്നെ ഇവിടെ എഴുതുക, 1.09. കണ്ടോ? അപ്പോൾ ഇങ്ങനെയുള്ള പ്രോബ്ലംസ് നിങ്ങൾക്ക് ചോദിച്ചാൽ ചെയ്യാൻ പറ്റണം. ഓക്കെ, ഇനി രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നത് ഡെൽറ്റ കണക്റ്റഡ് നെറ്റ്വർക്ക് ആണെങ്കിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് ഡെൽറ്റ കണക്റ്റഡ് നെറ്റ്വർക്ക് ആണെങ്കിൽ നമുക്ക് നോക്കാം. ഡെൽറ്റ കണക്റ്റഡ് നെറ്റ്വർക്ക് ആണെങ്കിലും നമുക്ക് വീണ്ടും ഇതുപോലെ എഴുതാം. എന്തൊക്കെയാണ് കണ്ടുപിടിക്കേണ്ടത്? IL, IPH, VL, VPH, ഇത്രയും കണ്ടുപിടിക്കണം. ഓക്കെ, ഡെൽറ്റ കണക്റ്റഡ് നെറ്റ്വർക്കിൻ്റെ ഫോമുല എന്താണ്? സ്റ്റാറിൽ പഠിച്ചതിൻ്റെ ഓപ്പോസിറ്റ്. സ്റ്റാറിൽ എന്താണ് പഠിച്ചത്? ലൈൻ കറണ്ടും ഫേസ് കറണ്ടും സെയിം ആണ്, വോൾട്ടേജ് സെയിം അല്ല. അങ്ങനെയാണെങ്കിൽ ഇവിടെ വരുമ്പോൾ എന്ത് വരും? വോൾട്ടേജ് സെയിം ആണ്. ഓക്കെ, VL ഈക്വൽ ടു VPH. നോക്കിയേ, അതുപോലെ IL ഈക്വൽ ടു √3 ടൈംസ് IPH. നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരരുത്. സ്റ്റാർ കണക്റ്റഡിൽ എന്താണ്? സ്റ്റാർ കണക്റ്റഡിൽ കറണ്ട് സെയിം ആണെന്ന് പഠിച്ചാൽ മതി. ഓക്കെ, ഡെൽറ്റ കണക്റ്റഡിൽ വോൾട്ടേജ് സെയിം. ഓക്കെ, അതുപോലെ അല്ലേ ഡെൽറ്റ കണക്റ്റഡ് ആണ്, വോൾട്ടേജ് സെയിം ആണ്. ഓക്കെ, അവരെന്ത് തന്നിട്ടുണ്ട്? ക്വസ്റ്റ്യനിൽ അവർ ലൈൻ വോൾട്ടേജ് തന്നിട്ടുണ്ട്. ഓക്കെ, ക്വസ്റ്റ്യനിൽ അവർ ലൈൻ വോൾട്ടേജ് തന്നിട്ടുണ്ട്. ഓക്കെ, ലൈൻ വോൾട്ടേജ് എത്രയാണ്? 100 ആണ് തന്നിരിക്കുന്നത് അല്ലേ? അപ്പോൾ ലൈൻ വോൾട്ടേജ് നോക്കി, ഇതാണ് ലൈൻ വോൾട്ടേജ്. അപ്പോൾ അവിടെ എന്തെഴുതുക? 100 എന്ന് എഴുതുക. ഓക്കെ, ഇനി നമുക്ക് എന്താണ് വേണ്ടത്? ലൈൻ വോൾട്ടേജ് ഉണ്ട്. നോക്കി, നമുക്ക് അറിയാം ലൈൻ വോൾട്ടേജും ഫേസ് വോൾട്ടേജും സെയിം ആണ്. അപ്പം ഇവിടെ ലൈൻ വോൾട്ടേജ് 100 ഉണ്ട്. അപ്പോൾ ഫേസ് വോൾട്ടേജ് എന്ത് വരും? 100 വരും. ഓക്കെ, ഇനി എന്താണ് നമുക്ക് വേണ്ടത്? ഇനി IL-ഉം IPH-ഉം. അതിനുവേണ്ടി എപ്പോഴും ഒരേ റിലേഷൻ ഉപയോഗിക്കുക. ഏതാണ്? VPH ഈക്വൽ ടു IPH ഇൻറ്റു Z. നമുക്ക് ഏതൊക്കെ ക്വാണ്ടിറ്റി ഉണ്ട്? നോക്കി, VPH ഉണ്ട്. ഓക്കെ, Z നമ്മൾ കണ്ടുപിടിച്ചു. Z നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു. കണ്ടോ? Z കണ്ടുപിടിച്ചു. ഓക്കെ, അപ്പോൾ VPH ഉണ്ട്, Z ഉണ്ട്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് ഏത് കിട്ടും? IPH കിട്ടും. ദാറ്റ് ഈസ് IPH. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു VPH ബൈ Z. ഓക്കെ, VPHൻ്റെ വാല്യൂ എത്രയാണ്? VPHൻ്റെ വാല്യൂ 100, Z-ൻ്റെ വാല്യൂ 52.something. ഓക്കെ, 100, Z-ൻ്റെ വാല്യൂ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച Z തന്നെയാണ്, 52.80. ഓക്കെ, ദാറ്റ് ഈസ് 100 ഡിവൈഡ് ബൈ 52.80. ദാറ്റ് ഈസ് ഈക്വൽ ടു 1.89. ഓക്കെ, അപ്പോൾ ഏത് കിട്ടി? IPH കിട്ടി. എത്രയാണ്? 1.89. ഇനി ഏത് കിട്ടണം? IL കിട്ടണം. ഓക്കെ, IL കിട്ടാനായിട്ട് എന്ത് ചെയ്യണം? നമുക്കിവിടെ IL-ഉം IPH-ഉം തമ്മിലുള്ള റിലേഷൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എന്താണ്? IL ഈക്വൽ ടു √3 IPH. നമുക്ക് ഏതാണ് കിട്ടേണ്ടത്? IL ആണ് കിട്ടേണ്ടത്. സോ IL കിട്ടണമെങ്കിൽ IPH-ന് എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? √3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ ആൻസർ ഇൻറ്റു √3. ഓക്കെ, എനിക്ക് കിട്ടിയത് നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്താൽ മതി. എനിക്ക് ചിലപ്പോൾ മിസ്റ്റേക്ക് സംഭവിക്കാം. 3.28.
കണ്ടോ? അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എക്സാമിന് ഉറപ്പായിട്ടും ചോദിക്കും. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം ഇത്ര മാത്രമേ ഉള്ളൂ. സ്റ്റാർ കണക്ഷൻ്റെ ഫോമുല അറിയുക, ഡെൽറ്റ കണക്ഷൻ്റെ ഫോമുല അറിയുക. നോക്കിയേ, ഈ പറയുന്ന ഫോമുലാസ് എല്ലാവർക്കും കോമൺ ആണ്. ക്ലിയർ ആയോ? അപ്പോൾ ഏതൊരു ക്വസ്റ്റ്യൻ കിട്ടിയാലും ഇതായിരിക്കും നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക. നോക്കിയേ, ഇനി ഒറ്റ കാര്യം കൂടെ നിങ്ങൾ ഇതിൻ്റെ കൂടെ അറിഞ്ഞിരിക്കണം, പവറിൻ്റെ ഫോമുലയും കൂടെ പഠിക്കണം. ഓക്കെ, 3 പവർ ഉണ്ട്. ഫസ്റ്റ് നിങ്ങൾക്ക് പഠിക്കേണ്ട ആക്റ്റീവ് പവർ. ആക്റ്റീവ് പവർ പറഞ്ഞാൽ പി ആണ്. അത് കണ്ടുപിടിക്കാൻ 3 VPH IPH cos phi. ഓക്കെ, എന്താണ് ആക്റ്റീവ് പവർ കണ്ടുപിടിക്കാൻ? ആക്റ്റീവ് പവറിൻ്റെ മറ്റൊരു പേര് പവർ കൺസ്യൂംഡ് എന്ന് ക്വസ്റ്റ്യനിൽ കാണും. ഓക്കെ, പവർ കൺസ്യൂംഡ് ബൈ ദ സർക്യൂട്ട്. ഓക്കെ, അതാണ് ആക്റ്റീവ് പവർ. ആക്റ്റീവ് പവർ കണ്ടുപിടിക്കാൻ എന്തൊക്കെ വേണം? 3 VPH IPH cos phi. ആദ്യം എന്താണ് VPH? നോക്കി, ഇവിടെ VPH ഉണ്ട്, IPH ഉണ്ട്. അപ്പം VPH കണ്ടുപിടിക്കുക, IPH കണ്ടുപിടിക്കുക, മൾട്ടിപ്ലൈ ചെയ്യുക. പിന്നെ കോസ് ഫൈ എന്ന് പറഞ്ഞാൽ പവർ ഫാക്ടർ. കോസ് ഫൈ എങ്ങനെ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ, ഇവിടെ ഒരു ട്രയാങ്കിൾ ഇല്ലേ, RXLZ. നോക്കിയേ, ഈ ട്രയാങ്കിളിൻ്റെ ഈ ആംഗിളിനെ വിളിക്കുന്നവരാണ് ഫൈ. ഓക്കെ, ഈ ആംഗിൾ വിളിക്കുന്നവരാണ് ഫൈ. അപ്പോൾ കോസ് ഫൈ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്താണ്? കോസ് ഫൈ എന്ന് പറഞ്ഞാൽ ഏതിൻ്റെ റേഷ്യോ എടുത്താൽ മതി? കോസ് ഫൈ എന്ന് പറഞ്ഞാൽ അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അപ്പോൾ കോസ് ഫൈ എവിടെ നിന്ന് കിട്ടും? ഓക്കെ, കോസ് ഫൈ എന്ന് പറഞ്ഞാൽ അഡ്ജസൻറ്റ് സൈഡ് R ആണ്, ഹൈപ്പോട്ടന്യൂസ് Z ആണ്. കണ്ടോ? അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് എക്സാമിന് പവർ കണ്ടുപിടിക്കാൻ ചോദിക്കാം. ഏത് പവറാണ്? പവർ കൺസ്യൂംഡ് അല്ലേ? അല്ലെങ്കിൽ ആക്റ്റീവ് പവർ ആണെങ്കിൽ ഫോമുല എന്താണ്? 3 VPH IPH cos phi. അപ്പോൾ ആക്റ്റീവ് പവർ കണ്ടുപിടിക്കണമെങ്കിൽ എന്തൊക്കെ വേണം? VPH വേണം, IPH വേണം. നമ്മളിവിടെ എല്ലാം കണ്ടുപിടിക്കും, VPH IPH കണ്ടുപിടിക്കും. ഇനി കോസ് ഫൈ മാത്രം കണ്ടുപിടിച്ചാൽ മതിയല്ലോ. കോസ് ഫൈ എങ്ങനെ കണ്ടുപിടിക്കും? ഈ ട്രയാങ്കിളിൽ ഈ ആംഗിളാണ് കോസ് ഫൈ. കണ്ടോ? അപ്പോൾ അങ്ങനെ എക്സാമിന് ക്വസ്റ്റ്യൻസ് ചോദിക്കും, അത് വെച്ചിട്ട് ചെയ്യാം. ഇനി ആക്റ്റീവ് പവർ കണ്ടുപിടിച്ചതുപോലെ രണ്ടാമത്തെ പവറിന് വിളിക്കുന്ന പേരാണ് റിയാക്റ്റീവ് പവർ. വേണമെങ്കിൽ ഇവിടെ എഴുതിക്കോ, ഇത് ആക്റ്റീവ് പവർ. ഇതിനെ നമുക്ക് എന്ത് വിളിക്കാം? റിയാക്റ്റീവ് പവർ എന്ന് വിളിക്കാം. ഓക്കെ, റിയാക്റ്റീവ് പവർ. അപ്പോൾ റിയാക്റ്റീവ് പവർ എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, റിയാക്റ്റീവ് പവറിൻ്റെ ഫോമുല Q എന്നാണ് നമ്മൾ എഴുതുന്നത്. Q എന്ന് പറഞ്ഞാൽ ഇവിടെ നിങ്ങൾ എന്തെഴുതി? 3 VPH IPH cos phi എന്ന് എഴുതി. റിയാക്റ്റീവ് പവർ ആകുമ്പോൾ ജസ്റ്റ് ഒരു മാറ്റമേ ഉള്ളൂ, സൈൻ ഫൈ എഴുതുക. 3 VPH IPH sin phi. ഡൗട്ട് ഉണ്ടോ? അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞു 3 പവർ ഉണ്ട്: ആക്റ്റീവ് പവർ, റിയാക്റ്റീവ് പവർ. അവസാനത്തെ പവർ നമ്മൾ വിളിക്കുന്നത് ടോട്ടൽ പവർ. ഓക്കെ, ടോട്ടൽ പവറിൻ്റെ ഫോമുല എന്ന് പറയുന്നത് ഇതാ നോക്കി, ഇവിടെ നമുക്ക് 3 VPH IPH cos phi എന്ന് എഴുതി, ഇവിടെ 3 VPH IPH sin phi എന്ന് എഴുതി. ടോട്ടൽ പവർ കിട്ടാൻ വളരെ എളുപ്പമാണ്. ഏത് മാത്രം എഴുതിയാൽ മതി? ഇത് മാത്രം എഴുതിയാൽ മതി. ഓക്കെ, 3 VPH IPH. കണ്ടോ? അപ്പോൾ ഒരു 3 ഫേസിൽ നിന്ന് 3 VPH × IPH, ഇതാണ് ടോട്ടൽ പവർ. ഓക്കെ, അപ്പം നിങ്ങൾ മനസ്സിലാക്കണം എന്താണ് നമുക്ക് 3 ഫേസിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ആയിരിക്കും. ഏത് ക്വസ്റ്റ്യൻ ആണെങ്കിലും നിങ്ങൾക്ക് ഏതൊക്കെ കണ്ടുപിടിക്കേണ്ടി വരും? ഇത്രയും കണ്ടുപിടിക്കേണ്ടി വരും. ഓക്കെ, അതുപോലെ ഇത്രയും കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? പവർ കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ? 3 VPH IPH cos phi. അതുപോലെ തന്നെ VPH IPH sin phi ആണെങ്കിൽ റിയാക്റ്റീവ് പവർ. ടോട്ടൽ പവർ കണ്ടുപിടിക്കാനായിട്ട് ഏത് മൾട്ടിപ്ലൈ ചെയ്താൽ മതി? VPH നും IPH മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഈ 3 ഫോമുല ഉപയോഗിച്ചിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കും. അതിനെല്ലാത്തിനും നിങ്ങൾ എന്ത് കണ്ടുപിടിക്കണം? IPH ഉം അതുപോലെ തന്നെ VPH ഉം കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോൾ ഏത് ക്വസ്റ്റ്യൻ കിട്ടിയാലും ഇതേ പ്രൊസീജിയർ തന്നെ ചെയ്യുക. ഇപ്പോൾ ഞാൻ ഒരു സാമ്പിൾ ക്വസ്റ്റ്യൻ കൂടെ എടുത്തിട്ടുണ്ട്. ഇതേ മോഡലിലുള്ള ക്വസ്റ്റ്യൻ ആണ്. നിങ്ങളിതൊന്ന് സ്വന്തമായിട്ട് ചെയ്യുക. ഇതിൻ്റെ ആൻസർ ഞാനിവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, ഇവിടെ ഫൈനലിൽ എന്താ ചോദിച്ചിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നോക്കി, എന്താണ് ടോട്ടൽ പവർ കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുണ്ട്. ടോട്ടൽ പവർ കണ്ടുപിടിക്കാൻ എന്ത് വേണം? 3 VPH ഉം വേണം, VPH ഉം IPH ഉം വേണം. അതിനെ മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, എന്നിട്ട് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, അതുപോലെ ഈ ക്വസ്റ്റ്യൻസ് ഒന്നും ജസ്റ്റ് നോക്കുക. ഇത് നിങ്ങൾക്ക് ഇനി ഉറപ്പായിട്ട് ചെയ്യാൻ പറ്റും. ഇത് ഞാൻ ക്ലാസ്സിൽ തന്നെ ഒരു 4 ഡിഫിക്കൽട്ടായിട്ടുള്ള പ്രോബ്ലം ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ആ പ്രോബ്ലം ചെയ്തവർക്ക് കണ്ണും പൂട്ടി നിങ്ങൾക്ക് ഏത് ക്വസ്റ്റ്യനും ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇലക്ട്രിക്കൽ പാർട്ടിൽ. അപ്പോൾ ഇലക്ട്രിക്കൽ പാർട്ട് നിങ്ങളൊന്ന് ഓടിച്ച് നോക്കുക. എന്തൊക്കെയാണ് ഈ പറയുന്ന ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ട് നിങ്ങൾ ചെയ്തിട്ടേ പോകാവൂ. അതിൽ നമ്മൾ നോഡ് അനാലിസിസിന് 3 ക്വസ്റ്റ്യൻസ് പറഞ്ഞു, 3-4 ക്വസ്റ്റ്യൻസ് പറഞ്ഞു. ആ ക്വസ്റ്റ്യൻസ് ചെയ്യണം. നമ്മുടെ 0 to ഇൻഫിനിറ്റി കുട്ടികളെല്ലാം ആ ക്വസ്റ്റ്യൻസ് ചെയ്തതാണ്. എന്നാലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് റിഫ്രഷ് ചെയ്യുക. ബാക്കി ഈ പറഞ്ഞ ഏരിയാസിൽ നിന്നുള്ള എല്ലാ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്യുക. ഓക്കെ, എനിക്ക് വീണ്ടും പറയാനുള്ളത്, ഈ പ്രോബ്ലംസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 3 ഫേസിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. ഈ 2 ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്ത് പഠിച്ചാൽ നിങ്ങൾക്ക് അതിലുള്ള ഏത് ക്വസ്റ്റ്യൻസും ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നമുക്കിനി ഇലക്ട്രോണിക്സ് പാർട്ടിലോട്ട് വരാം. ഓക്കെ, ഇലക്ട്രോണിക്സ് പാർട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇലക്ട്രിക്കൽ പാർട്ടിലാണ് ഏറ്റവും കൂടുതൽ പ്രോബ്ലംസ് ഉണ്ടായിരിക്കുന്നത്. ഇലക്ട്രോണിക്സ് പാർട്ടിൽ കംപ്ലീറ്റ്ലി തിയറിയാണ്. ഓക്കെ, ആ തിയറിയിൽ ഒരുപാട് തിയറി പഠിക്കാനുണ്ട്. പക്ഷേ ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുറേ ടോപ്പിക്സ് പറയാം. ആ തിയറി നിങ്ങൾ പഠിച്ചിട്ടേ പോകാം. ഓക്കെ, അതിനകത്ത് ഫസ്റ്റ് നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യത RC കപ്പിൾഡ് ആംപ്ലിഫയർ
ഓക്കെ ചോദിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ നോട്ടിലൊന്നും എഴുതിക്ക്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. RC കപ്പിൾഡ് ആംപ്ലിഫയർ പഠിച്ചിട്ട് നിങ്ങൾ എക്സാമിന് പോകാം. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒന്ന് നമുക്ക് റിഫ്രഷ് ചെയ്യാം. ഞാൻ തിയറി മൊത്തം പറയുന്നില്ല, ജസ്റ്റ് ആവശ്യമുള്ള കാര്യങ്ങൾ പറയാം. നിങ്ങൾക്ക് RC കപ്പിൾഡ് ആംപ്ലിഫയർ, ഓക്കെ, എല്ലാവരും ആംപ്ലിഫയർ എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നോക്കി, നിങ്ങളൊരു കുഞ്ഞു സിഗ്നൽ കൊടുക്കുന്നു. എന്താണ് ഒരു കുഞ്ഞു സിഗ്നൽ? കണ്ടോ, ഒരു കുഞ്ഞു സിഗ്നൽ കൊടുക്കുന്നു. കണ്ടോ, ഒരു കുഞ്ഞു സിഗ്നൽ കൊടുക്കുന്നു. കുഞ്ഞു സിഗ്നൽ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടുന്നു? ഒരു വലിയ സിഗ്നൽ കിട്ടുന്നു, അല്ലെ? സ്ട്രെങ്ത് കൂടിയ സിഗ്നൽ കിട്ടുന്നു. ഇതാണ് ആംപ്ലിഫയർ. അതായത് ഒരു കുഞ്ഞു സിഗ്നൽ കൊടുക്കുമ്പോൾ അതിൻ്റെ സ്ട്രെങ്ത് എന്ത് ചെയ്യുന്നു? കൂടുന്നു. ഇതാണ് ആംപ്ലിഫയർ എന്ന് പറയുന്നത്. നമുക്ക് പഠിക്കാനുള്ള എന്താണ്? RC കപ്പിൾഡ് ആംപ്ലിഫയർ. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് 2 ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഒന്ന്, അതിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കാൻ. ഇങ്ങനെയായിരിക്കും ചോദിക്കുന്നത്, ഗീവ് ദ സർക്യൂട്ട് ഡയഗ്രാം ഓഫ് RC കപ്പിൾഡ് ആംപ്ലിഫയർ ആൻഡ് എക്സ്പ്ലെയിൻ ഇറ്റ്സ് വർക്കിംഗ്. ഇതിൻ്റെ വർക്കിംഗ് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, എന്താണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്? ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കും. RC കപ്പിൾഡ് ആംപ്ലിഫയർ എന്താണ്, അതിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കാമെന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കും. ഓക്കെ, അപ്പോൾ ആദ്യം നിങ്ങൾക്കറിയാം ആംപ്ലിഫയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഡിവൈസ് ആണ്, അല്ലേ? ആ ഡിവൈസ് എന്ത് ചെയ്യുന്നു? കുഞ്ഞു സിഗ്നൽ കൊടുത്താൽ അതിൻ്റെ സ്ട്രെങ്ത് കൂട്ടുന്നു. അപ്പോൾ അത് നിങ്ങളുടെ നോട്ടിൽ എഴുതണം. എന്താണ്? ഇറ്റ് ഈസ് എ ഡിവൈസ് ദാറ്റ് ഇൻക്രീസസ് ദ സ്ട്രെങ്ത് ഓഫ് ഇൻപുട്ട് സിഗ്നൽ. എന്താണ് ചെയ്യുന്നത്? ഇൻക്രീസസ് സ്ട്രെങ്ത് ഓഫ് ഇൻപുട്ട് സിഗ്നൽ. ഓക്കെ, നമുക്കിനി RC കപ്പിൾഡ് ആംപ്ലിഫയറിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കാം. ഓക്കെ, സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കാൻ എല്ലാവരും എൻ്റെ കൂടെ തന്നെ വരയ്ക്കണം. നിങ്ങൾക്ക് അറിയുന്നതാണ്, ജസ്റ്റ് റിഫ്രഷ് ചെയ്യുന്നുള്ളൂ. ആദ്യം ഒരു ട്രാൻസിസ്റ്റർ വരയ്ക്കാം. ഇത് ട്രാൻസിസ്റ്ററിൻ്റെ ഏത് ടെർമിനലാണ്? ഇത് ബേസ് ടെർമിനൽ, ഇത് കളക്ടർ ടെർമിനൽ, ഇത് എമിറ്റർ ടെർമിനൽ. ഓക്കെ, ഇനി നമുക്ക് ഓരോ ടെർമിനലിൽ ഓരോ റെസിസ്റ്റൻസ് കണക്ട് ചെയ്യാം. ഇവിടെ ഒരു റെസിസ്റ്റൻസ് കണക്ട് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യാം? ഇത് കളക്ടർ ആയതുകൊണ്ട് ഇതിന് RC എന്ന് പേര് കൊടുത്തു. ഓക്കെ, ഇത് ഏത് ടെർമിനലാണ്? എമിറ്റർ ടെർമിനലാണ്. അപ്പോൾ അവിടെ ഒരു റെസിസ്റ്റൻസ് കണക്ട് ചെയ്യാം. എന്നിട്ട് അതിന് എന്ത് പേര് കൊടുക്കാം? റെസിസ്റ്റൻസ് കണക്ട് ചെയ്തു, അതിന് നമുക്ക് RE എന്ന് പേര് കൊടുക്കാം. ഓക്കെ, ഇനി ഇവിടെ നോക്കി, ഇവിടെ ബേസിൽ 2 റെസിസ്റ്റൻസ്, R1 എന്നൊരു റെസിസ്റ്റൻസ്, അതുപോലെ തന്നെ R2 എന്ന് പറയുന്ന റെസിസ്റ്റൻസ്. ഓക്കെ, R1 എന്ന് പറയുന്ന റെസിസ്റ്റൻസ്, അതുപോലെ തന്നെ R2 എന്ന് പറയുന്ന റെസിസ്റ്റൻസ്. ഓക്കെ, ഇത് രണ്ടും കൂടെ കണക്ട് ചെയ്യുന്നു. എന്നിട്ട് ഇവിടെ ഗ്രൗണ്ട് ചെയ്യുന്നു. ഇനി നമ്മൾ ചെയ്യുന്നത് ഇവിടെ എന്താണ്? VCC. ഇവിടെ നമ്മൾ VCC കൊടുക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് എന്താണ്? നമ്മുടെ RC കപ്പിൾഡ് ആംപ്ലിഫയർ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരു കുഞ്ഞു സിഗ്നൽ കൊടുത്താൽ അതിൻ്റെ സ്ട്രെങ്ത് കൂട്ടണം. അപ്പോൾ സിഗ്നൽ കൊടുക്കണം, ഇൻപുട്ട് കൊടുക്കണം. വെറുതെ കൊടുക്കാൻ പറ്റുമോ? ഇല്ല. അവിടെ എന്ത് വേണം? ഒരു കപ്പാസിറ്റർ വേണം. ഓക്കെ, അപ്പോൾ ഒരു കപ്പാസിറ്റർ. ഓക്കെ, ആ കപ്പാസിറ്റർ നമുക്ക് എന്ത് വിളിക്കും? C1. ഓക്കെ, അപ്പോൾ ഇവിടെയാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? ഇൻപുട്ട്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ എഴുതാം ഇൻപുട്ട്. ഓക്കെ, അപ്പോൾ ഈ കപ്പാസിറ്ററിൻ്റെ പർപ്പസ് എന്താണ്? നമുക്ക് നമ്മുടെ ഇൻപുട്ട് നമ്മുടെ ഈ ട്രാൻസിസ്റ്ററിലേക്ക് കൊടുക്കാൻ നമുക്ക് എന്ത് വേണം? കപ്പാസിറ്റർ വേണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ C1 ഒരു പേര് ഇപ്പം തന്നെ പഠിക്കാം. C1ൻ്റെ പേര് എന്താണ്? ഇൻപുട്ട് കപ്ലിംഗ് കപ്പാസിറ്റർ. എന്താണ്? ഇൻപുട്ട് കപ്ലിംഗ് കപ്പാസിറ്റർ. ഓക്കെ, അപ്പോൾ ഇൻപുട്ട് കപ്ലിംഗ് കപ്പാസിറ്റർ എന്ന് പറയുമ്പോൾ നിങ്ങൾ പേടിക്കേണ്ട. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ ഈ ഡിവൈസിലേക്ക് ഇൻപുട്ട് കൊടുക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന കപ്പാസിറ്റർ. ഓക്കെ, അപ്പോൾ ഇൻപുട്ട് കൊടുക്കാൻ ഒരു കപ്പാസിറ്റർ വേണം. ആ കപ്പാസിറ്ററിനെ C1 എന്ന് വിളിച്ചു. അതുപോലെ നമുക്ക് ഔട്ട്പുട്ട് എടുക്കാനും ഒരു കപ്പാസിറ്റർ വേണം. നോക്കി, ഔട്ട്പുട്ട് ഇതാ ഇവിടെ നിന്നാണ് എടുക്കുന്നത്. ഔട്ട്പുട്ട് എടുക്കാനും ഒരു കപ്പാസിറ്റർ വേണം. ആ കപ്പാസിറ്ററിനെ നമുക്ക് എന്ത് വിളിക്കാം? C2 എന്ന് വിളിക്കാം. ഓക്കെ, അങ്ങനെയാണ് ഇതെന്താണ്? ഈ C2ന് ഔട്ട്പുട്ട് എടുക്കാനുള്ള കപ്പാസിറ്റർ. അപ്പോൾ ആ C2ന് ഒരു പേര് വിളിക്കാം ഔട്ട്പുട്ട് കപ്ലിംഗ് കപ്പാസിറ്റർ. ഓക്കെ, അത് നിങ്ങൾ എഴുതിക്കോളുമല്ലോ, ഔട്ട്പുട്ട് കപ്ലിംഗ് കപ്പാസിറ്റർ. ഇനി നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കപ്പാസിറ്റർ വരയ്ക്കണം. ഇവിടെ ഒരു കപ്പാസിറ്റർ വരയ്ക്കണം. ഓക്കെ, ഇവിടെ ഒരു കപ്പാസിറ്റർ വരയ്ക്കണം. ഈ കപ്പാസിറ്റർ നമ്മൾ വിളിക്കുന്ന പേര് CE. എന്താണ്? CE. CEയുടെ നമ്മൾ മറ്റൊരു പേര് ബൈപ്പാസ് കപ്പാസിറ്റർ. ഓക്കെ, ബൈപ്പാസ് കപ്പാസിറ്റർ. ഓക്കെ, കഴിഞ്ഞോ? ഇല്ല. ഇതാണ് RC കപ്പിൾഡ് ആംപ്ലിഫയറിൻ്റെ സർക്യൂട്ട്. ഇനി ഒളിഞ്ഞിരിക്കുന്ന 2 ആൾക്കാരെയും കൂടെ വരയ്ക്കണം. ഇതാ നോക്കി, ഈ 2 ടെർമിനൽ നോക്കി, ഇവിടെ ഒരു ജംഗ്ഷൻ ഉണ്ട്, അതുപോലെ ഇവിടെ ഒരു ജംഗ്ഷൻ ഉണ്ട്. അപ്പോൾ ആ ജംഗ്ഷനിലുള്ള കപ്പാസിറ്ററിനെ നമുക്ക് വിളിക്കാം ജംഗ്ഷൻ കപ്പാസിറ്റൻസ്. ഓക്കെ, CJ എന്ന് എഴുതാം. എന്താണ്? CJ, ജംഗ്ഷൻ കപ്പാസിറ്റൻസ്. ഓക്കെ, ജംഗ്ഷൻ കപ്പാസിറ്റൻസ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കുക, ഇവിടെ ഒരു ജംഗ്ഷൻ ഉണ്ട്. അപ്പോൾ അവിടെ നമ്മളൊരു കപ്പാസിറ്റൻസ് മാർക്ക് ചെയ്തു. ഇവിടെ ഒരു ജംഗ്ഷൻ ഉണ്ട്. അപ്പോൾ അവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഒരു കപ്പാസിറ്റൻസ് മാർക്ക് ചെയ്യും. ഓക്കെ, ഇതാണ് സർക്യൂട്ട് ഡയഗ്രാം ഓഫ് എ RC കപ്പിൾഡ് ആംപ്ലിഫയർ. അപ്പോൾ വരയ്ക്കേണ്ട എന്താണ്? ട്രാൻസിസ്റ്റർ വരയ്ക്കുക, പിന്നെ ഈ റെസിസ്റ്റൻസ് വരയ്ക്കുക. ഓക്കെ, എന്നാൽ ഇൻപുട്ട് കൊടുക്കാൻ ഒരു കപ്പാസിറ്റർ, ഔട്ട്പുട്ട് എടുക്കാൻ ഒരു കപ്പാസിറ്റർ. അപ്പോൾ ഇവിടെയാണ് നമുക്ക് എന്ത് എഴുതാം? ഔട്ട്പുട്ട്. ഓക്കെ, ഇനി ഔട്ട്പുട്ട് എടുക്കാൻ വേണമെങ്കിൽ ഒരു ലോഡ് റെസിസ്റ്റൻസ്, അല്ലെ? RL. ഓക്കെ, ഇത്ര എഴുതും. ക്ലിയർ? ഇതാണ് നമ്മുടെ സർക്യൂട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നിങ്ങൾ സർക്യൂട്ട് മാത്രം വരച്ചാൽ പോരാ, ഓരോന്നിൻ്റെയും ഫംഗ്ഷൻ പഠിക്കണം. ഇതാ നോക്കി, R1ഉം R2. R1 R2 എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്? ഇവിടെ ബേസിൽ ഒരു കുറച്ച് വോൾട്ടേജ് വേണം. അത് പ്രൊവൈഡ് ചെയ്യുന്ന ആരാണ്? R1ഉം R2. ഓക്കെ, അപ്പോൾ R1ഉം R2ൻ്റെ ഫംഗ്ഷൻ എന്താണ്? ദാറ്റ് സെറ്റ്സ് ദ ബേസ് വോൾട്ടേജ്. അതായത് ബേസ് വോൾട്ടേജ് പ്രൊവൈഡ് ചെയ്യുന്ന ആരാണ്? ത്രൂ R1 R2, ബൈസിങ്ങിന് വേണ്ടിയിട്ട്, അല്ലേ? അതുപോലെ അപ്പോൾ ഈ RCയുടെ ഫംഗ്ഷൻ പറഞ്ഞേ, ഏത് വോൾട്ടേജ് ആയിരിക്കും സെറ്റ് ചെയ്യുന്നത്? കളക്ടർ വോൾട്ടേജ് സെറ്റ് ചെയ്യും RC. അതുപോലെ ഈ REയുടെ ഫംഗ്ഷൻ പറഞ്ഞ് എന്താണ്? എമിറ്റർ വോൾട്ടേജ് സെറ്റ് ചെയ്യും. ഉണ്ടോ? എമിറ്റർ വോൾട്ടേജ് സെറ്റ് ചെയ്യും. ഉണ്ടോ? ഡൗട്ടുണ്ടോ? ഇല്ല. അപ്പോൾ ഓരോന്നിൻ്റെ ഫംഗ്ഷൻസ് ഞാൻ നോട്ടിൽ ആഡ് ചെയ്തിട്ടുണ്ട്. നോക്കിയേ, ഇവിടെ ഓരോന്നിൻ്റെ ഫംഗ്ഷൻസ് ഞാൻ നോട്ടിൽ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളൊന്ന് വായിച്ച് നോക്കിയാൽ മതി. നിങ്ങൾക്ക് അറിയുന്നത് തന്നെയാണ്, ജസ്റ്റ് ഞാൻ റിഫ്രഷ് ചെയ്യുന്നതേ ഉള്ളൂ. നോക്കിയേ, R1ൻ്റെ ഫംഗ്ഷൻ എന്താണ്? ഇവിടുത്തെ ബേസിൽ വോൾട്ടേജ് സെറ്റ് ചെയ്യുന്നത് R1 R2, കളക്ടറിൽ വോൾട്ടേജ് സെറ്റ് ചെയ്യുന്ന ആളാരാണ്? RC.
ഓക്കെ, ഈ RE എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് എഴുതിയേ പറ്റുള്ളൂ നിങ്ങൾ. RE എന്ന് പറഞ്ഞാൽ ദാറ്റ് പ്രൊവൈഡ് തെർമൽ സ്റ്റെബിലിറ്റി. എന്താണ് തെർമൽ സ്റ്റെബിലിറ്റി എന്ന് ഞാൻ ഇപ്പോൾ പറയുന്നില്ല, നമ്മുടെ ഒറിജിനൽ ക്ലാസ്സിലെല്ലാം പറഞ്ഞിട്ടുണ്ട്. തെർമൽ സ്റ്റെബിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ RE എന്ന് പറഞ്ഞാൽ എന്താണ്? RE എന്താണ് പ്രൊവൈഡ് ചെയ്യുന്നത്? തെർമൽ സ്റ്റെബിലിറ്റി. ഓക്കെ, ടെമ്പറേച്ചർ മാറുമ്പോഴും ക്യൂ പോയിന്റ് സ്റ്റേബിളായിട്ട് നിർത്താനുള്ള കഴിവ് തരുന്ന ആരാണ്? RE ആണ്. ഓക്കെ, അതൊക്കെ നിങ്ങൾ വിട്ടേക്ക്, നിങ്ങളിപ്പോൾ ഇത്രയും പഠിച്ചാൽ മതി. തെർമൽ സ്റ്റെബിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ആരാണ്? RE. ഓക്കെ, അപ്പോൾ നമ്മൾ ഓരോന്നിൻ്റെ ഫംഗ്ഷൻ പറയാം. R1 പറഞ്ഞു, R2 പറഞ്ഞു, RC പറഞ്ഞു, RE പറഞ്ഞു. ഓക്കെ, ഇനി പറഞ്ഞേ C1ഉം C2ൻ്റെയും ഫംഗ്ഷൻ പറഞ്ഞേ. C1 എന്ന് എന്തിനു വേണ്ടിയിട്ടാണ്? ഇൻപുട്ട് കൊടുക്കാൻ, അതായത് ഇൻപുട്ട് കപ്ലിംഗ് കപ്പാസിറ്റർ. C2ൻ്റെ പേര് പറഞ്ഞേ. C2 എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് കപ്ലിംഗ് കപ്പാസിറ്റർ, എന്ന് വെച്ചാൽ ഔട്ട്പുട്ട് എടുക്കാൻ വേണ്ടിയിട്ടുള്ള സാധനം. ഓക്കെ, CE ഇതിനെ വിളിക്കുന്ന പേര് ബൈപ്പാസ് കപ്പാസിറ്റർ. കണ്ടോ? അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ് ചോദിക്കുന്നത്? സർക്യൂട്ട് ഡയഗ്രം ചോദിക്കും. സർക്യൂട്ട് ഡയഗ്രം വരയ്ക്കുക, ഓരോ കമ്പോണൻ്റ് ഫംഗ്ഷൻസും പറയുക. ഇനി ഇതിൻ്റെ വർക്കിംഗ് വളരെ സിമ്പിളാണ്. നിങ്ങൾ എവിടെയാണ് ഇൻപുട്ട് കൊടുക്കുന്നത്? ദാ ഇവിടെ ഇൻപുട്ട് കൊടുക്കും. ഓക്കെ, ഇൻപുട്ട് കൊടുക്കുമ്പോൾ ഇവിടെ എന്ത് കിട്ടും? നിങ്ങൾക്ക് ആംപ്ലിഫൈ ചെയ്ത സിഗ്നൽ കിട്ടും. ഓക്കെ, ക്ലിയർ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ RC കപ്പിൾഡ് ആംപ്ലിഫയർ ചോദിച്ചാൽ അറ്റ്ലീസ്റ്റ് ഇത്രയെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക? എഴുതുക. ഓക്കെ, അപ്പോൾ അത് എന്തൊക്കെയാണെന്നുള്ളത് നമ്മുടെ നോട്ട്സിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇൻപുട്ടും ശ്രദ്ധിച്ച്, ഇൻപുട്ടും ആഡ് ചെയ്തിട്ടുണ്ട്, ഔട്ട്പുട്ട്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, ഇൻപുട്ട് കണ്ട ഒരു കുഞ്ഞു സിഗ്നലാണ് ഇൻപുട്ട് അല്ലേ? ഇതിനെ നമുക്ക് വിളിക്കാം പോസിറ്റീവ് ഹാഫ് സൈക്കിൾ, ഇതിനെ നമുക്ക് വിളിക്കാം നെഗറ്റീവ് സൈക്കിൾ. നിങ്ങൾ നോക്കി, ഇവിടെ പോസിറ്റീവ് ആയപ്പോൾ ഇവിടെ ഭയങ്കര വലിയ നെഗറ്റീവായി, അതായത് കൊടുക്കുന്നത് തലതിരിഞ്ഞ് വരുന്നു. കണ്ടോ? ഇവിടെ പോസിറ്റീവ് കൊടുത്തപ്പോൾ ഇവിടെ നെഗറ്റീവ് വന്നു. കണ്ടോ? ഇവിടെ നെഗറ്റീവ് കൊടുത്തപ്പോൾ പോസിറ്റീവ് വന്നു. അപ്പോൾ RC കപ്പിൾഡ് ആംപ്ലിഫയറിൻ്റെ പ്രത്യേകത എന്താണ്? നിങ്ങളൊരു സിഗ്നൽ കൊടുത്താൽ ഒരു വലിയ സിഗ്നൽ കിട്ടും, പക്ഷേ തലതിരിഞ്ഞ വലിയ സിഗ്നൽ കിട്ടും. കണ്ടോ? അതാണ് RC കപ്പിൾഡ് ആംപ്ലിഫയറിൻ്റെ പ്രത്യേകത. ഒരു സിഗ്നൽ നിങ്ങൾ ഇവിടെ കൊടുത്താൽ കിട്ടുന്നത് എന്താണെങ്കിൽ തലതിരിഞ്ഞ്. ഓക്കെ, തലതിരിഞ്ഞ് എന്നൊക്കെ പറഞ്ഞാൽ ലോക്കലായി പോകും. അപ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം? ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിൽ എത്ര ഡിഗ്രിയാണ്? 180 ഡിഗ്രിയാണ്. തലതിരിഞ്ഞു എന്ന് പറഞ്ഞാൽ മാത്തമാറ്റിക്കലി നമുക്ക് എന്ന് പറയാം 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ്. അതൊക്കെ വിട്ട് നിങ്ങൾ പറഞ്ഞാൽ മതി, നിങ്ങൾ എഴുതിയാൽ മതി. ഒരു ഇൻപുട്ട് സിഗ്നൽ വരയ്ക്കുക, തലതിരിഞ്ഞ വലിയ ഒരു ഔട്ട്പുട്ട് സിഗ്നൽ വരയ്ക്കുക. ഓക്കെ, അപ്പോൾ എക്സാമിൻ്റെ തലേന്നായതുകൊണ്ട് നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഇത്രയും അറിയുക. എന്താണ് RC കപ്പിൾഡ് ആംപ്ലിഫയർ എന്ന് അറിയുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം വരച്ച് വർക്കിംഗ് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിക്കും. ഇനി RC കപ്പിൾഡ് ആംപ്ലിഫയറിന് ഇനി ചോദിക്കാൻ സാധ്യതയുള്ള വേറൊരു ക്വസ്റ്റ്യൻ, ഫ്രീക്വൻസി റെസ്പോൺസ്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ എങ്ങനെയായിരിക്കും ചോദിക്കുന്നത്? ഓക്കെ, അടുത്ത് ചോദിക്കാൻ ഫ്രീക്വൻസി റെസ്പോൺസ്. ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഫ്രീക്വൻസി റെസ്പോൺസ് എന്താണ് ചോദിക്കാൻ സാധ്യത? ഫ്രീക്വൻസി റെസ്പോൺസ്. ഫ്രീക്വൻസി റെസ്പോൺസിന് നിങ്ങൾ എക്സാമിൻ്റെ തലേന്ന് ഇത്ര മാത്രം പഠിച്ചാൽ മതി. ഇതാ ഒരു ഗ്രാഫാണ്. എന്താണ്? ഒരു ഗ്രാഫ്. നോക്കിയേ, VI എന്ന് പറഞ്ഞാൽ ഇൻപുട്ട്, V0 എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് വോൾട്ടേജ്. V0/VI റേഷ്യോ കണ്ടോ? VI എന്ന് പറഞ്ഞാൽ ഇൻപുട്ട്, V0 എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട്. ഇതിൻ്റെ റേഷ്യോ നമ്മൾ വിളിക്കുന്ന പേരാണ് ഗെയിൻ. എന്താണ് ഇതിനെ വിളിക്കുന്ന പേര്? ഗെയിൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ഫ്രീക്വൻസി റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ ഒരു ആക്സിസിൽ നമ്മൾ എന്ത് പ്ലോട്ട് ചെയ്യാൻ പോവാണ്? V0/VI. വെറും V0/VI അല്ല, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് നമ്മൾ മാത്തമാറ്റിക്കലി ഇങ്ങനെ പറയും മോഡുലസ്. ഓക്കെ, മോഡുലസ്. ഓക്കെ, അപ്പോൾ ഫ്രീക്വൻസി റെസ്പോൺസിൽ ഒരു ഗ്രാഫാണ്. അതിൽ ഒരു ആക്സിസ് എന്താണ്? ഗെയിൻ ആണ്, മാഗ്നിറ്റ്യൂഡ് ഓഫ് ഗെയിൻ, മോഡുലസ് ഓഫ് V0/VI ആണ്. അടുത്ത ആക്സിസ് എന്താണ്? ഫ്രീക്വൻസിയാണ്. അടുത്ത ആക്സിസ് എന്താണ്? ഫ്രീക്വൻസി. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ചോദിക്കാം ഫ്രീക്വൻസി റെസ്പോൺസ് ഓഫ് RC കപ്പിൾഡ് ആംപ്ലിഫയർ, അതായത് ഈ RC കപ്പിൾഡ് ആംപ്ലിൻ്റെ ഫ്രീക്വൻസി റെസ്പോൺസ് എങ്ങനെയായിരിക്കും? നോക്കിയേ, ഫ്രീക്വൻസി റെസ്പോൺസ് ഇതാ ഇങ്ങനെയായിരിക്കും വരുന്നത്. കണ്ടോ? ഇതാ ഇങ്ങനെയായിരിക്കും വരുന്നത്. കണ്ടോ? ഇതിൽ നിങ്ങൾ നോക്കുമ്പോൾ ഇവിടെ എല്ലാം കണ്ടോ സ്ട്രെയിറ്റ് ഗെയിൻ കോൺസ്റ്റൻ്റ് ആണ് അല്ലേ? കണ്ടോ? ഇതാണ് ഗെയിൻ കോൺസ്റ്റൻ്റ് ആണ്. കണ്ടോ? പക്ഷേ ഇവിടെ വരുമ്പോൾ ഗെയിൻ എന്ത് ചെയ്യുന്നു? കുറയുന്നു. കണ്ടോ? ഇവിടെ വരുമ്പോൾ ഗെയിൻ കുറയുന്നു. ഓക്കെ, അപ്പോൾ നമുക്കിത് നോക്കി, ഇവിടെ Y ആക്സിസ് സോറി X ആക്സിസിൽ നമ്മൾ എന്താ റെപ്രസെൻറ്റ് ചെയ്യുന്നത്? ഫ്രീക്വൻസിയാണ് അല്ലേ? അപ്പോൾ നിങ്ങൾ നോക്കിയേ, ഇത് 0യുടെ അടുത്തുള്ളത് ലോ ഫ്രീക്വൻസി. അപ്പോൾ ഞാൻ ഇവിടെ എഴുതുന്നു ഇത്രയും എന്താണ്? ലോ ഫ്രീക്വൻസി. ഓക്കെ, ഇനി നോക്കിയേ, ഇത് 0 പോയിൻ്റ് ആണ്. 0യിൽ നിന്ന് വളരെ മാറിയിട്ടുള്ള വളരെ ദൂരമായിട്ടുള്ള നമുക്ക് വിളിക്കാം ഹൈ ഫ്രീക്വൻസി. ഓക്കെ, ഹൈ ഫ്രീക്വൻസി ഇത്രയും ഇത്. ഓക്കെ, അപ്പോൾ ലോക്കും ഹൈക്കും ഇടയിലുള്ള ഈ ഫ്രീക്വൻസിനെ നമുക്ക് എന്ത് വിളിക്കാം? മിഡ് ഫ്രീക്വൻസി. എന്താണ്? മിഡ് ഫ്രീക്വൻസി. ഓക്കെ, അപ്പോൾ ഫ്രീക്വൻസി റെസ്പോൺസ് നിങ്ങൾ നോക്കിയേ, ഫ്രീക്വൻസി റെസ്പോൺസ് നോക്കുമ്പോൾ ശ്രദ്ധിച്ചേ, ഈ ലോ ഫ്രീക്വൻസിയിൽ കണ്ടോ, ലോ ഫ്രീക്വൻസിയിൽ ഗെയിൻ എന്ത് ചെയ്യുന്നു? കുറയുന്നു. ഓക്കെ, അപ്പോൾ അറ്റ് ലോ ഫ്രീക്വൻസി ഗെയിൻ എന്ത് ചെയ്യുന്നു? കുറയുന്നു. അതുപോലെ തന്നെ ഹൈ ഫ്രീക്വൻസി നോക്കി, ഹൈ ഫ്രീക്വൻസി ഇതാണ് ഹൈ ഫ്രീക്വൻസി, ഇവിടെയും എന്ത് ചെയ്യുന്നു? ഗെയിൻ കുറയുന്നു. ഓക്കെ, അപ്പോൾ അറ്റ് ഹൈ ഫ്രീക്വൻസി ഗെയിൻ എന്ത് ചെയ്യുന്നു? കുറയുന്നു. അപ്പോൾ ഇതിൻ്റെ കാരണക്കാരനെ കുറിച്ച് പഠിക്കണം. ആരാണ് ഈ പ്രശ്നക്കാരൻ അല്ലേ? ലോ ഫ്രീക്വൻസിയിൽ ഗെയിൻ കുറയുന്നു, അതിൻ്റെ കാരണക്കാരൻ വേറെ ആരുമല്ല, C1, C2, CE. ഓക്കെ, അപ്പോൾ ഈ ലോ ഫ്രീക്വൻസിയിൽ ഗെയിൻ കുറയാൻ ആരൊക്കെയാണ് കാരണക്കാരൻ? വേറെ ആരുമല്ല, C1, C2, CE. അതായത് കപ്ലിംഗ് ആൻഡ് ബൈപ്പാസ് കപ്പാസിറ്റർ. ആരൊക്കെയാണ്? C1, C2, CE ആണ് ഇതാ ഇവിടെ ഗെയിൻ ഇങ്ങനെ കുറയാനുള്ള കാരണക്കാരൻ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞേ, ഇവിടെ ഇങ്ങനെ കുറയാനുള്ള കാരണക്കാരൻ ആരായിരിക്കും? ദാ ഈ ജംഗ്ഷൻ കപ്പാസിറ്റൻസ്, അതായത് CJ. ഓക്കെ,
അപ്പോൾ ഇത്രയും നിങ്ങൾ അറിഞ്ഞിരിക്കുക. അപ്പോൾ ആർ സി കപ്പിൾഡ് ആംപ്ലിഫയറിന് എന്തൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാം? ഒന്നുകിൽ അതിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം വരച്ച് വർക്കിംഗ് പറ ചോദിക്കാം, അല്ലെങ്കിൽ ഫ്രീക്വൻസി റെസ്പോൺസ് ചോദിക്കാം. ഫ്രീക്വൻസി റെസ്പോൺസ് പറഞ്ഞാൽ എന്താണ്? ഒരു ഗ്രാഫാണ്. Y ആക്സിസിൽ V0/VAയും X ആക്സിസിൽ ഫ്രീക്വൻസിയും പ്ലോട്ട് ചെയ്യുന്നു. അതിൻ്റെ ഗ്രാഫാണ് ഇങ്ങനെ വരുന്നത്. ഇതിന് 3 റീജിയൻ ഉണ്ട്: ലോ ഫ്രീക്വൻസി റീജിയൻ, മിഡ് ഫ്രീക്വൻസി റീജിയൻ, ഹൈ ഫ്രീക്വൻസി റീജിയൻ. നോക്കിയേ, ലോ ഫ്രീക്വൻസി റീജിയൻ ഗെയിൻ കുറയാനുള്ള കാരണക്കാരൻ ആരാണ്? C1, C2, CE. ഹൈ ഫ്രീക്വൻസിയിൽ ആരാണ്? ജംഗ്ഷൻ കപ്പാസിറ്റൻസ്. നിങ്ങൾ ഇനി നോക്കി ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഇങ്ങനെയായിരിക്കും: വൈ ഡസ് ദ വോൾട്ടേജ് ഗെയിൻ ഓഫ് ആർ സി കപ്പിൾഡ് ആംപ്ലിഫയർ, എന്തുകൊണ്ടാണ് വോൾട്ടേജ് ഗെയിൻ ഓഫ് ആർ സി കപ്പിൾഡ് ആംപ്ലിഫയർ ഡിക്രീസ് അറ്റ് ലോ ആൻഡ് ഹൈ ഫ്രീക്വൻസി? കണ്ടോ, അതായത് ആർ സി കപ്പിൾഡ് ആംപ്ലിഫയറിന്റെ വോൾട്ടേജ് ഗെയിൻ കുറയാൻ കാരണം ഏതൊക്കെ ഫ്രീക്വൻസിയിലാണ്? ലോ ആൻഡ് ഹൈ ഫ്രീക്വൻസി. കണ്ടോ, ഈ ലോ ഫ്രീക്വൻസിയിലും ഹൈ ഫ്രീക്വൻസിയിലും ഗെയിൻ കുറയാനുള്ള കാരണക്കാരൻ ആരാണ് എന്ന് ചോദിച്ചാൽ എഴുതിയാൽ മതി C1, C2, CE. ഹയർ ഫ്രീക്വൻസിയിൽ കുറയാനുള്ള കാരണം ജംഗ്ഷൻ കപ്പാസിറ്റൻസ്. ഓക്കെ, വെറുതെ ഇത് മാത്രം എഴുതരുത്. ദാ ഈ സർക്യൂട്ട് വരയ്ക്കുക, ദാ ഈ ഫ്രീക്വൻസി റെസ്പോൺസ് വരയ്ക്കുക, ഈ ആൻസർ എഴുതുക. ക്ലിയർ? ഡൗട്ട് ഉണ്ടോ? അപ്പോൾ ആർ സി കപ്പിൾഡ് ആംപ്ലിഫയറുമായിട്ട് എന്ത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും സർക്യൂട്ട് ഡയഗ്രാം മസ്റ്റ് ആണ്, അതിൻ്റെ ഫ്രീക്വൻസി റെസ്പോൺസും കൃത്യമായിട്ട് വരയ്ക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ഏരിയയിൽ നിന്ന് ആർ സി കപ്പിൾഡ് ആംപ്ലിഫയറിൽ നിന്ന് ഈ ഒരു ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ടും ചോദിക്കും. നിങ്ങൾ എന്ത് ചെയ്യുക? കുറച്ച് നന്നായിട്ട് പഠിക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നോക്കി ശ്രദ്ധിച്ച്, അടുത്ത് നമുക്ക് കോമൺ എമിറ്റർ ആംപ്ലിഫയർ എന്നായിരിക്കും ക്വസ്റ്റ്യൻ നമുക്ക് ചോദിക്കാൻ സാധ്യത. കോമൺ എമിറ്റർ ആംപ്ലിഫയർ, ഓക്കെ, അല്ലെങ്കിൽ കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ. BJTക്ക് 3 കോൺഫിഗറേഷൻ ഉണ്ടെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? കോമൺ എമിറ്റർ പഠിച്ചിട്ടുണ്ട്, കോമൺ ബേസ് ഉണ്ട്, കോമൺ കളക്ടർ. അതിൽ എക്സാമിന് നമുക്ക് ചോദിക്കാൻ സാധ്യത കോമൺ എമിറ്റർ ആണ്. ഓക്കെ, അതിൻ്റെ എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതെന്ന് ഞാൻ പറയാം. ഇൻപുട്ട് ക്യാര ചോദിക്കും, ഔട്ട്പുട്ട് ക്യാര ചോദിക്കും. ഇത് രണ്ടും ഉറപ്പായിട്ടും ചോദിക്കാൻ സാധ്യതയാണ്. എന്തൊക്കെ വരയ്ക്കാൻ ചോദിക്കും? ഇൻപുട്ട് ക്യാരയും ഔട്ട്പുട്ട് ക്യാരയും. അപ്പോൾ ഇനി ക്വസ്റ്റ്യൻ ചോദിക്കും, നമുക്ക് നോക്കാം എന്തൊക്കെയായിരിക്കും. ഡ്രോ ആൻഡ് എക്സ്പ്ലെയിൻ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ക്യാര ഓഫ് ട്രാൻസിസ്റ്റർ ഇൻ കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ. എന്താണ് ഇൻപുട്ട് ക്യാര? ഇൻപുട്ട് ക്യാരയും ഔട്ട്പുട്ട് ക്യാരയും വരയ്ക്കണം. ആരുടെയാണ്? കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ. ഓക്കെ, അപ്പോൾ കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ്റെ 2 ക്യാരാസ് വരയ്ക്കണം. ക്യാര എന്ന് പറഞ്ഞാൽ ഗ്രാഫ്, ഒരു ഗ്രാഫിക്കലി നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്ന ആലോചിച്ചാൽ മതി. ഓക്കെ, കോമൺ എമിറ്റർ ആണ്. ഓക്കെ, അങ്ങനെയാണ് നിങ്ങളൊരു ഇങ്ങനൊരു ലൈൻ വരയ്ക്കുക. 3 ലൈൻ ഏതൊക്കെയാണ്? 1, 2, 3. ഓക്കെ, ആരാണ് കോമൺ എന്ന് പറയുന്നത്? കോമൺ എമിറ്റർ ആണ്. സോ അപ്പോൾ ഈ നടുക്കുള്ള സാധനത്തിന് എമിറ്റർ എന്ന് എടുക്കുക. ഓക്കെ, ഇതാ ലെഫ്റ്റിലുള്ള സാധനത്തിന് ബേസ് എന്ന് എടുക്കുക, റൈറ്റിലുള്ള സാധനത്തിന് കളക്ടർ എന്ന് എടുക്കുക. ഓക്കെ, എന്താണ് കോമൺ എമിറ്റർ ആണെങ്കിൽ ഇതാ ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കുക. നടുക്കുള്ളതിന് എമിറ്റർ എന്നും ലെഫ്റ്റ് സൈഡിലെ ബേസും കളക്ടർ. ഓക്കെ, ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇതാ ഈ സൈഡ് ഇൻപുട്ട് സൈഡ്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ എഴുതാം ഇൻപുട്ട് സൈഡ്. ഓക്കെ, ഇനി ഇതാ ഈ സൈഡിനെ നമുക്ക് വിളിക്കാം ഔട്ട്പുട്ട് സൈഡ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇൻപുട്ട് കറണ്ട് പറഞ്ഞേ. ഇൻപുട്ട് കറണ്ട് എന്ന് പറഞ്ഞാൽ ഇതാണല്ലോ ഇൻപുട്ട് സൈഡ്, ഇതാണല്ലോ ഇൻപുട്ട് സൈഡ്. ഇൻപുട്ട് കറണ്ട് എന്ന് പറഞ്ഞാൽ ഇതുവഴി പോകുന്ന കറണ്ട്, ദാറ്റ് ഈസ് ബേസ് കറണ്ട്. ഓക്കെ, അപ്പോൾ ഇൻപുട്ട് കറണ്ട് എന്താണ്? ബേസ് കറണ്ട്. ഓക്കെ, ഇൻപുട്ട് വോൾട്ടേജ് പറഞ്ഞാൽ വോൾട്ടേജ് എപ്പോഴും 2 പോയിന്റിനിടയ്ക്കേ പറയാവൂ അല്ലേ? ഒന്ന് ഇവിടെയും ഇവിടെ. ഇൻപുട്ട് സൈഡ് എന്ന് പറഞ്ഞാൽ ഇതല്ലേ? അപ്പോൾ ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? ബേസിനും എമിറ്ററിനും ഇടയ്ക്കുള്ള വോൾട്ടേജ്. ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ VBE. ഓക്കെ, ഇനി ഔട്ട്പുട്ട് കറണ്ട് പറഞ്ഞേ. ഇതാണല്ലോ ഔട്ട്പുട്ട് സൈഡ്. ഔട്ട്പുട്ട് കറണ്ട് എന്ന് പറഞ്ഞാൽ ഇതുവഴി പോകുന്ന കറണ്ട് IC അല്ലേ? ഔട്ട്പുട്ട് കറണ്ട് എന്ന് പറഞ്ഞാൽ IC. ഔട്ട്പുട്ട് വോൾട്ടേജ് ഏതൊക്കെയാ? ഇതാണ് ഔട്ട്പുട്ട് സൈഡ്. 2 പോയിന്റ് എപ്പോഴും ഇടയ്ക്ക് അല്ലേ? കളക്ടറിനും എമിറ്ററിനും ഇടയ്ക്ക്. അപ്പോൾ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ VCE. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമുക്ക് നോക്കാം ഇൻപുട്ട് ക്യാര, ഔട്ട്പുട്ട് ക്യാര. അപ്പോൾ ഇൻപുട്ട് ക്യാര എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഗ്രാഫ് വരയ്ക്കണം. അവിടെ വരയ്ക്കേണ്ടത് ഇൻപുട്ട് ക്യാര എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് കറണ്ടും വരയ്ക്കണം, ഇവിടെ കറണ്ടും വരയ്ക്കണം, വോൾട്ടേജും വരയ്ക്കണം. ഇൻപുട്ട് കറണ്ട് ഏതാണ്? IB. ഇൻപുട്ട് വോൾട്ടേജ് ഏതാണ്? VBE. അപ്പോൾ ഇൻപുട്ട് ക്യാര എന്ന് പറഞ്ഞാൽ ആരൊക്കെ തമ്മിലുള്ള ഗ്രാഫാണ്? IBയും VBയും. ഓക്കെ, അതിൻ്റെ ഗ്രാഫ് എങ്ങനെ വരും? ഇതാ എക്സ്പോണൻഷ്യലി ഇൻക്രീസ് ചെയ്യും. കണ്ടോ? ഓക്കെ, അപ്പോൾ ഇതാണ് ഇൻപുട്ട് ക്യാര എന്ന് പറഞ്ഞാൽ. വേണമെങ്കിൽ നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ ഗ്രാഫ് വരയ്ക്കാം. ഡൗട്ട് ഉണ്ടോ? അപ്പോൾ ഇൻപുട്ട് ക്യാര എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ് വരയ്ക്കുന്നത്? ഇൻപുട്ട് ഇവിടെ Y ആക്സിസിൽ കറണ്ടും വോൾട്ടേജുമാണ് വരയ്ക്കേണ്ടത്. ഏതൊക്കെ വരയ്ക്കണം? ഇൻപുട്ട് കറണ്ടും വരയ്ക്കണം, ഇൻപുട്ട് വോൾട്ടേജും വരയ്ക്കണം. ഇൻപുട്ട് കറണ്ട് ഏതാണ്? IB. കണ്ടോ, ഇങ്ങനെ ഓർത്താൽ IB. ഇൻപുട്ട് വോൾട്ടേജ് ഏതാണ്? ബേസിനും എമിറ്ററിനും ഇടയ്ക്ക് VBE. കണ്ടോ? ഇനി അടുത്ത് ഫോർ ഡിഫറെൻറ്റ് വാല്യൂസ് ഓഫ് ഔട്ട്പുട്ട് വോൾട്ടേജ് എന്നാണ്. കുറച്ചും കൂടെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാൽ ഇവിടെ VCE, ഫോർ ഡിഫറെൻറ്റ് വാല്യൂസ് ഓഫ് VCE. ഓക്കെ, ഇത് VCE1, VCE2. ഇതാണ് ഇൻപുട്ട് ക്യാര. ഓക്കെ, അപ്പോൾ ഇൻപുട്ട് ക്യാര വരയ്ക്കാൻ പറഞ്ഞാൽ ഇത് വരച്ചു. ഇനി എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്? വോൾട്ടേജ് കൂടിയാൽ, കണ്ടോ, വോൾട്ടേജ് കൂടുമ്പോൾ എന്താ സംഭവിക്കുന്നത്? കറണ്ട് കൂടുന്നു. ഓക്കെ, അപ്പോൾ എക്സ്പ്ലനേഷൻ എഴുതുക. വോൾട്ടേജ് കൂടിയാൽ VBE കൂടിയാൽ എന്ത് കൂടും? IB കൂടും. എക്സ്പ്ലനേഷൻ ഇത്രയേ ഉള്ളൂ. VBE കൂടിയാൽ എന്ത് സംഭവിക്കും? VBE കൂടിയാൽ IB കൂടും. ക്ലിയർ? ഇതാണ് നമ്മുടെ എന്ത് വരുന്നത്? ഔട്ട്പുട്ട് ക്യാര. ക്ലിയർ?
അപ്പോൾ ഡ്രോ ആൻഡ് എക്സ്പ്ലെയിൻ ഇൻപുട്ട് ക്യാര, സോറി ഇത് ഇൻപുട്ട് ക്യാര, ഔട്ട്പുട്ട് ക്യാര അല്ല ഇൻപുട്ട് ക്യാര. ഓക്കെ, ഇനി അതുപോലെ ഔട്ട്പുട്ട് ക്യാര വരയ്ക്കാൻ പറഞ്ഞാലും സിമ്പിളാണ്. ഔട്ട്പുട്ട് ക്യാര എന്ന് പറഞ്ഞാൽ ഒരു ഗ്രാഫ് വരയ്ക്കണം. ആ ഗ്രാഫിൽ എന്തൊക്കെ, എപ്പോഴും ക്യാര എന്ന് പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ കറണ്ടും വോൾട്ടേജും ആണ് വരയ്ക്കേണ്ടത്. ഏതൊക്കെ കറണ്ടാണ്? ഔട്ട്പുട്ട് ക്യാര ആകുമ്പോൾ ഔട്ട്പുട്ടിലെ കറണ്ടും ഔട്ട്പുട്ടിലെ വോൾട്ടേജും. ഔട്ട്പുട്ടിലെ കറണ്ട് നമ്മൾ എഴുതിയിട്ടുണ്ട്, ഏതാണ്? IC. ഔട്ട്പുട്ടിലെ വോൾട്ടേജ് ഏതാണ്? VCE. അപ്പോൾ ഏതൊക്കെ തമ്മിൽ പ്ലോട്ട് ചെയ്യണം? ICയും VCയും. ഓക്കെ, ഇനി എന്തൊക്കെയാണ് നമ്മൾ വരയ്ക്കേണ്ട? ഗ്രാഫ് ഇങ്ങനെയായിരിക്കും വരുന്നത്. ഇതൊന്നും ഇപ്പോൾ എക്സാമിന് തലേന്നായിട്ട് നിങ്ങൾ ഇങ്ങനെ പഠിച്ചാൽ മതി. ഫോർ ഡിഫറെൻറ്റ് വാല്യൂസ് ഓഫ് ഇൻപുട്ട് ആണ്. ഇൻപുട്ട് കറണ്ട് എന്ന് ബേസ് കറണ്ട് IB1, IB2, IB3, ഓക്കെ, IB4. ഓക്കെ, അപ്പോൾ ഇതാണ് ഔട്ട്പുട്ട് ക്യാര എന്ന് പറയുന്നത്. ഇവിടെയും കുറച്ചുകൂടെ സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ ഇവിടെ 3 റീജിയൻസ് ഉണ്ടായിരിക്കും. ഈ റീജിയൻ വിളിക്കുന്ന പേര് ആക്റ്റീവ് റീജിയൻ. ഈ റീജിയൻ വിളിക്കുന്ന പേര് സാച്ചുറേഷൻ റീജിയൻ. ഇവിടെ നമുക്ക് ഈ റീജിയനെ വിളിക്കുന്ന പേര് കട്ട് ഓഫ് റീജിയൻ. ഓക്കെ, അപ്പോൾ ഇത്രയും നിങ്ങൾ ജസ്റ്റ് എക്സാമിൻ്റെ തലേ നിങ്ങൾ ഇതൊന്ന് എഴുതുക. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് ചോദിക്കുന്നത്? ഡ്രോ ആൻഡ് എക്സ്പ്ലെയിൻ ഇൻപുട്ട് ക്യാര, ഔട്ട്പുട്ട് ക്യാര എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? നിങ്ങൾ ഇൻപുട്ട് ക്യാര, ഇൻപുട്ട് കറണ്ട് വേഴ്സസ് ഇൻപുട്ട് വോൾട്ടേജ് ഗ്രാഫ് വരയ്ക്കുക, പിന്നെ എക്സ്പ്ലെയിൻ ചെയ്യുക. ഔട്ട്പുട്ട് ക്യാര എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് കറണ്ട് വേഴ്സസ് ഔട്ട്പുട്ട് വോൾട്ടേജ് ആണ് ഫോർ ഡിഫറെൻറ്റ് വാല്യൂസ് ഓഫ് ഇൻപുട്ട് കറണ്ട്. ഇൻപുട്ട് കറണ്ട് ഏതൊക്കെയാണ്? ബേസ് കറണ്ട്, അതുകൊണ്ട് IB1, IB2 എന്ന് എഴുതി. 3 റീജിയൻസ് ഉണ്ട്, സാച്ചുറേഷൻ, കട്ട് ഓഫ്, ആക്റ്റീവ്. ഓക്കെ, അപ്പോൾ ഇത്രയും നിങ്ങളൊന്ന് എഴുതുക. ബാക്കി നിങ്ങൾക്ക് ഇതാ നോക്കി, ഞാനിപ്പം എന്തൊക്കെയാണ് എക്സാമിന് എഴുതേണ്ടതെന്ന് ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ നോക്കിയാൽ മതി. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞതൊന്ന് സമ്മറൈസ് ചെയ്യാം. RC കപ്പിൾഡ് ആംപ്ലിഫയർ എന്ന് ഉറപ്പായിട്ടും എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ്റെ ക്യാരേ ചോദിക്കാൻ സാധ്യതയുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കി, ഡ്രോ ദ VI ക്യാര ഓഫ് PN ജംഗ്ഷൻ ഡയോഡ് ആൻഡ് എക്സ്പ്ലെയിൻ. ഓക്കെ, എന്താണ് വരയ്ക്കാൻ ചോദിക്കുന്നത്? PN ജംഗ്ഷൻ്റെ VI ക്യാര. ആദ്യം PN ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഡയോഡ് ആണല്ലേ. ഇതാ നോക്കി, ഇതാണ് PN ജംഗ്ഷൻ അല്ലേ. ഇതുവഴി പോകുന്ന കറണ്ടിനെ എനിക്ക് I എന്ന് വിളിക്കാം, I. ഓക്കെ, ഈ ഡയോഡിന് അക്രോസ് ഉള്ള വോൾട്ടേജിനെ എനിക്ക് V എന്ന് വിളിക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് പറയുന്നത്? കറണ്ടും വോൾട്ടേജും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ അത് വരയ്ക്കാൻ. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ ചോദിക്കുന്നത്? ഡ്രോ ദ VI ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് PN ജംഗ്ഷൻ. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ് വരയ്ക്കേണ്ടത്? കറണ്ടും വോൾട്ടേജും തമ്മിലുള്ള റിലേഷനാണ് വരയ്ക്കേണ്ടത്. അപ്പോൾ ഈ ആക്സിസിൽ കറണ്ടും X ആക്സിസിൽ വോൾട്ടേജും. ഓക്കെ, നമ്മളിത് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ എക്സാമിൻ്റെ തന്നെ നിങ്ങൾ എൻ്റെ ഗ്രാഫ് ഒന്ന് ഓർക്കുക. ഇതാണ് വോൾട്ട്, ഇവിടുത്തെ വോൾട്ട് വരുന്നത്, ഇവിടെ ഇതാ കണ്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് ഡ്രോ ദ VI ക്യാര ഓഫ് PN ജംഗ്ഷൻ ഡയോഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ക്യാര വരയ്ക്കുക. ഫസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് X ആക്സിസിൽ എന്താണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? വോൾട്ടേജ്. Y ആക്സിസിൽ എന്താണ്? കറണ്ട്. അപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 0 ആണ്. വോൾട്ടേജ് ഗ്രേറ്റർ ദാൻ 0 കണ്ടോ, അതായത് ഈ റീജിയനിൽ അല്ലേ, വോൾട്ടേജ് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ എന്ത് സംഭവിക്കും? കണ്ടോ, V ഗ്രേറ്റർ ദാൻ 0 കണ്ടോ. V ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ കറണ്ട് എന്ത് ചെയ്യും? ഇങ്ങനെ കൂടും അല്ലേ. അപ്പോൾ കറണ്ട് എക്സ്പോണൻഷ്യലി ഇൻക്രീസ് ചെയ്യും. ഈ കണ്ടീഷൻ വിളിക്കുന്നതാണ് ഫോർവേഡ് ബയസ്ഡ് കണ്ടീഷൻ. ഓക്കെ, അതായത് V ഗ്രേറ്റർ ദാൻ, വോൾട്ടേജ് അക്രോസ് ദ ഡയോഡ് ഗ്രേറ്റർ ദാൻ 0 ആണ്, അല്ലെങ്കിൽ V കൂടിയാൽ എന്ത് സംഭവിക്കും? കറണ്ട് കൂടും. ഇഫ് V ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ അപ്പോൾ അത് നിങ്ങൾ ഒന്ന് ആലോചിച്ചിട്ട് എഴുതണം. ഓക്കെ, അപ്പോൾ എന്താണ്? ഇതാണ് നമ്മുടെ ഗ്രാഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻ ഫോർവേഡ് ബയസ്ഡ് കണ്ടീഷൻ എഴുതേണ്ടത് ഇങ്ങനെയാണ്. ഇൻ ഫോർവേഡ് ബയസ്ഡ് കണ്ടീഷൻ ബ്രാക്കറ്റ് എഴുതുക. V ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ കറണ്ട് എന്ത് സംഭവിക്കും? കറണ്ട് ഇൻക്രീസസ്. ഓക്കെ, കറണ്ട് ഇൻക്രീസ് ചെയ്യുന്നു അല്ലേ. കറണ്ട് എക്സ്പോണൻഷ്യലി ഇൻക്രീസ് ചെയ്യുന്നു. ഓക്കെ, ഇനി അപ്പോൾ ഈ റീജിയൻ എന്ത് പറയാം? ഈ റീജിയൻ എന്ത് പറയാം? റിവേഴ്സ് ബയസ്ഡ് കണ്ടീഷൻ. ഇഫ് V ലെസ് ദാൻ 0, ഡയോഡ് ഏത് കണ്ടീഷനിലായിരിക്കും? ഡയോഡ് ഈസ് ഇൻ റിവേഴ്സ് ബയസ്ഡ് കണ്ടീഷൻ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അറ്റ്ലീസ്റ്റ് ഇത് മാത്രം പോരാ, കുറച്ചും കൂടി എഴുതണം. ഇപ്പോൾ എക്സാമിൻ്റെ തലേന്ന് നിങ്ങൾ ഇപ്പോൾ ഇത്രയും നോക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ഓർത്തിരിക്കുക. VI ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് PN ജംഗ്ഷൻ ഡയോഡ് ചോദിക്കും. പിന്നെ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളെല്ലാം എഴുതാം. PN ജംഗ്ഷൻ്റെ വർക്കിംഗ് എഴുതുക. എന്താണ് PN ജംഗ്ഷൻ എന്നുള്ളത്, അതിൻ്റെ സ്ട്രക്ചറൊക്കെ വരച്ച് നമ്മൾ ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുണ്ട്. നോക്കി, PN ജംഗ്ഷൻ, അതിൻ്റെ വർക്കിംഗ് ഫോർവേഡ് ബയസ്ഡ് കണ്ടീഷനിലും ആ വർക്കിംഗ് ഒക്കെ പഠിപ്പിച്ചതൊക്കെ ഇവിടെ എഴുതുക. ഓക്കെ, ഇനി അടുത്ത വരുന്നത് നോക്കി, വാട്ട് ഇസ് ഫുൾ വേവ് റെക്ടിഫയർ? എക്സ്പ്ലെയിൻ ഇറ്റ്സ് വർക്കിംഗ്. എന്താണ് ഫുൾ വേവ് റെക്ടിഫയർ? എന്താണ് അതിൻ്റെ വർക്കിംഗ് എക്സ്പ്ലെയിൻ ചെയ്യുക. അപ്പോൾ ആദ്യം നിങ്ങൾ റെക്ടിഫയർ എന്ന് നിങ്ങൾക്ക് ഫുൾ വേവ് റെക്ടിഫയറും ഹാഫ് വേവ് റെക്ടിഫയറും പഠിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ ഫുൾ വേവ് റെക്ടിഫയർ അറ്റ്ലീസ്റ്റ് പഠിക്കണം. നോക്കി, അതിൻ്റെ സർക്യൂട്ട് ഡയഗ്രം വരയ്ക്കുമ്പോൾ ഒരു ട്രാൻസ്ഫോമർ വരച്ചു. ഓക്കെ, റെക്ടിഫയർ എന്ന് പറഞ്ഞാൽ ഡയോഡ് വേണം. അപ്പോൾ 2 ഡയോഡുണ്ട്. ഓക്കെ, 2 ഡയോഡുണ്ട്. ഓക്കെ, എന്നിട്ട് ഔട്ട്പുട്ട് എടുക്കാനായിട്ട് റെസിസ്റ്റൻസ് ഇവിടെ ഗ്രൗണ്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്നാണ് ഔട്ട്പുട്ട് എടുക്കുന്നത് V0. ഇതിൻ്റെ ഈ ട്രാൻസ്ഫോമറിൻ്റെ സെക്കൻഡറി ഞാൻ ഇവിടെ ഗ്രൗണ്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെയാണ് നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നത് Vin. ഓക്കെ, നമ്മൾ എന്താണ് കൊടുക്കുന്ന ഇൻപുട്ട്? നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് ഇതാണ്. ഒരു സൈൻ വേവ് ഫോം കൊടുക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് എന്താണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഔട്ട്പുട്ട്? ഫുൾ വേവ് റെക്ടിഫയർ ആണ്. ഫുൾ വേവ് റെക്ടിഫയറിന് നമ്മൾ കൊടുത്താൽ എന്താണ് നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത്? ഇങ്ങനെയായിരിക്കും നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട്. കണ്ടോ, ഇങ്ങനെ കിട്ടും. അതായത് നമ്മൾ കൊടുക്കുന്ന എങ്ങനെയാണ്? നമ്മൾ ഇതിനെ വിളിക്കുന്ന ഒരു പോസിറ്റീവ് ഹാഫ് സൈക്കിൾ. കണ്ടോ, പോസിറ്റീവ് ഹാഫ് സൈക്കിൾ കണ്ടോ, പോസിറ്റീവ് ഹാഫ് സൈക്കിൾ തന്നെ കിട്ടി.
ഇതാ കണ്ടോ, ഇവിടെ ഇത് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ. അപ്പോൾ കണ്ടോ മേളിലോട്ട് തന്നെ വന്നു കണ്ടോ. അതായത് നമ്മൾ കൊടുക്കുന്നത് മേളിലുണ്ട് താഴെയുണ്ട് മേളിലുണ്ട് താഴെയുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു വേവ് ഫോം കൊടുത്താൽ ഫുൾ വേവ് റെക്ടിഫയറിൽ എങ്ങനെ ഔട്ട്പുട്ട് കിട്ടും, നമുക്ക് ഇങ്ങനെ ഔട്ട്പുട്ട് കിട്ടും. ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഇതാണ് സർക്യൂട്ട് ഡയഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ എന്താണ് ഫുൾ വേവ് റെക്ടിഫയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ബേസിക്സ് ആയിട്ട് പഠിച്ചിട്ടുള്ള തിയറി എല്ലാം പറയണം, പ്ലസ് ഈ സർക്യൂട്ട്. ഓക്കെ, അപ്പോൾ ഇത് ജസ്റ്റ് എന്ന് പറയുവാണെങ്കിൽ ഇതാ ഇവിടെ നോക്കി, ഇവിടെ D1 എന്ന് പറഞ്ഞ ഡയോഡുണ്ട്, D2 എന്ന് പറഞ്ഞ ഡയോഡുണ്ട്. ഓക്കെ, ആദ്യം നിങ്ങൾക്ക് ഇപ്പോൾ നോക്കുവാണെങ്കിൽ ഫസ്റ്റ് നമുക്ക് പറയാം ദാ ഇത് 0 ആണ്. 0യുടെ മേളിലുള്ളതിനെ വിളിക്കാം പോസിറ്റീവ് എന്ന് പറയാം. അപ്പോൾ ഇതിനെ വിളിക്കുന്നവർ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ആണെങ്കിൽ അങ്ങനെ എഴുതാം, ഡ്യൂറിങ് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ. എന്താണ് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ എന്താ സംഭവിക്കുന്നത്? ഡ്യൂറിങ് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ നോക്കുക. പോസിറ്റീവ് ഹാഫ് സൈക്കിൾ നിങ്ങൾ ഇപ്പോൾ ഇങ്ങനെ പഠിച്ചാൽ മതി. ഈ ഡയോഡ് ഓൺ ആവും. ഓക്കെ, D1 ഓൺ ആവും. ഓക്കെ, ഒന്ന് ഓൺ ആവും, മറ്റേതിൻ്റെ കണ്ടീഷൻ എന്താണ്? ഓഫ് ആയിരിക്കും. അപ്പോൾ D2 എന്തായിരിക്കും? D2 ഓഫ്. ഓക്കെ, ഇത്രയും ക്ലിയർ ആയോ? അപ്പോൾ ഡ്യൂറിങ് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ഏതാണ്? D1 ഓൺ ആകും, ഇത് ഓഫ് ആയിരിക്കും. ഇപ്പോൾ അങ്ങനെ പഠിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ അടുത്ത് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ തിരിച്ചായിരിക്കും. നെഗറ്റീവ് ഹാഫ് സൈക്കിൾ. ഓക്കെ, ഡ്യൂറിങ് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ എന്താ സംഭവിക്കുന്നത്? ഇത് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ, ഇത് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ. നോക്കി, നേരത്തെ എന്തായിരുന്നു? നേരത്തെ ആരായിരുന്നു ഓൺ ആയത്? ഇത് ഓൺ ആയി അല്ലേ? അപ്പോൾ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ആരോണാവും? D2 ഓൺ ആകും. ഓക്കെ, D2 ഓൺ, D1 എന്തായിരിക്കും? ഓഫ്. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിച്ചു എന്താണ് D2 എന്ന് പറയുന്നത്. എന്താണ് D2 എന്ന് പറയുന്നത്? ഓൺ ആകും, ഇത് D1 ഓഫ് ആകും. ഓക്കെ, ഇനി എന്തൊക്കെയാണ് ഇതിൽ ബാക്കി പറയേണ്ടത്? ബാക്കി പറയേണ്ട വേവ് ഫോം വരയ്ക്കുക. ഓക്കെ, ആദ്യം നമുക്ക് ഇൻപുട്ട് വേവ് ഫോം വരയ്ക്കാം. ഇതാണ് നമ്മുടെ ഇൻപുട്ട് വേവ് ഫോം. എഴുതുക ഇവിടെ ഇൻപുട്ട്. ഓക്കെ, ഇനി നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത്? ഔട്ട്പുട്ട് വേവ് ഫോം വരയ്ക്കണം. ഔട്ട്പുട്ട് വേവ് ഫോം വരയ്ക്കുമ്പോൾ നോക്കി, ഇതാണ് ഔട്ട്പുട്ട് വേവ് ഫോം. ഓക്കെ, ഔട്ട്പുട്ട് വേവ് ഫോം ക്ലിയർ. അപ്പോൾ ഇതാണ് നമ്മുടെ എന്ത് പറയുന്നത്? നമ്മുടെ ഫുൾ വേവ് റെക്ടിഫയർ. അപ്പോൾ ഫുൾ വേവ് റെക്ടിഫയറിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ വർക്കിംഗ് എഴുതുക. ഇതുപോലെ ചിലപ്പോൾ നിങ്ങൾക്ക് ഹാഫ് വേവ് റെക്ടിഫയർ ചോദിക്കാൻ സാധ്യതയുണ്ട്. ജസ്റ്റ് ഹാഫ് വേവ് റെക്ടിഫയറിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം കൂടെ ഒന്ന് പറഞ്ഞേക്കാം. ഇതാ നോക്കി, ഹാഫ് വേവ് റെക്ടിഫയർ ഒരു ഡയോഡ് മാത്രം വരച്ചാൽ മതി. ഒരു റെസിസ്റ്റൻസ്, ഇതാണ് ഹാഫ് വേവ് റെക്ടിഫയറിൻ്റെ സർക്യൂട്ട്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് ഹാഫ് വേവ് റെക്ടിഫയറോ ഫുൾ വേവ് റെക്ടിഫയറോ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യുക നോക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നോക്കി, ഡ്രോ ദ സർക്യൂട്ട് ഡയഗ്രാം ഓഫ് എ സിമ്പിൾ വോൾട്ടേജ് സെനർ വോൾട്ടേജ് റെഗുലേറ്റർ. ഓക്കെ, എന്താണ് സെനർ വോൾട്ടേജ് റെഗുലേറ്ററിൻ്റെ സിമ്പിൾ ഡയഗ്രാം വരയ്ക്കുക. ആദ്യം സെനർ വോൾട്ടേജ് റെഗുലേറ്റർ വരയ്ക്കാം. ആദ്യം സെനർ ഡയോഡ് വരച്ചു. ഇതാണ് നമ്മുടെ സെനർ ഡയോഡിൻ്റെ സിമ്പിൾ. പിന്നെ ഇതാ ഒരു റെസിസ്റ്റൻസ് RS. ഓക്കെ, പിന്നെ എന്താണ് ഔട്ട്പുട്ട് എടുക്കാൻ R. ഓക്കെ, എവിടെയാണ് നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നത്? ഇവിടെയാണ് നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നത്. ഓക്കെ, എവിടെ നിന്നാണ് നമ്മൾ ഔട്ട്പുട്ട് എടുക്കുന്നത്? ഔട്ട്പുട്ട് എടുക്കുന്നത് ഇവിടെ നിന്നാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഇതാണ് സിമ്പിൾ സർക്യൂട്ട് എന്ന് പറയുന്നത്. എന്താണ് വോൾട്ടേജ് റെഗുലേറ്റർ എന്ന് പറഞ്ഞാൽ? എന്ത് ചേഞ്ച് ഉണ്ടല്ലോ, ഇൻപുട്ട് വോൾട്ടേജോ ഇതുവഴി പോകുന്ന കറണ്ടിലോ എന്ത് ചേഞ്ച് ഉണ്ടായാലും ഔട്ട്പുട്ട് എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. അതായത് വോൾട്ടേജ് റെഗുലേറ്റർ എന്ന് പറഞ്ഞാൽ ദാറ്റ് പ്രൊഡ്യൂസ് കോൺസ്റ്റന്റ് ഔട്ട്പുട്ട് വോൾട്ടേജ്. എന്താണ് പ്രൊഡ്യൂസ്? കോൺസ്റ്റന്റ് ഔട്ട്പുട്ട് വോൾട്ടേജ്. ഓക്കെ, എന്താണ് കോൺസ്റ്റന്റ് ഔട്ട്പുട്ട് വോൾട്ടേജ് പ്രൊഡ്യൂസ് ചെയ്യും. അതായത് വോൾട്ടേജ് റെഗുലേറ്റർ, സിമ്പിൾ വോൾട്ടേജ് റെഗുലേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഔട്ട്പുട്ട് വോൾട്ടേജ് എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, എപ്പോഴാണ് കോൺസ്റ്റന്റ്? ഇവിടെ ഇൻപുട്ടിൽ എന്ത് ചേഞ്ച് ഉണ്ടായാലോ, അല്ലെങ്കിൽ ഇവിടെ ലോഡ് കറണ്ട്, നമുക്ക് മാർക്ക് ചെയ്യാം, ലോഡ് കറണ്ട് IL. ഓക്കെ, അതായത് ഈ കറണ്ടിലോ ഇവിടുത്തെ വോൾട്ടേജിലോ എന്ത് ചേഞ്ച് ഉണ്ടായാലും ഇവൻ എന്ത് ചെയ്യും? കോൺസ്റ്റന്റ് ഔട്ട്പുട്ട് വോൾട്ടേജ് പ്രൊഡ്യൂസ് ചെയ്യും. ബാക്കി ഇതിൻ്റെ വർക്കിംഗ് ജസ്റ്റ് ഒന്ന് നോക്കിയിരിക്കണം. നമ്മൾ ക്ലാസ്സിലെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. ഇനി കംപ്ലീറ്റ് ആയിട്ട് പറയുന്നില്ല. അപ്പോൾ ഇതാണ് സർക്യൂട്ട് ഡയഗ്രാം, അതിൻ്റെ വർക്കിംഗ് നോക്കുക. ഓക്കെ, ഇവിടെ ചിലപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യത ലൈൻ റെഗുലേഷൻ എന്താണ്? ലൈൻ റെഗുലേഷൻ, ലോഡ് റെഗുലേഷൻ, അതും ചോദിക്കാൻ സാധ്യതയുണ്ട്. അത് ജസ്റ്റ് ഒന്ന് നോക്കിയേക്കും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നോക്കിയേ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും ചോദിക്കാൻ സാധ്യതയുണ്ട്. കമ്പയർ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ, ഫ്രീക്വൻസി മോഡുലേഷൻ. അപ്പോൾ ഒന്നുകിൽ നിങ്ങൾക്ക് ചോദിക്കാം എന്താണ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ഫ്രീക്വൻസി മോഡുലേഷൻ എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം കമ്പയർ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ ആൻഡ് ഫ്രീക്വൻസി മോഡുലേഷൻ. ഇത്രയും കമ്പയർ ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്ക് നോക്കാം. ആദ്യം ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ, AM. ഓക്കെ, ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ പറയുമ്പോൾ രണ്ട് കാര്യങ്ങൾ നമ്മൾ പറയണം. ആദ്യം നമുക്ക് മെസ്സേജ് പറയണം. ഓക്കെ, മെസ്സേജ് നമ്മൾ സാധാരണ റെപ്രസെൻറ്റ് ചെയ്യുന്നത് M(t). ഓക്കെ, ഇനി കാരിയർ. ഓക്കെ, കാരിയർ എന്ന് പറയുന്നത് നമ്മൾ C(t). ഓക്കെ, വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ എഴുതാം. മെസ്സേജ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു സൈൻ വേവ്, കോസ് വേവ് ഫോം, cos 2πfct. ഓക്കെ, കാരിയർ എന്ന് പറഞ്ഞാൽ cos 2πfmt. മെസ്സേജിനല്ല FM എന്ന്, cos 2πfmt. ഇതൊരു മെസ്സേജാണ്. ഓക്കെ, ഇവിടെ എന്താണ്? cos 2πfct. ഓക്കെ, എക്സാമ്പിൾ നിങ്ങൾക്ക് മനസ്സിലാവാനായിട്ട് ഞാനൊരു മെസ്സേജ് എടുക്കാം. ഇതാ ഒരു മെസ്സേജ്. ഓക്കെ, അടുത്തൊരു കാരിയർ, കാരിയർ. ഓക്കെ, അപ്പോൾ ഇതേതാണ്? ഇതിപ്പം എക്സാമ്പിൾ മെസ്സേജ് ആണ്. ഓക്കെ, നമ്മളിവിടെ കോസ് ആണ് എഴുതിയത്, ഞാൻ വരച്ച സൈൻ ആണ്, അത് വിട്ടേക്ക്. ഓക്കെ, ഇവിടെ കാരിയർ.
ഇനി ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണം, ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ ആയാലും ഫ്രീക്വൻസി മോഡുലേഷൻ ആയാലും ഒരു മാറ്റം ഉണ്ടാകുന്നുണ്ട്. എവിടെയാണ് മാറ്റം ഉണ്ടാകുന്നത്? കരിയറിലാണ് മാറ്റം ഉണ്ടാകുന്നത്. എവിടെയാണ് മാറ്റം ഉണ്ടാകുന്നത്? കരിയറിലാണ് മാറ്റം ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പോൾ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ ഞാൻ പേരിൽ തന്നെ ഉണ്ട്, കരിയറിൻ്റെ ഏത് ക്വാണ്ടിറ്റിയാണ് മാറുന്നത്? ആംപ്ലിറ്റ്യൂഡ്. ഓക്കെ, ഒന്നുകൂടെ പറയാം. ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എവിടെയാണ് മാറ്റം ഉണ്ടാകുന്നത്? കരിയറിലാണ് മാറ്റം ഉണ്ടാകുന്നത്. നമുക്ക് അയക്കേണ്ട മെസ്സേജിൽ ഒരു മാറ്റം, ഇപ്പം നമ്മൾ ഹലോ എന്ന് പറയുന്ന മെസ്സേജ് അയക്കുന്നു, ആ മെസ്സേജിൽ മാറ്റം വരാൻ പാടില്ല. എവിടെയാണ് മാറ്റം വരാൻ പാടുള്ളൂ? കരിയറിലാണ് നമുക്ക് മാറ്റം വരാൻ പാടുള്ളൂ. അപ്പം ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ എന്ന് പറഞ്ഞാൽ കരിയറിൻ്റെ ഏത് പാർട്ടാണ്? എവിടെയാണ് മാറ്റം വരുന്നത്? കരിയറിൻ്റെ ആംപ്ലിറ്റ്യൂഡ്, അല്ലേ? ഇതാ കണ്ടോ, കരിയറിൻ്റെ ആംപ്ലിറ്റ്യൂഡിൽ മാറ്റം വരും. ഏതിനനുസരിച്ചിട്ട്? മെസ്സേജിനനുസരിച്ചിട്ട്. ഡൗട്ട് ഉണ്ടോ? ഇല്ല. അപ്പോൾ എന്താണ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ? ആംപ്ലിറ്റ്യൂഡ് ഓഫ് കരിയർ ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു എന്തിനനുസരിച്ചിട്ടാണ്? വിത്ത് റെസ്പെക്ട് ടു എന്താണ്? വേരിയേഷൻ ഇൻ മെസ്സേജ്. മെസ്സേജിൻ്റെ വേരിയേഷൻ അനുസരിച്ചിട്ട് കരിയറിൻ്റെ ആംപ്ലിറ്റ്യൂഡ് മാറും. ഓക്കെ, ആംപ്ലിറ്റ്യൂഡ് ഓഫ് കരിയർ ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു എന്താണ്? വിത്ത് റെസ്പെക്ട് ടു ചേഞ്ച് ഇൻ, എവിടുത്തെ ചേഞ്ച് ആണ്? മെസ്സേജ്. ഇതാണ് മെസ്സേജ്. മെസ്സേജിൻ്റെ ആംപ്ലിറ്റ്യൂഡിനനുസരിച്ച് മാറും. ചേഞ്ച് ഇൻ ആംപ്ലിറ്റ്യൂഡ് ഓഫ് മെസ്സേജ്. ചേഞ്ച് ഇൻ ആംപ്ലിറ്റ്യൂഡ് ഓഫ് മെസ്സേജ്. ഓക്കെ, അപ്പോൾ എന്താണ് നമ്മുടെ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ എന്ന് പറഞ്ഞാൽ? ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ എന്ന് പറഞ്ഞാൽ കരിയർ, ഈ കരിയറിൻ്റെ എവൻ്റെ ആംപ്ലിറ്റ്യൂഡ് മാറും. ആർക്കനുസരിച്ചിട്ട്? ഈ മെസ്സേജിനനുസരിച്ചിട്ട് മാറും. മെസ്സേജിൻ്റെ ആംപ്ലിറ്റ്യൂഡ് അനുസരിച്ച് മാറും. ഓക്കെ, ഇതിനെ വിളിക്കുന്ന പേരാണ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ. അപ്പോൾ നിങ്ങൾ തന്നെ പറഞ്ഞാൽ എന്താണ് ഫ്രീക്വൻസി മോഡുലേഷൻ? ഫ്രീക്വൻസി മോഡുലേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ് മാറിയത്? ആംപ്ലിറ്റ്യൂഡ്, കരിയറിൻ്റെ ആംപ്ലിറ്റ്യൂഡ് മാറി. ഇപ്പോൾ ഫ്രീക്വൻസി മോഡുലേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും മാറുന്നത്? ഫ്രീക്വൻസി മോഡുലേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും മാറുന്നത്? കരിയറിൻ്റെ ഫ്രീക്വൻസി മാറും. ദ ഫ്രീക്വൻസി ഓഫ് കരിയർ ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു എന്താണ്? വിത്ത് റെസ്പെക്ട് ടു എന്തിനനുസരിച്ചിട്ടാണ്? മെസ്സേജിനനുസരിച്ച്. മെസ്സേജിൻ്റെ ആംപ്ലിറ്റ്യൂഡ് അനുസരിച്ചിട്ട് തന്നെയാണ് മാറുന്നത്. ഓക്കെ, വിത്ത് റെസ്പെക്ട് ടു ചേഞ്ചസ് ഇൻ എന്താണ്? ആംപ്ലിറ്റ്യൂഡ് ഓഫ് മെസ്സേജ്. എഴുതുന്ന സ്പെല്ലിംഗ് ഒക്കെ മിസ്റ്റേക്ക് ഉണ്ടായിരിക്കും, ക്ഷമിച്ചേക്കണം. ആംപ്ലിറ്റ്യൂഡ് ഓഫ് മെസ്സേജ്. ഓക്കെ, ക്ലിയർ? അപ്പോൾ ഫ്രീക്വൻസി മോഡുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എവിടെയാണ് മാറ്റം വരുന്നത്? കരിയറിൻ്റെ ഫ്രീക്വൻസിയിൽ. ഫ്രീക്വൻസി ഓഫ് കരിയർ ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു എന്താണ്? എന്തിനനുസരിച്ച് മാറും? മെസ്സേജിൻ്റെ ആംപ്ലിറ്റ്യൂഡ്. മാറുന്നത് മെസ്സേജിൻ്റെ ആംപ്ലിറ്റ്യൂഡ് അനുസരിച്ചാണ് മാറുന്നത്. അപ്പം ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ എന്ന് പറഞ്ഞാൽ ആംപ്ലിറ്റ്യൂഡ് ഓഫ് കരിയർ ചേഞ്ച് ചെയ്യും. ഈ കരിയറിൻ്റെ ആംപ്ലിറ്റ്യൂഡ് മാറും. എന്തിനനുസരിച്ച്? ഇതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് അനുസരിച്ച്. ഫ്രീക്വൻസി മോഡുലേഷൻ എന്ന് പറഞ്ഞാൽ ഈ കരിയറിൻ്റെ ഫ്രീക്വൻസി മാറും. എന്തിനനുസരിച്ചിട്ട്? ഇതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് അനുസരിച്ചിട്ട്. കണ്ടോ? അപ്പോൾ ഇതാണ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ, ഇതാണ് ഫ്രീക്വൻസി മോഡുലേഷൻ. ഇനി ഒരു ഇക്വേഷൻ കൂടെ പഠിക്കണം. ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ്റെ ഇക്വേഷൻ പഠിക്കാൻ വളരെ എളുപ്പമാണ്. എന്താണ് ചെയ്യേണ്ടത്? ഇവിടെ നിങ്ങൾ നോക്കിയേ, AC cos 2π FCT അതുപോലെ എഴുതുക. AC എഴുതുക, cos 2π FCT മാറ്റി എഴുതുക. ഓക്കെ, ഇനി ഒരു ബ്രാക്കറ്റ് ഇവിടെ ഇടുക. എന്നിട്ട് 1 + ഒരു K ഇൻറ്റു ഈ മെസ്സേജ് എഴുതുക. ഓക്കെ, മെസ്സേജ്. ആ മെസ്സേജ് എന്താണ്? AM cos 2π FMT. ഇതിങ്ങനെ തന്നെ പഠിക്കുക. എന്താണ്, എങ്ങനെയാണ് എഴുതുന്നത്? ഞാൻ ഒന്നുകൂടെ എഴുതി കാണിക്കാം. എനിക്ക് ആദ്യം AC cos 2π, ശ്രദ്ധിച്ച്, AC cos 2π FCT അതുപോലെ എഴുതി. AC ഇവിടെ എഴുതി, കോസ് ഞാനിവിടെ മാറ്റി എഴുതി. ഓക്കെ, ഇനി ഇവിടെ എഴുതേണ്ടതെന്ന് വെച്ചാൽ ഒരു ബ്രാക്കറ്റ് ഇടുക. ബ്രാക്കറ്റ് ഇട്ടതിന് ശേഷം 1 + ഒരു കോൺസ്റ്റൻറ്റ് ഇൻറ്റു ദ മെസ്സേജ് എന്താണോ അത് അതുപോലെ എടുത്ത് ഇവിടെ എഴുതുക. മെസ്സേജ് എന്താണ്? AM cos 2π FMT. കണ്ടോ? ഇതാണ് AM സിഗ്നലിൻ്റെ ഇക്വേഷൻ. ഇനി അടുത്ത FM സിഗ്നൽ. FM ആണെങ്കിൽ എന്താണ്? FMൻ്റെ ഇക്വേഷൻ പറഞ്ഞേ. FMൻ്റെ ഇക്വേഷൻ വരുമ്പോൾ ഇവിടെ എന്താണ് ശ്രദ്ധിച്ചേ നോക്കിയേ, AC cos 2π FCT അതുപോലെ എഴുതുക. AC cos 2π FCT പ്ലസ് ബീറ്റ സൈൻ 2π FMT. ഓക്കെ, ഇതാണ് ഫോമുല എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് FM സിഗ്നലിൻ്റെ ഫോമുല. ഈ ബീറ്റ എന്നെ വിളിക്കുന്നവർ മോഡുലേഷൻ ഇൻഡെക്സ് എന്നൊക്കെ പറയാറുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഇത്രയും അറിഞ്ഞാൽ മതി. ഓക്കെ, എന്നിങ്ങനെയാണ് എഴുതുന്നത്? AC cos 2π FCT. കണ്ടോ? AC cos 2π FCT, പിന്നെ അതിനകത്ത് പ്ലസ് ബീറ്റ സൈൻ 2π FMT. ഇതാണ് FMൻ്റെ ഇക്വേഷനും ഇതാണ് AMൻ്റെ ഇക്വേഷനും. അപ്പോൾ അറ്റ്ലീസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് പല രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. കമ്പയർ ആംപ്ലിറ്റ്യൂഡ് ആൻഡ് ഫ്രീക്വൻസി മോഡുലേഷൻ എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ എന്താണ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ ചോദിക്കാം, അല്ലെങ്കിൽ എന്താണ് ഫ്രീക്വൻസി മോഡുലേഷൻ എന്ന് ചോദിക്കാം. അപ്പോൾ ഇത് എന്തായാലും നിങ്ങൾ ഉറപ്പായിട്ടും നോക്കണം. ഓക്കെ, അടുത്ത് വരുന്നത് ഡ്രോ ദ ബ്ലോക്ക് ഡയഗ്രാം ഓഫ് DC പവർ സപ്ലൈ ആൻഡ് എക്സ്പ്ലെയിൻ ദ ഫംഗ്ഷൻ ഓഫ് ഈച്ച് ബ്ലോക്ക്. എന്താണ് നിങ്ങൾക്ക് ചോദിക്കുന്നത്? ബ്ലോക്ക് ഡയഗ്രാം ഓഫ് DC പവർ സപ്ലൈയുടെ ബ്ലോക്ക് ഡയഗ്രാം വരയ്ക്കുക. ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക, നമുക്ക് ഇങ്ങനൊരു സിഗ്നൽ ഉണ്ട്. ഇങ്ങനൊരു AC സിഗ്നൽ ഉണ്ട്. ഇതിൽ നിന്ന് നമുക്ക് വേണ്ടത് എന്താണ്? നമുക്ക് ഇങ്ങനൊരു സിഗ്നൽ കിട്ടണം. കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള DC കിട്ടണം. എന്താണ്? നമുക്ക് ഇങ്ങനൊരു സിഗ്നൽ ഉണ്ട്, നമുക്ക് ഇങ്ങനൊരു സിഗ്നൽ കിട്ടണം. അതായത് കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള DC പ്രൊഡ്യൂസ് ചെയ്യണം. അതിനുവേണ്ടി നമുക്ക് എന്ത് ഉപയോഗിക്കാം? DC പവർ സപ്ലൈ ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ ഒരു DC പവർ സപ്ലൈ ശ്രദ്ധിച്ച്, ഇതാണ് DC പവർ സപ്ലൈ എങ്കിൽ ഇവിടെ നിങ്ങൾ എന്താണ് കൊടുക്കുന്നത്? ഇവിടെ നിങ്ങൾ കൊടുക്കുന്നത് ഇതാണ് കൊടുക്കുന്നത്. നോക്കി, ഇവിടെ നിങ്ങൾക്ക് കിട്ടുന്ന എന്താണ്? കിട്ടുന്ന ഇതാണ്.
കണ്ടോ? അപ്പോൾ ഇതാണ് DC പവർ സപ്ലൈ എന്ന് പറയുന്നത്. അപ്പോൾ അവർ ചോദിച്ചിരിക്കുന്നത് ഡ്രോ ദ ബ്ലോക്ക് ഡയഗ്രാം ഓഫ് DC പവർ സപ്ലൈ. ഈ പവർ സപ്ലൈയുടെ ബ്ലോക്ക് ഡയഗ്രാം വരയ്ക്കുക. വളരെ സിമ്പിളാണ്. നോക്കി, ആദ്യത്തെ ഫസ്റ്റ് ബ്ലോക്ക് എന്ന് പറയുന്നത് ട്രാൻസ്ഫോമർ. ഓക്കെ, ട്രാൻസ്ഫോമർ വരച്ചു. രണ്ടാമത്തെ ബ്ലോക്ക് എന്ന് പറയുന്നത് റെക്ടിഫയർ. ഓക്കെ, മൂന്നാമത്തേതെന്ന് പറയുന്നത് ഫിൽട്ടർ. ഓക്കെ, ഫിൽട്ടർ കഴിഞ്ഞാൽ ഏറ്റവും അവസാനം വോൾട്ടേജ് റെഗുലേറ്റർ. ഇതിൽ ഓരോന്നിൻ്റെയും ഫംഗ്ഷൻ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ടായിരിക്കും. അതൊക്കെ നിങ്ങളിവിടെ എഴുതുക. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒന്നും പറയുന്നില്ല. അപ്പോൾ ഇതാണ് ബേസിക് ബ്ലോക്ക് ഡയഗ്രാം ഓഫ് DC പവർ സപ്ലൈ. ഓക്കെ, ആദ്യം എന്താണ് ട്രാൻസ്ഫോമർ, അത് കഴിഞ്ഞ് റെക്ടിഫയർ, അത് കഴിഞ്ഞ് ഫിൽട്ടർ, അത് കഴിഞ്ഞ് വോൾട്ടേജ് റെഗുലേറ്റർ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ എന്താണ് കൊടുക്കുന്നത്? ഇവിടെ നമ്മൾ കൊടുക്കുന്നത് സൈൻ വേവ് ഫോം. ഓക്കെ, ഇവിടെ നമുക്ക് കിട്ടുന്നത് കോൺസ്റ്റന്റ് DC. ഇതാണ് എന്താണ് പറഞ്ഞത്? ഡ്രോ ദ ബ്ലോക്ക് ഡയഗ്രാം ഓഫ് DC പവർ സപ്ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വരയ്ക്കുക. ഇതിൻ്റെ ഓരോ ബ്ലോക്കും എക്സ്പ്ലെയിൻ ചെയ്യുക. അപ്പോൾ ഇത് ഈ ഒരു ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഓക്കെ, അടുത്ത കുറേ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് പറയുന്നുണ്ട്. ഇതെല്ലാം പ്യുവർലി തിയററ്റിക്കലാണ്. നിങ്ങളിത് നോക്കിയിട്ട് എക്സാമിന് പോകാവൂ. ഓക്കെ, ഡ്രോ ദ ബ്ലോക്ക് ഡയഗ്രാം ഓഫ് GSM സിസ്റ്റം, എക്സ്പ്ലെയിൻ ഇറ്റ്സ് വർക്കിംഗ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട് എന്താണ് GSM എന്ന്, അത് കണ്ടു നോക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് നെറ്റിലൊന്ന് റെഫർ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. ഉറപ്പായിട്ട് നിങ്ങളിത് കണ്ടിട്ടേ പോകാവൂ. GSM സിസ്റ്റത്തിൻ്റെ എന്ത് വരയ്ക്കുക? ബ്ലോക്ക് ഡയഗ്രാം വരയ്ക്കുക. അതുപോലെ തന്നെ ഡ്രോ ആൻഡ് എക്സ്പ്ലെയിൻ ബ്ലോക്ക് ഡയഗ്രാം ഓഫ് ഫൈബർ ഒപ്റ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, ഫൈബർ ഒപ്റ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ്റെ ബ്ലോക്ക് ഡയഗ്രാം, അതും ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ ഡ്രോ ദ ബ്ലോക്ക് ഡയഗ്രാം ഓഫ് ഡിജിറ്റൽ മൾട്ടിമീറ്റർ, അതിൻ്റെ വർക്കിംഗ്, ഡിജിറ്റൽ മൾട്ടിമീറ്ററിൻ്റെയും അതിൻ്റെ വർക്കിംഗ്. ഓക്കെ, അപ്പോൾ ഈ 3 ക്വസ്റ്റ്യൻസും ഉറപ്പായിട്ട് നോക്കിയിട്ടേ പോകാവൂ. എക്സാമിന് ചോദിക്കും. ഒന്നുകൂടെ പറയാം, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ക്വസ്റ്റ്യൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ചോദിക്കാത്തൊരു എക്സാം ഉണ്ടാവില്ല. ഡ്രോ ആൻഡ് എക്സ്പ്ലെയിൻ ബ്ലോക്ക് ഡയഗ്രാം ഓഫ് ദ ഫൈബർ ഒപ്റ്റിക് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. ഓക്കെ, അത് നോക്കണം. പിന്നെ അതുപോലെ ഏറ്റവും അവസാനം നിങ്ങൾ ലെസാജിയസ് പാറ്റേൺ. ഓക്കെ, എന്താണ് CRL ഉണ്ടാകുന്ന ഒരു പാറ്റേൺ, ലെസാജിയസ് പാറ്റേൺ. ആ പാറ്റേൺ എന്താണെന്ന് ഈ ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ടേ പോകാം. ഓക്കെ, ഇതൊക്കെ നമ്മുടെ ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഞാൻ വീണ്ടും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് സമയം കളയുന്നില്ല. അപ്പോൾ നമ്മൾ ഇൻട്രൊഡക്ഷൻ ടു ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിനെ 2 പാർട്ടായിട്ട്, ഇലക്ട്രിക്കൽ പാർട്ടിൽ ആദ്യം കുറേ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു, ഇലക്ട്രോണിക്സ് പാർട്ടിൽ അത് കഴിഞ്ഞിട്ട് കുറേ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എല്ലാ പോർഷൻസും പഠിക്കുക. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക? ഈ നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക? ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ അതിൽ മാക്സിമം നമുക്ക് എക്സ്പെക്ട് ചെയ്യാം അതേ ക്വസ്റ്റ്യൻസ് തന്നോ അല്ലെങ്കിൽ അതുപോലത്തെ മോഡൽ ക്വസ്റ്റ്യൻസോ വരാൻ സാധിക്കും. വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. ഓക്കെ, ഏത് ക്വസ്റ്റ്യൻ കിട്ടിയാലും MCQയുടെ 0 to Infinity ബാച്ചിലെ കുട്ടികൾക്ക് എഴുതാൻ പറ്റും. നിങ്ങൾ ധൈര്യമായിട്ടിരിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് എല്ലാവരും ട്രൈ ചെയ്തിട്ട് നിങ്ങൾ എക്സാമിന് പോകാവൂ. അപ്പോൾ എല്ലാവർക്കും എക്സാം എഴുതാൻ ഓൾ ദി ബെസ്റ്റ്.